നമസ്കാരം. മാർക്ക് ഫെല്ലർ സ്കൈ സിറ്റിയിലെത്തി അധിക സമയം കഴിയുമ്പോൾ തന്നെ ഒരു ഗാംബ്ലിംഗ് കേന്ദ്രം കണ്ടുപിടിച്ചു. അവിടെ സ്കൈ സിറ്റിയിൽ എന്തില്ല എന്ന് ചോദിച്ചാൽ മതി, എല്ലാം ഉണ്ട്. പക്ഷെ മാർക്ക് നോക്കി നടന്ന് കണ്ടെത്തിയത് ഈ കല്ലുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഗാംബ്ലിംഗ് സൈറ്റാണ്. ശരിക്കും അതൊരു ഗാംബ്ലിംഗ് ആണ്. നമ്മൾ ഏതെങ്കിലും കല്ലുകൾ കാണുമ്പോൾ അതിനൊരു വില പറഞ്ഞ് വാങ്ങിക്കുക. ആ വില കൊടുത്തു കഴിയുമ്പോൾ അത് നമ്മുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പലതും കിട്ടും. മാർക്ക് തന്റെ ഡിവൈൻ ഐ ഉപയോഗിച്ച് ആ ഗാംബ്ലിംഗ് സ്റ്റോളിൽ നിന്ന് ഇഷ്ടംപോലെ കല്ലുകൾ വാങ്ങിച്ചു. ആ കല്ലുകൾ പൊട്ടിക്കുമ്പോൾ മാർക്കിന് പല അമൂല്യമായ സാധനങ്ങളും കിട്ടുകയാണ്. മാർക്ക് ആ പരിപാടി വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കാണികളായി നിൽക്കുന്ന ആളുകളൊക്കെ സംസാരിക്കുന്നത് മാർക്ക് കേൾക്കുന്നുണ്ട്. ടെമ്പിൾ ഫെയർ എത്താറായി. ഇപ്രാവശ്യം ഒരുപാട് ആളുകൾ എത്തുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ആളുകൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ മാർക്ക് ഫെല്ലർ അതിലൊരാളോട് ചോദിച്ചു, അല്ല, എന്താ ഈ ടെമ്പിൾ ഫെയർ? ഹേയ് സുഹൃത്തെ, നിങ്ങൾക്ക് ഈ ടെമ്പിൾ ഫെയറിനെ കുറിച്ചൊന്നും അറിയില്ലേ? ഇല്ല, ഞാൻ ഇവിടേക്ക് അധികം അങ്ങനെ വന്നിട്ടില്ല. ഈ ടെമ്പിൾ ഫെയർ ഇവിടെ ഓരോ 10 കൊല്ലം കൂടുമ്പോഴാണ് നടക്കുക. എന്താ അതിന്റെ പ്രത്യേകത? അത് ഒരു ലെക്ചറാണ്. ലെക്ചറോ? അതെ, ഇവിടുത്തെ ഈ സ്കൈ സിറ്റിയുടെ റോയൽ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഒരു പ്രഭാഷണം ഉണ്ടാകും. ആ പ്രഭാഷണം കേൾക്കാനാണ് ആളുകളെല്ലാം വരുന്നത്. ആ ഗാംബ്ലിംഗ് സെന്ററിൽ ഉണ്ടായിരുന്ന ഒരു ആള് വളരെ വിശദമായിട്ട് തന്നെ മാർക്കിനോട് കാര്യം പറഞ്ഞു. മാർക്ക് ആ ഗാംബ്ലിംഗ് സൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി തെരുവിലൂടെ അങ്ങനെ നടക്കുകയാണ്. തെരുവിലൂടെ നടക്കുമ്പോൾ മാർക്കിനെ പലരും ഐഡന്റിഫൈ ചെയ്തു. മാർക്ക് ഫെല്ലറെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാരണം മാർക്ക് ആ ബ്ലാക്ക് കുടുംബത്തിന്റെ മുന്നിൽ നിന്ന് നടത്തിയ ആ അനൗൺസ്മെന്റ് ആണ്. ചിലരൊക്കെ മാർക്കിന് അടുത്ത് വന്ന് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ആ മാർക്ക് ഫെല്ലർ അല്ലേ? അതെ, നിങ്ങള് ഷീ കുടുംബത്തിലെ ഷൈൻ്റെ അതേ ബോഡിയുള്ള ആളല്ലേ? അത് കേട്ടതും മാർക്ക് അയാളോട് പറഞ്ഞു, നോക്ക് സുഹൃത്തെ, ഞാൻ ഒരു കയോട്ടിക് ബോഡിക്കാരനാണ്. എന്റെ അതേ ശൈലിയിൽ ബോഡിയുള്ള ആരെങ്കിലും ഒക്കെ വേറെ കണ്ടേക്കും. അല്ല, ആരാ ഈ ഷൈൻ? മാർക്കിന്റെ ആ ചോദ്യം കേട്ടപ്പോൾ ആ ചോദ്യം ചോദിച്ചാള് ശരിക്കൊന്ന് പതറിയെന്ന് പറയാം. ഷൈൻ ദ ഹോളി സൺ അവർക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. ഈ ചോദ്യം ചോദിക്കുന്ന മാർക്കിനെയാണ് അവർക്ക് ശരിക്കും പരിചയമില്ലാത്തത്. മാർക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ലൈം ലൈറ്റിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്ന ആളാണ്. ആ ആളാ ചോദിക്കുന്നത്, ആരാ ഈ ഷൈൻ എന്ന്. മാർക്ക് അങ്ങനെ ചോദിച്ചതും മറുപടി പറയാതെ അയാൾ മാർക്കിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. മാർക്ക് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു. മാർക്ക് നടന്നെത്തിയത് ഒരു ചെറിയ കടയിലാണ്. ടീ സ്റ്റോളാണ്. റോഡ് സൈഡിൽ ധാരാളം ടീ സ്റ്റോളുകൾ ഈ ഹോളി സിറ്റിയിൽ ഉണ്ട്. അവിടെ ആ ടീ സ്റ്റോളിൽ ഇരുന്ന മാർക്ക് ചുറ്റുമൊന്ന് നോക്കുമ്പോൾ അങ്ങ് മുകളിലായി ഒരു പാലസ് പോലെ ഒരു ബിൽഡിംഗ് മാർക്ക് കാണുന്നുണ്ട്. ശരിക്കും ഈ സ്കൈ സിറ്റിയുടെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ആ പാലസ് കാണാൻ പറ്റും. മാർക്ക് ആ സ്കൈ സിറ്റിയിലെ ആ പാലസിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടതും ഒരാൾ മാർക്കോട് ചോദിച്ചു, എന്താ സുഹൃത്തെ അവിടേക്ക് തന്നെ നോക്കുന്നു? അല്ല, അതേതാ ബിൽഡിംഗ്? ഹേയ്, നിങ്ങൾക്ക് ഈ സ്കൈ സിറ്റിയുടെ ഭരണാധികാരി അറിയില്ലേ? ഇല്ല, അത് രാജകുമാരന്റെ വസതിയാണ്. രാജകുമാരന്റെയോ? അതെ, ഈ സെൻട്രൽ പ്ലെയിൻ പൂർണ്ണമായും അവരുടെ അധികാര പരിധിയിലായിരുന്നു. ഈ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളൊക്കെ ഡെവലപ്പ് ആവുന്നതിന് മുന്നേ ഈ സെൻട്രൽ പ്ലെയിൻ മുഴുവൻ അടക്കി ഭരിച്ചിരുന്നത് ആ രാജകുമാരന്റെ കുടുംബമല്ലേ? മാർക്കിനത് തികച്ചും ഒരു പുതിയ അറിവാണ്. ഒരു രാജവംശം ഉണ്ടായിരുന്നുവെന്നും ആ രാജവംശത്തിന് കീഴിൽ സെൻട്രൽ പ്ലെയിൻ നിലനിന്നിരുന്നു എന്നുള്ള വാർത്ത ആരും മാർക്കിനോട് മുന്നേ പറഞ്ഞിട്ടില്ല. മാർക്ക് അതുകൊണ്ട് തന്നെ കൗതുകപൂർവ്വം ആ ചെറുപ്പക്കാരനെ നോക്കിയതും ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, അതൊക്കെ പഴയ കഥകളാണ്, ഇപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ ആ 9 കുടുംബങ്ങളും ചേർന്ന സത്യത്തിൽ ഈ എൻ്റെ മേഖലയിൽ നിയന്ത്രിക്കുന്നത്. മാർക്കിനത് ഏകദേശം അറിയാം. 9 കുടുംബങ്ങളുടെയും കീഴിലാണ് ഈ സെൻട്രൽ പ്ലെയിൻ എന്നുള്ള കാര്യം മാർക്ക് നേരത്തെ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ 9 കുടുംബങ്ങളും ചേർന്ന് സെൻട്രൽ പ്ലെയിനെ വേർതിരിച്ചെടുത്തിരിക്കുകയാണ്. ആ 9 കുടുംബങ്ങളിൽ ഓരോ കുടുംബത്തിന്റെ കീഴിൽ വേറെ ഒരുപാട് ചെറിയ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുണ്ട്, ഒരുപാടെണ്ണം. മാർക്ക് നേരത്തെ അവസാനിപ്പിച്ച ടോം കുടുംബമൊക്കെ ആ ശൈലിയിലുള്ള കുടുംബങ്ങളാണ്. ആയിരക്കണക്കിന് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ സെൻട്രൽ പ്ലെയിനിലുണ്ട്. അതിവിശാലമാണ് സെൻട്രൽ പ്ലെയിൻ. ആ സെൻട്രൽ പ്ലെയിനെ പൂർണ്ണമായി അടക്കി ഭരിച്ചിരുന്ന രാജവംശത്തിന്റെ തലസ്ഥാനമാണ് സ്കൈ സിറ്റി. ആ രാജവംശത്തിന്റെ രാജകൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ആ മലയുടെ മുകളിലാണെന്നും അവിടെ അവസാനത്തെ രാജകുമാരൻ ഉണ്ടെന്നുള്ള വാർത്ത മാർക്ക് അവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കി. അടുത്ത ദിവസങ്ങളിലേക്ക് മാർക്ക് ഫെല്ലർ അവിടെ അങ്ങനെ കറങ്ങി നടക്കുകയാണ്. മാർക്കിന്റെ കയ്യിൽ ഇപ്പൊ ഇഷ്ടംപോലെ കാശുണ്ട്. ആ കൊള്ളസംഘത്തിന്റെ കയ്യിൽ നിന്ന് മാർക്ക് അടിച്ചു മാറ്റിയത് 50 ബില്യൺ സ്പിരിറ്റ് കോയിൻ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ഇഷ്ടപ്പെട്ടാലും മാർക്കിന് വാങ്ങാൻ പറ്റും. മാർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ഒന്നൊന്നായി വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഡേറ്റ് എത്തിയത്, അമ്പലത്തിലെ ആ ഉത്സവത്തിന്റെ ദിവസം. മാർക്ക് ആ അമ്പലത്തിലെ ഉത്സവം തുടങ്ങാറായതും ആളുകളോട് ചോദിച്ചറിഞ്ഞ്
ആ അമ്പലം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെത്തി. അതിമനോഹരമായ ഒരു നിരന്ന സ്ഥലത്താണ് ആ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ സെൻട്രൽ പ്ലെയിനിന്റെ പ്രത്യേകത തന്നെ അതാണ്. മിക്കവാറും എല്ലാ ഭാഗങ്ങളും നിരന്നിട്ടാണ്. നിരപ്പിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് മിക്കവാറും ഈ വലിയ കുടുംബങ്ങളൊക്കെ താമസിക്കുക. ബ്ലാക്ക് കുടുംബവും ഷീ കുടുംബവും മാത്രമല്ല, ഈ രാജകുമാരന്റെ കുടുംബവും ശരിക്കും മലയുടെ മുകളിലാണ്. നേരത്തെ ആ പാലസ് കണ്ടപ്പോൾ മാർക്കിനങ്ങ് തോന്നി. പക്ഷേ ഇവിടെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു തുറസായ സ്ഥലത്താണ്. പക്ഷെ വളരെ വിശാലമാണ് ആ കോമ്പൗണ്ട്. അവിടെ 10,000 ആളുകൾക്ക് എത്താൻ പറ്റും. ആ ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായും സ്കൈ സിറ്റിയുടെ മതിലുകൾക്ക് അകത്തുമാണ്. അതെ, സ്കൈ സിറ്റിയെ കവർ ചെയ്തുകൊണ്ട് ശരിക്കും ഒരു മതിലുണ്ട്. സ്കൈ സിറ്റിയുടെ സിറ്റി വാൾ എന്നാണ് അതിനെ വിളിക്കുക. ഒരു വലിയ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടെന്ന് അർത്ഥം. രാജ്യ തലസ്ഥാനമായതുകൊണ്ട് പണ്ടേ നിർമ്മിക്കപ്പെട്ട ഒരു മതിലാണ് അവിടെ ഉള്ളത്. നല്ല പൊക്കമുള്ള, നല്ല വണ്ണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൂറ്റൻ മതിൽ. ആ ക്ഷേത്രത്തിന് മുന്നിലുള്ള ആൾക്കൂട്ടത്തിനിടയിലൂടെ മാർക്ക് ഫെല്ലർ ആ ലെക്ചർ കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് മാർക്ക് ഒരു ശബ്ദം കേട്ടു. ഏയ് മാർക്ക് ഫെല്ലർ, അവിടെ നിന്നേ. നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ എന്ന തോന്നലോടുകൂടിയാണ് മാർക്ക് ഫെല്ലർ തിരിയുന്നത്. മാർക്ക് തിരിഞ്ഞതും മാർക്ക് കണ്ടത് സാക്ഷാൽ ഷീഫെങ്ങിനെയാണ്. ഷീഫെങ്ങിനൊപ്പം ഷൈനുമുണ്ട്. ഷീ കുടുംബത്തിന്റെ ആ ഹോളി സൺ ഷൈൻ ഇതാ മാർക്കിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. സ്വാഭാവികമായിട്ടും ഈ കാഴ്ച അനവധി ആളുകളുടെ ശ്രദ്ധയപ്പെട്ടു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മാർക്ക് ഫെല്ലർ ആ സ്കൈ സിറ്റിയിലുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കിനെ ആ സ്കൈ സിറ്റിയിലുള്ള പലർക്കും ഇപ്പൊ അറിയാം. അവരൊക്കെ കൗതുകത്തോടെ ആ കാഴ്ചയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. സെൻട്രൽ പ്ലെയിനിന്റെ ദ വൺ ആൻഡ് ഓൺലി കയോട്ടിക് ബോഡിക്കാരനായിരുന്നു ഷൈൻ. ആ ഷൈനെ വെല്ലുവിളിക്കാനായി സെൻട്രൽ പ്ലെയിനിൽ അവതരിച്ച പുതിയ കയോട്ടിക് ബോഡിക്കാരൻ മാർക്ക് ഫെല്ലറും ഇതാ ഷൈനും നേർക്കുന്നത്. കാണികൾക്ക് ഇതൊരു ആവേശം ഉണ്ടാക്കുകയാണ്. ഷീഫെങ്ങും ഷൈനും കൂടി മാർക്കിന് മുന്നിലേക്ക് വന്നതും മാർക്ക് ഷീഫെങ്ങിനോട് പറഞ്ഞു, ഓ നീ എത്തിയല്ലേ. മാർക്ക്, നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അത് കേട്ടതും മാർക്ക് ഷീഫെങ്ങിനോട് പറഞ്ഞു, ഷീഫെങ്, നീ എന്നോട് ഫൈറ്റ് ചെയ്യാനാണോ ഇറങ്ങിയിരിക്കുന്നത്? മാർക്ക്, നിന്നോട് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് നീ വിരല് മാത്രം മതി. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ഒന്ന് ചിരിച്ചു. ഷീഫെങ്, നിന്റെ ഈ വാചകമടി എന്നോട് വേണ്ട. നീ ആരെന്ന് എഴുതിയിട്ടാ എന്നോട് സംസാരിക്കുന്നത്? അല്ല, ഞാൻ അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്. സത്യത്തിൽ ഈ ഷീ കുടുംബവും നീ തമ്മിൽ എന്താ ബന്ധം? മാർക്ക് ഫെല്ലറുടെ പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട ഷീഫെങ് ഒന്ന് എന്ത് പറയണമെന്നറിയാതെ സ്റ്റക്കായോ എന്നൊരു സംശയം. അവൻ യഥാർത്ഥത്തിൽ ഷൈന്റെ യഥാർത്ഥ സഹോദരനല്ല. ഷൈന്റെ സഹോദരൻ ഷ്യൂ ആണ്. ആ ഷ്യൂ മാർക്കിനോട് നേരത്തെ പരാജയപ്പെട്ടതാണ്. ഷീഫെങ് എന്തു പറയണമെന്നറിയാതെ ആലോചിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ഷീഫെങ്ങിനോട് പറഞ്ഞു, എനിക്കറിയാം നിനക്ക് ഈ ഷീ കുടുംബത്തിന്റെ യഥാർത്ഥ രക്തവുമായി ഒരു ബന്ധവുമില്ല. ഞാനേ നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയാം. ഈ ഷീ കുടുംബത്തിലെ ആ ഷ്യൂ പോലും എന്നോട് പരാജയപ്പെട്ടതാണ്. അതിന് ഷീഫെങ് മറുപടി പറയാനായിട്ട് തുനിയുമ്പോൾ ഷൈൻ ഷീഫെങ്ങിനെ തടുത്തുകൊണ്ട് മാർക്കിനോട് ചോദിച്ചു, നീയാണോ മാർക്ക് ഫെല്ലർ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവനോട് തിരിച്ചു ചോദിച്ചു, നീ ആരാ? തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യമാണ് മാർക്കിന്റെ ഭാഗത്ത് നിന്ന് അപ്പോൾ ഉണ്ടായത്. ആ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള മുഴുവൻ ആളുകൾക്കും നല്ല പരിചയമുള്ള വ്യക്തിയാണ് ഹോളി സൺ ഷൈൻ. ആ ഷൈന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവൻ ആരെന്ന് അവനോട് തന്നെ ചോദിക്കുന്ന ഒരു രംഗം കാണാൻ കഴിയുമെന്ന് ആരും കരുതിയതല്ല. പക്ഷെ അതാ ഇപ്പോൾ അവർ കണ്ടിരിക്കുന്നത്. ഷൈൻ മാർക്കിന്റെ ചോദ്യം കേട്ടതും മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, നീ ശരിക്കും ധിക്കാരിയാണ്. അങ്ങനെ ഷൈൻ പറഞ്ഞതും മാർക്ക് ഷൈനെ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഷൈനോട് ചോദിച്ചു, ഓ നീയാണല്ലേ ആ കയോട്ടിക് ബോഡിക്കാരൻ ഷൈൻ? കൊള്ളാം, നിന്നൊന്ന് കാണണമെന്ന് ഞാൻ കരുതിയിരിക്കുകയായിരുന്നു. ഹോളി സണ്ണിനെ നീയെന്നും ആരും സംബോധന ചെയ്യാറില്ല. താങ്കൾ, സാർ, ലോഡ്, ഹോളി സൺ, ഇങ്ങനെയൊക്കെയാണ് അയാളെ ആളുകൾ സംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. പക്ഷെ അയാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ എന്ന് മാർക്ക് ഫെല്ലർ പരുഷമായി പറഞ്ഞപ്പോൾ അത് ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ചെറിയ ഓളം ഉണ്ടാക്കുന്നുണ്ട്. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടും നോക്കിയാണ്, ഇതെന്താ സംഭവം? ഇവന് ചാവാൻ ഒരു പേടിയുമില്ലേ? ആ ചോദ്യം പലരും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുമുണ്ട്. എന്തായാലും ഒരു കൗതുകം അവിടെ സൃഷ്ടിക്കാൻ മാർക്കിന് പറ്റി. മാർക്കിന്റെ ചോദ്യം കേട്ടതും ഷൈൻ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോടായി പറഞ്ഞു, മറ്റൊരു കയോട്ടിക് ബോഡിക്കാരനെ കണ്ടുമുട്ടിയതിൽ എനിക്കും സന്തോഷമുണ്ട്. അത് കേട്ടതും മാർക്ക് ഷൈനോട് പറഞ്ഞു, ഓ താങ്കളാണ് ഹോളി സൺ ഷൈൻ. ഞാൻ ഇപ്പോഴാണ് അത് ഓർക്കുന്നത്. എനിക്കറിയാം താങ്കൾ ശരിക്കും ബഹുമാന്യനായ വ്യക്തിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എനിക്ക്
ആവശ്യത്തിന് സമയം കിട്ടിയാൽ നിന്നെ തോൽപ്പിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മിസ്റ്റർ മാർക്ക്, നിങ്ങൾ എന്താ പറഞ്ഞേ? ഷൈൻ, താങ്കൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരേ ലെവലിലാണ് നമ്മൾ മത്സരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ റിവേഷൻ ഓയിഡ് ലെവലിൽ അതിന്റെ ഏർലി സ്റ്റേജിലാണ്. നിങ്ങൾക്ക് അറിയാമത്. ആ ലെവലിൽ ഇറങ്ങി എന്നോട് ഫൈറ്റ് ചെയ്യാൻ മിസ്റ്റർ ഷൈൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഷൈനോട് മാർക്ക് അങ്ങനെ ചോദിച്ചതും ഷിഫങ്ങിന് ശരിക്കും ദേഷ്യം വരികയാണ്. മാർക്ക്, നീ ആരെന്ന് കരുതിയിട്ടാണ് ഹോളിസണിനെ വെല്ലുവിളിക്കുന്നത്? ഷിഫങ് അങ്ങനെ കുരച്ചപ്പോ മാർക്ക് അവനെ മൈൻഡ് ചെയ്തേയില്ല. മാർക്ക് ഷൈനോടായി ചോദിച്ചു, ഷൈൻ, പറയും, നിങ്ങൾക്ക് എന്നോട് എന്റെ ലെവലിൽ ഇറങ്ങി മത്സരിക്കാൻ ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? അതിന് മറുപടി പറയാതെ ഷൈൻ മാർക്കിനെ തന്നെ ഒന്ന് നോക്കുമ്പോ മാർക്ക് ഉറക്കെ ഷൈനോട് പറഞ്ഞു, ഷൈൻ, എനിക്കറിയാം നീ പരാജയപ്പെടുമെന്ന്. എനിക്ക് മാത്രമല്ല, അത് നിനക്കും അറിയാം. നീ ശരിക്കൊരു ഭീരുവാണ്. അതുകൊണ്ടാ ഒരേ ലെവലിൽ മത്സരിക്കാൻ നീ താല്പര്യം കാണിക്കാത്തത്. മാർക്ക് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഷൈൻ ഒരക്ഷരം പോലും ഇണ്ടാതെ മാർക്കിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാൾ അടുത്തതായിട്ട് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് സെമി സെയിന്റ് ആയിട്ടാണ്. മാർക്കിനേക്കാൾ ഒരുപാട് ലെവൽ മുകളിലാണ് ഈ പോയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ താഴെയുള്ള ആളുകളേക്ക് വെറും ഉറുമ്പുകളെ നോക്കും പോലെയാണ് നോക്കുക. മാർക്ക് അയാളുടെ മുന്നിൽ ശരിക്കും ഒരു ഉറുമ്പാണ്. ഷൈൻ മാർക്കിനേക്കാൾ പൊക്കമുള്ള വ്യക്തിയാണ്. അയാളെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോ. അത്ര സൗന്ദര്യമുള്ള ആളുമാണ്. അയാൾക്ക് മാർക്കിനെ പോലെ ഒരു കക്ഷിയോട് വെറുതെ തർക്കിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടായിരിക്കാം അയാള് നിശബ്ദനായി മാർക്കിനെ ഒന്ന് അളക്കുന്നത്. മാർക്ക് രണ്ടാമതൊന്ന് ചോദിച്ചതും ഷൈൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മാർക്ക്, നീ എന്നോട് ഫൈറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ അർഹത തെളിയിക്കണം. ഞാൻ നിലവാരമില്ലാത്ത ആളുകളോടൊന്നും മത്സരിക്കാറില്ല. ഹോളിസൺ ഷൈൻ ശരിക്കും പീക്ക് ലെവൽ റിവേഷൻ ഔട്ട് സ്റ്റേജിലാണ്. അയാൾക്ക് ഏർലി ലെവലിൽ നിൽക്കുന്ന മാർക്ക് ഫെല്ലർ ഒന്നുമേ അല്ല. അതാണ് അയാളുടെ വാക്കിൽ പ്രതിഫലിക്കുന്നത്. ഷൈൻ അങ്ങനെ പറഞ്ഞതും ഷിഫിങ് ഷൈൻ്റെ അടുത്തോട്ട് ചേർന്ന് നിന്ന് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഹോളിസണിനോട് ഫൈറ്റ് ചെയ്യാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. നിന്നോട് ഞാൻ ഫൈറ്റ് ചെയ്യാം. അത് കേട്ടതും മാർക്ക് ഷിഫിങ്ങിന് നേരെ തിരിഞ്ഞ് ഷിഫിങ്ങിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഷിഫിങ്, നീയും ഷീ കുടുംബം എന്നുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഷീ കുടുംബത്തോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ നീ ഷീ കുടുംബത്തോട് ബന്ധമുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞാൽ ഒരു സംശയം എനിക്ക് തോന്നുകയാണ്. ശരിക്കും നിന്റെ അമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഷീ കുടുംബവും നീ തമ്മിൽ ബന്ധമുണ്ടെന്ന്? ഷീ കുടുംബത്തിലെ ആരുടെയോ മകനാണ് ഷിഫങ് എന്ന് എല്ലാവരും പറയാറുണ്ട്. ആരുടേതാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ഏതോ ഒരു അകന്ന ബന്ധമാണ് ഷിഫങ്ങിന് ശരിക്കും ഈ ഷീ കുടുംബത്തോടെ ഉള്ളത്. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ അവനും ഷീ കുടുംബത്തിന്റെ നട്ടലാണെന്നുള്ള ശൈലിയിലാണ് അവൻ പുറത്തൊക്കെ നടക്കുക. അതാണ് അവന്റെ രീതി. മാർക്ക് ഇപ്പോൾ ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ വെച്ച് അത് പൊളിച്ചടുക്കുകയാണ്. ഷിഫങ് ശരിക്കും വിളറി. അവൻ രഹസ്യമാക്കി വെച്ചിരിക്കുന്നതാണ് അവന്റെ പിതൃത്വം. അവന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അവനും അറിയില്ല. അവന്റെ അമ്മ അവനോട് പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. മാർക്ക് തന്റെ രഹസ്യം എങ്ങനെ മനസ്സിലാക്കിയത്? ആ ഒരു ചോദ്യം സ്വാഭാവികമായും ഷിഫങ്ങിന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഷിഫങ്ങിന് പക്ഷേ ആൾക്കൂട്ടത്തിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ വല്ലാതെ ദേഷ്യം വരികയാണ്. ദേഷ്യത്തോടെ ഷിഫങ് അവന്റെ ആ ഓറ റിലീസ് ചെയ്തതും അവിടെ ശരിക്കും ശക്തമായ ഒരു പ്രഷർ എല്ലാവർക്കും അനുഭവപ്പെടുകയാണ്. ഒരു ഫൈറ്റ് ഇതാ അവിടെ നടക്കാൻ പോവുകയാണെന്ന് സകലർക്കും തോന്നിയതും മാർക്കിന്റെ ഓറ റിലീസ് ചെയ്തു. അതിശക്തമായ ആ രണ്ട് ഓറകൾ തമ്മിൽ ഒന്ന് ഉരസുമെന്ന് തോന്നിയ ആ നിമിഷത്തിൽ അവിടെ വളരെ ശാന്തമായ ഒരു ഓറ അതിൻ്റെ ഇടയിൽ ശരിക്കും ഒരു തടസ്സം പോലെ വന്നു വീഴുകയാണ്. ആ ഓറ ആ ഭാഗത്തേക്ക് വീണതും അവരെ ഒരു ശബ്ദവും കേട്ടു. പ്ലീസ്, ഇവിടെ വെച്ച് ഒരു ഫൈറ്റ് ചെയ്യരുത്. വളരെ ശാന്തമായ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് സകല ആളുകളും തിരിയപ്പോൾ ഒരു മനുഷ്യൻ അങ്ങോട്ട് നടന്നു വരുന്നത് ആളുകൾക്ക് കാണാം. ആ നടക്കുന്ന മനുഷ്യൻ ഇടയ്ക്ക് ചുമക്കുന്നുമുണ്ട്. ആ ആളെ കണ്ടതും സകലരും അയാളെ തലകുനിച്ച് വണങ്ങി. രാജകുമാര നമോവാകം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ തലകുനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഷിഫങ് അവന്റെ ആ ഓറ പിൻവലിച്ചു. മാർക്കും ഓറ പിൻവലിച്ചു. വരുന്നത് സെൻട്രൽ പ്ലെയിൻ അടക്കി ഭരിച്ചിരുന്ന ആ സ്കൈ സിറ്റിയിൽ രാജധാനിയുള്ള ആ രാജകുടുംബത്തിന്റെ അവസാനത്തെ രാജകുമാരനാണ്. അയാളോട് ഒരു ബഹുമാനം കാണിക്കാൻ സ്വാഭാവികമായിട്ടും മാർക്കിന് ബാധ്യതയുണ്ട്. മാർക്ക് 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി നിൽക്കുമ്പോൾ ആ രാജകുമാരൻ നടന്ന് അവിടെ മുന്നിൽ വന്നു. ആ രാജകുമാരൻ ഷീ കുടുംബത്തിലെ ഷൈനെയും ഷിഫങ്ങിനെയൊക്കെ നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഹോളിസൺ, ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സംഘടനത്തിന്റെ ആവശ്യമില്ല.
അവിടേക്ക് വന്ന രാജകുമാരനെ സകലരും വലിയ ഭയഭക്തി ബഹുമാനങ്ങളോടെ വണങ്ങിയപ്പോൾ ആ പ്രിൻസിനെ മൈൻഡ് ചെയ്യാതെ നിന്ന ഏക വ്യക്തി ശരിക്കും ഷൈനാണ്. ഷൈൻ ആ രാജകുമാരൻ പറയുന്നത് കേട്ടതും ഒന്നും മിണ്ടാതെ ഷിഫിങ്ങിനെ വിളിച്ചുകൊണ്ട് പതുക്കെ അവിടെ നിന്ന് മാറി. രാജകുമാരന്റെ മുന്നിൽ വെച്ച് ഒരു ഫൈറ്റിന് താല്പര്യമില്ല എന്ന് ഷൈൻ പറയാതെ പറയുകയാണ്. മാർക്ക് ഫെല്ലർ ആ രാജകുമാരനെ വണങ്ങി. രാജകുമാരനെ മാർക്ക് വണങ്ങിയതും രാജകുമാരൻ മാർക്കിനോട് പറഞ്ഞു, ഈ സ്കൈ സിറ്റിയിൽ ഒരു ഫൈറ്റും അനുവദനീയമല്ല. അങ്ങനെ പറഞ്ഞിട്ട് രാജകുമാരൻ നടക്കാൻ പോയതും മാർക്ക് രാജകുമാരനെ വണങ്ങിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല. രാജകുമാരന് മാർക്ക് ഫെല്ലർ കൊടുത്ത ആ വാക്ക് അയാളെ സന്തോഷിപ്പിച്ചെന്ന് വ്യക്തമാണ്. അയാൾ ചിരിച്ചുകൊണ്ട് തിരിച്ച് നടന്നു തുടങ്ങി. ആ രാജകുമാരൻ മടങ്ങിയതും മാർക്ക് വീണ്ടും ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി. ഇപ്പോൾ ആരും മാർക്കിനെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. സകല ആളുകളും ആ ലെക്ചർ നടക്കുന്ന ആ വെന്യൂവിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്. വരാൻ പോകുന്ന ആളിന്റെ ആ പ്രസംഗം മിസ്സാകാതിരിക്കാനുള്ള ഒരു കരുതൽ എല്ലാവർക്കും ഉണ്ട്. പ്രസംഗമാണ് പ്രധാനം, അല്ലാതെ അവിടെ നടന്ന ആ ഷീ കുടുംബവും മാർക്ക് തമ്മിലുള്ള ഒരസലല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രസംഗം മിസ് ചെയ്യാൻ ആളുകൾക്ക് എന്തോ ഒരു താല്പര്യക്കുറവ്. സകല ആളുകളും ആ അമ്പലത്തിന് മുന്നിലുള്ള ആ തുറസായ സ്റ്റേജിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടെ പെട്ടെന്നാണ് ഒരു ഫാൻറ്റം പ്രത്യക്ഷപ്പെട്ടത്. ശരിക്കും ഒരു പ്രകാശം അവിടെ ആ സ്റ്റേജിൽ വന്ന് വീഴുകയായിരുന്നു. മാർക്ക് അമ്പരപ്പോടെ ആ പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ ആ പ്രകാശം ഒരു രൂപമായി അങ്ങ് മാറി. ആ രൂപത്തെ കണ്ട മാർക്ക് അടുത്ത ആളോട് ചോദിച്ചു, ഇതെന്താ സംഭവം? അതൊരു ഫാൻറ്റം അല്ലേ? ഹേയ് സുഹൃത്തെ, അത് ഈ രാജകുടുംബത്തിലെ അതിശക്തനായ ഒരു യോദ്ധാവായിരുന്നു. അദ്ദേഹം കാലങ്ങൾക്ക് മുമ്പേ ഈ ലോകം വിട്ടുപോയതാണ്. അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് പോയ അദ്ദേഹത്തിൻ്റെ ഡിവൈൻ സെൻസിൻ്റെ ഒരു ഭാഗം ഓരോ 10 കൊല്ലം കൂടുമ്പോഴും ഇവിടെ ഈ ക്ഷേത്രമുറ്റത്ത് എത്തും. ആ രൂപത്തിന് നമ്മളോട് ചില കാര്യങ്ങൾ പറയാനുണ്ടാവും. അതിനെയാണ് ഈ ലെക്ചർ എന്ന് പറയുന്നത്. മാർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ മാർക്കിന് കിട്ടിയിരിക്കുന്നത്. മാർക്ക് ആ ക്ഷേത്രത്തിൽ എത്തുന്നവരെയും കരുതിയിരുന്നത് ഏതോ അതിശക്തനായ ഒരു യോദ്ധാവ് അവിടെ എത്തി സംസാരിക്കുമെന്നാണ്. പക്ഷെ ഇത് തികച്ചും വ്യത്യസ്തമായൊരു കഥയാണ്. മരിച്ചുപോയ ഒരാളുടെ ആത്മാവിൻ്റെ ഒരു ഭാഗം ഇവിടെ ഈ ഹെവൻലി റീജിയനിൽ അവശേഷിക്കുകയാണ്. അതാണ് ഓരോ 10 കൊല്ലം കൂടുമ്പോഴും ക്ഷേത്രത്തിന് മുന്നിലെത്തുന്നതും ഇത്തരത്തിലുള്ള ഒരു ലെക്ചർ നടത്തുന്നതും. മാർക്ക് കൗതുകത്തോടെ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ ആ ഫാൻറ്റം സംസാരിച്ചു തുടങ്ങിയാണ്. ഞാൻ ഒരുപാട് കാലങ്ങൾ കൊണ്ട് ആലോചിച്ചിരുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ അതിർത്തിയിലേക്ക് പോകാനുള്ള മാർഗത്തെക്കുറിച്ചാണ്. ഈ പ്രപഞ്ചം മുഴുവൻ കറങ്ങി ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനം കണ്ടെത്തണമെന്ന് ഞാൻ കൾട്ടിവേഷൻ തുടങ്ങിയ സമയത്തെ ആലോചിച്ചിരുന്നു. ഒരു പ്രത്യേക സ്റ്റേജിൽ എത്തിയപ്പോൾ ഞാൻ അതിന് തുനിയുകയും ചെയ്തു. പക്ഷെ അപ്പോൾ എന്നെ ഒരു കാര്യം ഒന്ന് പിടിച്ച് ഉലച്ചു. ഈ പ്രപഞ്ചത്തിന് ശരിക്കും അതിരുണ്ടോ എന്ന സംശയമാണ് എന്നെ പിടിച്ചു ഉലച്ചത്. ആ സംശയം എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ കുടിയേറിയപ്പോൾ ഞാൻ മറ്റൊരു ശൈലിയിൽ ഈ പ്രപഞ്ചത്തെ കീഴടക്കാനായി ഒരു ശ്രമം നടത്തി. ആ ശ്രമം ശരിക്കും ഞാൻ എന്നെ അറിഞ്ഞ ശ്രമമാണ്. ഞാൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഞാൻ തന്നെയാണ് പ്രപഞ്ചമെന്ന്. ആ ഡയലോഗ് പറഞ്ഞു നിർത്തിയ ആ ഫാൻറ്റം വീണ്ടും പറയുകയാണ്, അതെ, ഐ ആം ദ യൂണിവേഴ്സ്. ഞാനാണ് പ്രപഞ്ചം. അതെ, ഞാനാണ് പ്രപഞ്ചം. അതെ, ഞാനാണ് പ്രപഞ്ചം. ആ മായിക രൂപം ആ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പതുക്കെ പതുക്കെ ആ രൂപം മങ്ങി തുടങ്ങുകയാണ്. അത് പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നവരെ ഞാനാണ് പ്രപഞ്ചം, ഞാനാണ് പ്രപഞ്ചം എന്ന വാചകം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ രൂപം മങ്ങുന്നതനുസരിച്ച് കേൾക്കുന്ന ശബ്ദത്തിന്റെ ശക്തിയും കുറഞ്ഞു തുടങ്ങുകയാണ്. അവസാനം ആ ശബ്ദവും കാഴ്ചയും പൂർണ്ണമായും ആളുകളുടെ കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നും മറയുകയാണ്. മാർക്ക് അത്ഭുതത്തോടെ ആ സ്റ്റേജിലേക്ക് നോക്കി നിൽക്കുകയാണ്. മാർക്കിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സ്റ്റേജിലേക്ക് നോക്കിയിരിക്കുന്ന മാർക്ക് അടുത്തേക്ക് ആളോട് ചോദിച്ചു, അല്ല, ഇത്രയേ ഉള്ളൂ ലെക്ചർ? ആ ചോദ്യം കേട്ട ആള് മാർക്കിനോട് പറഞ്ഞു, അറിയില്ല, കഴിഞ്ഞ തവണ അദ്ദേഹം വന്നപ്പോൾ 2 ദിവസം തുടർച്ചയായി സംസാരിച്ചിരുന്നു, ഇപ്പൊ എന്തോ പെട്ടെന്ന് അവസാനിപ്പിച്ചു. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ മാർക്കിന് പരിചയമുള്ള ഒരു ഓറയുടെ സാന്നിധ്യം ഫീൽ ചെയ്തു. ആ ഓറ ഫീൽ ചെയ്ത സ്ഥലത്തേക്ക് മാർക്ക് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ തിരിയാൻ ശ്രമിക്കുന്നത് മാർക്ക് കണ്ടു. മാർക്ക് അതിവേഗം ആ മനുഷ്യന്റെ അടുത്തെത്തി. ആ മനുഷ്യന്റെ അടുത്തേക്ക് എത്തിയ മാർക്ക് അമ്പരപ്പോടെ ആ ആളെ നോക്കിയിട്ട് ഉറക്കെ പറഞ്ഞു വീണ്, ശ്രീഹരി, നിങ്ങളെപ്പോഴാണ് എത്തിയത്? മാർക്കിനെ കണ്ടതും ശ്രീഹരി ഒന്ന് പുഞ്ചിരിച്ചു. മാർക്ക്, ഞാൻ ആ ലെക്ചർ തുടങ്ങുമ്പോഴേ ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീഹരി, അങ്ങ് എന്നാ ഇവിടെ എത്തിയത്?
ഞാൻ എത്തിയിട്ട് കുറെ നാളായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീഹരി മാർക്കിനൊപ്പം ആ ക്ഷേത്രമുറ്റത്ത് നിന്ന് നടന്ന് പുറത്തേക്ക് എത്തി ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. കാലങ്ങൾക്ക് ശേഷമാണ് മാർക്ക് ഫെല്ലറെ ശ്രീഹരി കാണുന്നത്. ഏകദേശം ഒരു 3-4 കൊല്ലം മുമ്പാണ് ശ്രീഹരി അവസാനമായി മാർക്കിനെ കണ്ടത്. മാർക്ക് തണ്ടർ കോർട്ട്യാർഡിലേക്ക് പോയതിനു ശേഷം ശ്രീഹരി മാർക്കിനെ കണ്ടിട്ടേയില്ല. മാർക്കും ശ്രീഹരിയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നിടയിൽ മാർക്ക് ശ്രീഹരിയോട് ചോദിച്ചു, അല്ല ശ്രീഹരി, ശരിക്കും ആ ലെക്ചർ എന്താ ഉദ്ദേശിക്കുന്നത്? മാർക്ക്, ഞാനും അതാ ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കൾട്ടിവേഷന്റെ പാത്തിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ്. അത് കേട്ടതും മാർക്ക് ശ്രീഹരിയോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അങ്ങേക്ക് മനസ്സിലായോ? മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പാത്ത് എന്തായിരിക്കണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സംഭാഷണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. അത് കേട്ടതും മാർക്ക് ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി, എനിക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ വന്ന സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരമാണ് പ്രപഞ്ചമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ള വാചകം. മാർക്ക് പറയുന്നത് കൗതുകത്തോടെ കേട്ടിരിക്കുകയാണ് ശ്രീഹരി. ശ്രീഹരി, നമ്മുടെ കൾട്ടിവേഷന് ശരിക്കും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് എന്താണെന്ന് അറിയാവോ? മാർക്ക് ചോദിച്ചതും ശ്രീഹരി ഒന്ന് ആലോചിച്ചിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മുടെ കൾട്ടിവേഷന്റെ ലിമിറ്റ് നമുക്ക് ലഭിക്കുന്ന റിസോഴ്സസും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ആവും. അതല്ല, എനിക്ക് തോന്നുന്നത് നമ്മുടെ കൾട്ടിവേഷന്റെ ലിമിറ്റ് നമ്മൾ തന്നെയാണെന്നാണ്. ആദ്യം സാഹചര്യങ്ങളും റിസോഴ്സസുമാണ് കൾട്ടിവേഷന്റെ ലിമിറ്റ് നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞ ശ്രീഹരി ഉടൻ തിരുത്തി പറഞ്ഞത് നമ്മൾ തന്നെയാണ് നമ്മുടെ ലിമിറ്റ് എന്നാണ്. അത് കേട്ടതും മാർക്ക് ശ്രീഹരിയോട് പറഞ്ഞു, അതെ ശ്രീഹരി, എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ലിമിറ്റുകൾ ഇല്ലാതായാൽ നമ്മുടെ കൾട്ടിവേഷൻ ഏത് ലെവൽ വരെയും പോകുമെന്നാണ്. മാർക്ക്, നീ പറഞ്ഞു വരുന്നത്? ശ്രീഹരി, എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. നമ്മുടെ കൾട്ടിവേഷനുള്ള ലിമിറ്റ് നമ്മുടെ ബോഡിയാണ്. നമ്മുടെ ബോഡി തൊലിയും ചതയും എല്ലും ഒക്കെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ഈ തൊലിയും ചതയും എല്ലും ഒക്കെ മാറിയാൽ പിന്നെ ഉള്ളത് നമ്മളാണ്. ആ നമ്മൾക്ക് ശരിക്കും ഈ തടസ്സങ്ങളൊന്നുമില്ല. നമ്മളുടെ കൾട്ടിവേഷൻ ലെവൽ വളർന്നാൽ ഈ തടസ്സങ്ങളില്ലെങ്കിൽ എത്ര ഉയരത്തിൽ വേണമെങ്കിലും നമുക്ക് വളരാം. മാർക്ക്, നീ പറയുന്നതിനകത്ത് ഒരു സാധ്യതയുണ്ട്. ശ്രീഹരി, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് ഈ പ്രപഞ്ചം. നമ്മളെ അറിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചത്തെ അറിയാൻ കഴിയുമെന്നാണ്. ഞാൻ വന്ന സ്ഥലത്ത് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ആ എല്ലാ വിശ്വാസങ്ങളും ഈ തത്വമാണ് പഠിപ്പിക്കുന്നത്. നമ്മളാണ് പ്രപഞ്ചമെന്നാണ് അവിടെ എല്ലാവരും പഠിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ ഫാൻറ്റോ നമ്മളോട് പറഞ്ഞത് അത് തന്നെയാണെന്നാണ്. നമ്മളെ നന്നായി പഠിച്ചാൽ, നമ്മുടെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്താൽ നമുക്ക് ഈ പ്രപഞ്ചമായി മാറാൻ കഴിയുമെന്നാണ്. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും പുറകിൽ നിന്ന് ഒരു ചിരി. കൊള്ളാമല്ലോ. മാർക്ക്, എന്തൊക്കെ വിഡിത്തരങ്ങളാണോ തനി പറഞ്ഞു കൂട്ടുന്നത്? ശബ്ദം കേട്ട മാർക്ക് നോക്കുമ്പോൾ മാർക്ക് കാണുന്നത് ഷീഫെങ്ങിനെയും സാക്ഷാൽ ഷൈന്യമാണ്. ഷീഫെങ്ങും ഷൈനും മാർക്കിന് അടുത്തേക്ക് വന്നു. അവരുടെ കൂടെ സെമി സെന്റികളുമുണ്ട്. മാർക്ക് ഷീഫെങ്ങിനെ ഒന്ന് നോക്കിയിട്ട് ഷീഫെങ്ങിനോട് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അത് നിനക്കെന്താ കാര്യം? മാർക്ക്, നീ ഒരു കുഴപ്പക്കാരനാണ്. ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നിനക്ക് വല്ലാത്തൊരു മിടുക്കാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഷിഫെങ് മാർക്കിന്റെ എതിരെ ഇരിക്കുന്ന ശ്രീഹരിയോട് പറഞ്ഞു, സുഹൃത്തെ, ഇവൻ പറയുന്നത് കേട്ട് വീണു പോകരുത്. ഇവൻ പറയുന്നതൊക്കെ നുണയാണ്, കള്ളമേ പറയൂ. അങ്ങനെ പറഞ്ഞ ഷിഫെങ് ശ്രീഹരിയോട് പറഞ്ഞു, സുഹൃത്ത്, ഒരു കാര്യം ചെയ്യ്, ഒന്ന് എണീറ്റേ, ഞാനവിടെ ഇരിക്കാം. ഇവനെ കൈകാര്യം ചെയ്യാൻ ഞാൻ മതി. ഷിഫെങ് അങ്ങനെ പറഞ്ഞിട്ടും ശ്രീഹരി മൈൻഡ് ചെയ്യാതെ അയാളുടെ കയ്യിലിരിക്കുന്ന ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീഹരി ഷിഫെങ്ങിനെ ശ്രദ്ധിച്ചതുപോലുമില്ല എന്നതാണ് സത്യം. അത് മനസ്സിലാക്കിയ ഷിഫെങ് ദേഷ്യത്തോടെ ശ്രീഹരിയോട് ചോദിച്ചു, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എനിക്ക്. എന്നിട്ടും ശ്രീഹരി ഒന്നും മിണ്ടിയില്ല. ശ്രീഹരി ആ ചായ കുടിച്ചു തീരുന്നവരെ ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. ചായ കുടിച്ച് കപ്പ് മേശപ്പുറത്തേക്ക് വെച്ച ശ്രീഹരി ഷിഫെങ്ങിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം ഷിഫെങ്ങിനോട് ചോദിച്ചു, ആരാ നീ? ആരാ ഞാനെന്നോ? എന്റെ മുഖത്ത് നോക്കി ആരെന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഷിഫെങ് പെട്ടെന്നാണ് കൈയൊന്ന് ഉയർത്തിയത്. കൈ അയാളങ്ങ് ഉയർത്തിയതും അയാളുടെ കയ്യിൽ ശക്തമായൊരു പ്രകാശം കേന്ദ്രീകരിക്കപ്പെട്ടു. ആ പ്രകാശം അതിശക്തമായി ഷിഫെങ്ങിന്റെ കയ്യിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടതും ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചാടി പുറത്തേക്ക് ഇറങ്ങി. ആ കാഴ്ച കണ്ട്
ശ്രീഹരിയും മാർക്കും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും ആ റെസ്റ്റോറൻറ്റിൽ വെച്ചൊരു ഫൈറ്റ് നടന്നാൽ ഉറപ്പായും ആ റെസ്റ്റോറൻറ്റ് അവിടെ പിന്നെ കാണില്ല. ഷൈനൊപ്പമുള്ള ആളുകളും കൂടെ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഷീ കുടുംബത്തിലെ ആ ഷീഫങ് ശരിക്കും ദേഷ്യത്തിൽ ജ്വലിക്കുമ്പോൾ അയാളുടെ ബോഡിക്ക് ചുറ്റും ഒരു ഓറ തന്നെ ഉണ്ടായി വരികയാണ്. ശക്തമായ ഓറയിൽ അയാളുടെ കയ്യിലേക്ക് ആ പ്രകാശം കേന്ദ്രീകരിച്ചതും ആ പ്രകാശം കൊണ്ട് അയാൾ ശ്രീഹരിയെ ആഞ്ഞൊന്ന് അടിച്ചു. ഈ സമയത്ത് മാർക്കിന്റെ അടുത്ത് നിൽക്കുന്ന ശ്രീഹരി വളരെ ശാന്തമായി ഷീഫങ്ങിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ കൈക്കുള്ളിലെ പ്രകാശം ശ്രീഹരിക്ക് നേരെ അങ്ങനെ പാഞ്ഞു വരുമ്പോൾ ശ്രീഹരിയുടെ ഇടത് കൈ ഒന്ന് ഉയർത്തി. ഇടത് കൈയിലെ ചൂണ്ടുവിരൽ ശ്രീഹരി ആ ഷീഫങ്ങിന് നേരെ ചൂണ്ടിയതും ഷീഫങ് തെറിച്ചതും ഒരേ നിമിഷത്തിലാണ്. ആ പ്രകാശത്തെ ഷീഫങ്ങിന് ശ്രീഹരിയുടെ നേരെ പ്രഹരിക്കാൻ കഴിയുമ്പോൾ ഷീഫങ് തെറിക്കുകയായിരുന്നു. അവിടെ കുറേ ആളുകളുണ്ട്. ആ ക്ഷേത്രത്തിലെ ലെക്ചർ കേട്ടിട്ട് അവിടേക്ക് വന്ന ആളുകൾ എല്ലാവരും ആ കാഴ്ച കണ്ടു. ഷീ കുടുംബത്തിലെ ഷീഫങ് ആ റെസ്റ്റോറൻറ്റിന് മുന്നിലെ മുറ്റത്തുനിന്ന് തെറിച്ച് റോഡിലേക്ക് വീഴുന്ന ആ കാഴ്ച, ശരിക്കും റോഡിലേക്ക് തെറിച്ച് വീണ ഷീഫങ്ങിൻ്റെ മുഖത്ത് വേദനയേക്കാൾ വളർത്തൊരു ജാളിതയാണ് ഉണ്ടായത്. അയാൾ ഒരിക്കലും വിചാരിച്ചില്ല ആ ശൈലിയിൽ അയാൾ എടുത്തെറിയപ്പെടുമെന്ന്. ദേഷ്യം കൊണ്ട് ചുവന്ന ഷീഫങ് പെട്ടെന്ന് അയാളുടെ ഊർജ്ജം മുഴുവൻ ഒന്ന് റിലീസ് ചെയ്ത് ശക്തമായി ശ്രീഹരിയെ പഞ്ച് ചെയ്യാൻ ശ്രമിച്ചതും ശ്രീഹരി വലത് കൈ വളരെ കൂളായിട്ട് ഒന്ന് അനക്കി. ഒരുപാട് സ്പെഷ്യൽ സ്പെല്ലുകളുമായിട്ട് ഷീഫങ് ശ്രീഹരിയെ ആക്രമിക്കുമ്പോഴാണ് വളരെ കൂളായിട്ട് ശ്രീഹരി ആ വലത് കൈ ഒന്ന് അനക്കിയത്. മാർക്ക് കൗതുകത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. ശ്രീഹരി പണ്ടും ഇങ്ങനെയാണ്. ഒരു സ്പെല്ലും ശ്രീഹരി ഉപയോഗിക്കുന്നത് മാർക്ക് കണ്ടിട്ടില്ല. ശ്രീഹരിയുടെ കരുത്ത് ശ്രീഹരിയുടെ ആ കൈകൾ തന്നെയാണ്. ശ്രീഹരിയുടെ ആ കൈയുടെ അനക്കം ഒരു ശക്തമായ ഫോഴ്സ് തന്നെ അവർക്ക് മുന്നിൽ സൃഷ്ടിച്ചെന്ന് പറയാം. ആ ഫോഴ്സ് അനവധി സ്പെല്ലുകളുമായി ശ്രീഹരി അറ്റാക്ക് ചെയ്യാൻ വന്ന ഷീഫങ്ങിന്റെ പുറത്തു കയറി ഇടിക്കുകയും ചെയ്തു. ഷീഫങ് ദേഷ്യത്തോടെ മുന്നോട്ട് ആ സ്പെല്ലുകളുമായി ഓടി വരുമ്പോഴാണ് ശരിക്കും ശക്തമായ ഫോഴ്സ് ഷീഫങ്ങിന്റെ ആ വാരിയലിന്റെ താഴെ ഇടിക്കുന്നത്. ഇടിയേറ്റ് ഷീഫങ് ശരിക്കും കാറ്റത്ത് അപ്പൂപ്പൻ താടി പറക്കും പോലെ അന്തരീക്ഷത്തിലേക്കാകും ഉയർന്നു. താഴെ നിൽക്കുന്ന എൻറ്റയർ ആളുകളും ആ കാഴ്ച കാണുകയാണ്. ആകാശത്തൂടെ പറന്ന ഷീഫങ് ഒരു ശബ്ദത്തോടെ താഴെ വന്നൊരൊറ്റ വീഴ്ച. റോഡ് സൈഡിൽ ധാരാളം ബെഞ്ചുകൾ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഒരു ബെഞ്ചിലാണ് ഷീഫങ് വന്ന് വീണത്. അത് സ്വാഭാവികമായിട്ട് ഒരു വൻ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്തു. ഷീ കുടുംബത്തിന്റെ അതിശക്തനായ ഷീഫങ്ങിനെ ആ അപരിചിതൻ എടുത്ത് എറിഞ്ഞ ആ രംഗം വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു അമ്പരപ്പ് എല്ലാവർക്കുമുണ്ട്. ഷീഫങ് താഴെ വീണതും മാർക്ക് ഫെല്ലർ ഉറക്കെ ഷീഫങ്ങിനോട് പറഞ്ഞു, ഷീഫങ്, 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ പറഞ്ഞതുപോലെ ഈ സ്കൈ സിറ്റിക്ക് പുറത്തു വെച്ച് നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യാം. നീ തൽക്കാലം പോയി റെസ്റ്റ് എടുക്കുക. മാർക്ക് ഫെല്ലറോട് തുടക്കത്തിൽ അമ്പലത്തിന്റെ മുറ്റത്ത് വെച്ച് ഉടക്കിയ സമയത്ത് ഷീഫങ് ആണ് ആ വെല്ലുവിളി നടത്തിയത്. പ്രിൻസ് വന്ന് ആ ഫൈറ്റ് ഒഴിവാക്കുന്ന സമയത്ത് ഷീഫങ് മാർക്കിനോട് പറഞ്ഞിരുന്നു, 3 ദിവസം കഴിയുമ്പോൾ ആ സ്കൈ സിറ്റിക്ക് പുറത്തു വെച്ച് ഒന്ന് ഏറ്റുമുട്ടാവും. സ്കൈ സിറ്റിക്ക് ഉള്ളിൽ ഒരു തരത്തിലുള്ള ഫൈറ്റും അനുവദനീയമല്ല. ആ കാര്യം ഷൈൻ അറിയാം. ഷീഫങ് തെറിച്ചു വീണിട്ടും ഷൈൻ നിശബ്ദമായി നിന്നത് അതുകൊണ്ടാണ്. മാർക്ക് ഫെല്ലർ ആളുകളൊക്കെ ഷീഫങ്ങിന്റെ അടുത്തേക്ക് ഓടിക്കൂടുന്നുണ്ടെന്നും ശ്രീഹരിയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് മാറി. ശ്രീഹരിയും കൊണ്ട് ഒത്തിരി ദൂരേക്ക് പോയ മാർക്ക് ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി, ഇനി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. മാർക്ക്, നീ എന്നെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട. നീ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഷീ കുടുംബം ആള് കുഴപ്പക്കാരാണ്. അങ്ങനെ പറഞ്ഞ ശ്രീഹരി മാർക്കിന്റെ അടുത്തുനിന്ന് വേഗം അങ്ങ് മാറുകയും ചെയ്തു. മാർക്ക് ഫെല്ലറും അതിവേഗം അവിടെ നിന്ന് മാറി. 3 ദിവസം കഴിയുമ്പോൾ ഷീഫങ്ങും മാർക്കും തമ്മിൽ സിറ്റി വാളിന് പുറത്തു വെച്ചൊരു ഫൈറ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ അങ്ങ് പരക്കുകയാണ്. ആ അമ്പലത്തിന്റെ മുറ്റത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഷീഫങ്ങിന്റെ വെല്ലുവിളി കേട്ടിരുന്നു. ആ വെല്ലുവിളി ഒരിക്കൽ കൂടി മാർക്ക് ഫെല്ലർ ഷീഫങ് ശ്രീഹരിയുടെ ഇടിയേറ്റ് വീണ ആ നിമിഷത്തിൽ ആവർത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ അത് കൺഫേം ആയിരിക്കുകയാണ്. മാർക്ക് ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. ഷീഫങ് തെറിച്ചു വീണതും ഷീഫങ്ങിന്റെ വായ്ക്കുടി ചോര വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഷൈൻ ഷീഫങ്ങിന്റെ അടുത്തേക്ക് ഓടിയെത്തി ഷീഫങ്ങിനെ അവിടെ നിന്ന് അടുത്തുള്ള ഒരു ചികിത്സിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായി പോയി ഷൈൻ. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ കൂടെയുള്ള
ആ ശ്രീഹരിയെ ശ്രദ്ധിക്കാൻ ഷൈന് പറ്റിയതുമില്ല. അത്യാവശ്യം പ്രാഥമിക ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പോൾ ഷൈൻ കൂടുതൽ ആളോട് ചോദിച്ചു, അവന്മാരെവിടെ? ഹോളിസൺ, ഞങ്ങൾ അവരെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്, രണ്ടുപേരെയും കാണാനില്ല. അത് കേട്ടതും ഷൈൻ അവരോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ആ മാർക്കിനൊപ്പമുള്ള ആളെക്കുറിച്ച് തിരക്കി എന്നോട് പറയണം. ഷൈൻ നിശബ്ദനായിരുന്നതിൻ്റെ കാരണം ശ്രീഹരിയുടെ ശക്തിയാണ്. ഷൈന് ഈ സെൻട്രൽ പ്ലെയിനിലെ പ്രധാനപ്പെട്ട ചെറുപ്പക്കാരെ എല്ലാം അറിയാം. 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലും ശക്തരായ യോദ്ധാക്കളുണ്ട്. പക്ഷെ അവരെ എല്ലാവരെക്കാളും ശക്തനാണ് താനെന്നുള്ള കാര്യം ഷൈൻ അറിയാം. തികച്ചും അപ്രതീക്ഷിതമായി ഒരു പുതിയ ചെറുപ്പക്കാരൻ രംഗത്ത് വരികയും ഷീഫങ്ങിനെ പരിക്കേൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ പരിക്കേൽപ്പിച്ച വ്യക്തി അയാളുടെ വിരലൊന്ന് അനക്കിയപ്പോൾ തന്നെ ഷീഫങ് തെറിച്ചത് ഷൈൻ കണ്ടതാണ്. ഒറ്റ വിരലിലേക്ക് പവർ കേന്ദ്രീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ മനുഷ്യനുണ്ട്. അതൊരു അടിപൊളി ടെക്നിക്കാണ്. ഷൈന് മറ്റാരും പറയാതെ തന്നെ അതറിയാം. അതുകൊണ്ടാണ് ആ ആളെക്കുറിച്ച് തിരക്കാൻ ഷൈൻ അയാളുടെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞത്. ഷൈൻ ഷിഫങ്ങിനൊപ്പം തന്നെയുണ്ട്. ഷിഫങ്ങിന്റെ പരിക്കുകൾ അതിവേഗം ഭേദമായാലേ ഷിഫങ്ങിന് മാർക്കുമായി ഏറ്റുമുട്ടാൻ പറ്റും. ഷിഫങ്ങും ഷൈനും അവിടെ ആ സ്കൈ സിറ്റിക്ക് അകത്ത് തന്നെയുള്ള ഒരു ബിൽഡിങ്ങിൽ തങ്ങുകയാണ്. അവർക്കൊപ്പോൾ ആളുകളും. ആ ആളുകളുടെ കൂട്ടത്തിൽ ചിലരൊക്കെ ശ്രീഹരിയെ തിരക്കിറങ്ങിയിരിക്കുകയാണ്. മറ്റു ചിലർ മാർക്കിനെ തിരക്കിറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ ആ സ്കൈ സിറ്റിയിൽ ഒളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കി നടക്കുകയായിരുന്നു. അപ്പോഴാണ് മാർക്കിന്റെ ശ്രദ്ധയിൽ സ്കൈ സിറ്റി ചേർന്ന് കിടക്കുന്ന ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് പെടുന്നത്. ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന്റെ ഒരു ഭാഗം സ്കൈ സിറ്റി തൊട്ട് കിടക്കുകയാണ്. മാർക്ക് ആ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറി. ആ വനത്തിനകത്തേക്ക് ഒത്തിരി കടന്ന മാർക്ക് ഒളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കിട്ടിയതും അവിടെ ഇരുന്നതിന് ശേഷം മാർക്കിന്റെ നിലവറ തുറന്ന് അതിൽ നിന്ന് ആ ഡ്രാഗൺ ബ്ലഡ് പുറത്തെടുത്ത് ആ ബ്ലഡ് കുറേശ്ശെ കുടിച്ചു തുടങ്ങി. ആ ബ്ലഡിന്റെ ഒരു തുള്ളി മാർക്കിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ മാർക്കിന്റെ ഉള്ളിൽ അതിശക്തമായ ഊർജ്ജ വിസ്ഫോടനം ഉണ്ടാവും. മാർക്ക് അവിടെ ഇരുന്നത് ഏകദേശം ഒരാഴ്ചയോളമാണ്. ഒരാഴ്ച കൊണ്ട് ആ ഡ്രാഗൺ ബ്ലഡിന്റെ ഒരു നല്ല ഭാഗം മാർക്ക് ഉള്ളിലാക്കി. ഇപ്പോൾ മാർക്കിന്റെ ഉള്ളിൽ അതിശക്തമായ സ്പിരിച്വൽ എനർജി ഉണ്ട്. മാർക്കിന് ആ സ്പിരിച്വൽ എനർജി മാത്രം പോരാ, മാർക്കിന്റെ ബോഡി കയോട്ടിക്കാണ്. മാർക്കിന് ഇനി ഡാർക്ക് എനർജി വേണം. ആ ഡാർക്ക് എനർജി കൂടി കിട്ടിയാൽ മാത്രമേ മാർക്കിന് റിവേഷൻ ഔട്ട് സ്റ്റേജിന്റെ ആ ഏർലി ലെവലിൽ നിന്ന് മിഡിൽ ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. മാർക്കിന് ആ ഡാർക്ക് എനർജി വേണമെങ്കിൽ സ്കൈ സിറ്റിയിൽ നിന്ന് പുറത്തു പോകണം. ഇപ്പോൾ മാർക്ക് ഉള്ളത് സ്കൈ സിറ്റിയിലാണ്. സ്കൈ സിറ്റിയിൽ നിന്ന് അധികം ദൂരത്തൊന്നുമല്ല, ബ്ലാക്ക് കുടുംബത്തിന്റെ അധീനതയിലുള്ള ആ ഡാർക്ക് ഐലൻഡ്. മാർക്കിന് ആ ഡാർക്ക് ഐലൻഡിലുള്ള ഡാർക്ക് എനർജിയെ കുറിച്ച് നല്ല ധാരണയുണ്ട്. മാർക്ക് നേരത്തെ അവിടെ പോവുകയും അവിടുന്ന് ഒത്തിരി ഡാർക്ക് എനർജി അബ്സോർവ് ചെയ്യുകയും ചെയ്തതാണ്. അതിന്റെ ഫലമായിട്ടാണ് മാർക്ക് ആ റിവേഷൻ ഓഴ്സിലേക്ക് ബ്രേക്ക് ചെയ്തത്. വീണ്ടും അവിടേക്ക് പോയാൽ ഡാർക്ക് എനർജി മാർക്കിന് കിട്ടും. പക്ഷെ അവിടേക്ക് ചെന്നാൽ ബ്ലാക്ക് കുടുംബത്തിന്റെ ശ്രദ്ധയിൽ മാർക്ക് പെടും. അതോടൊപ്പം തന്നെ മറ്റൊരു ത്രെട്ട് കൂടിയുണ്ട്. അത് ആ 3ാം പ്രിൻസസ് ആണ്. പിന്നീട് മാർക്കിന് ഡാർക്ക് എനർജി വേണമെങ്കിൽ തണ്ടർ കോർട്ട്യാർഡിലേക്ക് ചെല്ലണം. അവിടെ ഡീൻ ലീയുടെ സഹായത്താൽ ഇമ്മോർട്ടൽ എംപററുടെ ആ കല്ലറയ്ക്കുള്ളിൽ നിന്ന് മാർക്കിന് ഡാർക്ക് എനർജി നേടാൻ പറ്റും. അതിനപ്പുറത്ത് ഡാർക്ക് എനർജി ഉള്ളത് ലീ ഹൗട്ടനിലാണ്. അവിടെ ആ നോർത്തേൺ ലാൻഡിൽ ഡാർക്ക് എനർജി ഇഷ്ടംപോലെ ഉണ്ട്. പിന്നീട് സദേൺ പ്രോവിൻസിന്റെ വശത്ത് ഒരു മരുഭൂമിയുണ്ട്. ആ മരുഭൂമിക്കുള്ളിലുള്ള ഒരു ഗ്രേവിൽ ഡാർക്ക് എനർജി ഉണ്ട്. ഇതെല്ലാം മാർക്കിങ്ങനെ ആലോചിക്കുകയാണ്, ഇതിൽ എവിടെ പോകുന്നതാണ് എളുപ്പം? മാർക്കിന് ഏറ്റവും എളുപ്പം പോകാൻ കഴിയുന്ന സ്ഥലം ആ ബ്ലാക്ക് കുടുംബത്തിന്റെ ആ ദ്വീപാണ്. ബാക്കി എല്ലാ സ്ഥലത്തേക്കും ഒരുപാട് ദൂരമുണ്ട്. തണ്ടർ കോർട്ട്യാർഡിലേക്ക് തന്നെ ഒത്തിരി ദൂരമുണ്ട്. ഒരു അടിപൊളി ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഇല്ലാതെ തണ്ടർ കോർട്ട്യാർഡിലേക്കൊന്നും ആ സെൻട്രൽ പ്ലെയിനിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. മാർക്ക് ബ്ലാക്ക് കുടുംബത്തിന്റെ ആ ഡാർക്ക് ദ്വീപിലേക്ക് പോകുന്നതാണ് ഏറ്റവും അനുയോജ്യമായ മാർഗമെന്ന് മാർക്കിന് അറിയാം. അവിടേക്ക് പോകാൻ എന്താണ് മാർഗം? മാർക്കിന്റെ ഈ മുഖത്തിൽ അവിടെ ചെന്നാൽ മാർക്ക് പിടിക്കപ്പെടും. മാർക്കിന്റെ കയ്യിൽ ആ സെയിന്റ് സ്കൂ നൽകിയ ആ മരുന്ന് ഇപ്പോഴുമുണ്ട്. മാർക്ക് ഉടൻ തന്നെ അവിടെ നിന്ന് അത് മനസ്സിലുള്ള മാർക്ക് ആ മരുന്ന് കയ്യിലെടുത്ത് പതുക്കെ കഴിച്ചു തുടങ്ങി. ആ മരുന്ന് കഴിക്കുമ്പോൾ ശക്തമായ പെയിൻ മാർക്കിന്റെ മുഖത്ത് അനുഭവപ്പെടും. മാർക്കിന് ആ വേദനയ്ക്ക് ഇപ്പോൾ സഹിക്കാൻ പറ്റും. മാർക്കിന്റെ മുഖത്തെ ആ മാംസപേശികൾ വലിഞ്ഞു മുറുകുന്നതും എല്ലുകൾ നുറുകുന്നതൊക്കെ മാർക്കിന് മനസ്സിലാകുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ മാർക്ക് ആ വേദന സഹിച്ചു കാണും. മാർക്കിന് ഇപ്പോൾ ആ വേദന അനുഭവപ്പെടുന്നില്ല. അതിന്റെ അർത്ഥം ആ പ്രോസസ്സ് പൂർത്തിയായെന്നാണ്. അങ്ങനെ ഒരു ധാരണ ഉണ്ടായതും മാർക്കിന്റെ ആ മാന്ത്രിക നിലവറയിൽ നിന്ന് മാർക്ക് കയ്യിൽ കരുതുന്ന ആ കണ്ണാടി പുറത്തെടുത്തു.
ആ കണ്ണാടിയിലേക്ക് നോക്കിയ മാർക്ക് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. മാർക്ക് ആ കണ്ണാടിയിലേക്ക് ഒന്നുകൂടി നോക്കി. കണ്ണാടിയിൽ മാർക്ക് കാണുന്നത് ശരിക്കും അതിസുന്ദരനായ ഒരു വ്യക്തിയാണ്. മാർക്ക് നേരത്തെ ആ ക്ഷേത്ര കോമ്പൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടെ യാവോ കുടുംബത്തിന്റെ ഹോളിസൺ വന്നിരുന്നു. ആ ഹോളിസൺ അങ്ങോട്ടേക്ക് വരുമ്പോൾ സകല ആണും പെണ്ണും അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ലേഡി കൾട്ടിവേറ്റേഴ്സ് ഒക്കെ അയാളുടെ പുറകെ തന്നെ കൂടിയിരുന്നു. പക്ഷെ അവരെയൊന്നും അയാൾ മൈൻഡ് ചെയ്തില്ല. അയാള് ഷൈൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ ഷൈൻ പക്ഷേ തികച്ചും വ്യത്യസ്തമായ ഒരു ആറ്റിറ്റ്യൂഡാണ് കാണിച്ചത്. ഷൈൻ താൻ ഇവരെക്കാളൊക്കെ മുകളിലാണെന്നുള്ള ഒരു ഫീലില്ല ആ യാവോ കുടുംബത്തിലെ ഹോളി സണ്ണിനോട് സംസാരിച്ചത്. അതൊക്കെ മാർക്ക് കണ്ടിരുന്നു. ആ യാവോ കുടുംബത്തിലെ ആ ഹോളി സണ്ണിന്റെ മുഖത്തെ അനുസ്മരിപ്പിക്കുന്ന സൗന്ദര്യം ഇപ്പൊ ഇതാ മാർക്കിനുണ്ട്. കഴിഞ്ഞ തവണ മാർക്ക് ആ മരുന്ന് ഉപയോഗിച്ചപ്പോൾ മാർക്കിന്റെ മുഖം ശരിക്കും വികൃതമായെങ്കിൽ ഇപ്പൊ ഇതാ അതീവ സുന്ദരമായിരിക്കുകയാണ്. പൂർണ്ണമായും മുഖം മാറിയിരിക്കുകയാണ്. മാർക്കിന് ഇപ്പൊ ആർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. മാർക്കിന് അറിയാം സ്കൈ സിറ്റിയിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന്. മാർക്ക് ആ മുഖം മാറ്റിയത് ബ്ലാക്ക് കുടുംബത്തിന്റെ ആ ഡാർക്ക് ദ്വീപിലേക്ക് കടക്കാൻ വേണ്ടിയാണ്. മാർക്ക് കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി സ്കൈ സിറ്റിയിലേക്ക് നടന്നു. സ്കൈ സിറ്റിയിൽ കൂടി മാർക്ക് അങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ആളുകൾ മാർക്കിനെ കണ്ട് തിരിഞ്ഞു നോക്കുകയാണ്. അതുവഴി കടന്നുപോയ സുന്ദരികൾ പലരും ഓടി മാർക്കിനടുത്തേക്ക് വന്നു. ഏയ് യങ് മാസ്റ്റർ, അങ്ങനെ സംബോധന ചെയ്തുകൊണ്ടാണ് ഒരു അടിപൊളി സുന്ദരി മാർക്കിനടുത്തേക്ക് വന്നത്. ആ പെൺകുട്ടി മാർക്കിനെ തടഞ്ഞു നിർത്തി മാർക്കിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, അങ്ങക്ക് എന്നോടൊപ്പം കൾട്ടിവേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? പെട്ടെന്ന് ആ പെൺകുട്ടി അങ്ങനെ ചോദിച്ചതും വേറൊരു സുന്ദരി അങ്ങോട്ടേക്ക് ഓടി വന്നു. ഹേയ് യങ് മാസ്റ്റർ, അത് വേണ്ട, അങ്ങ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്നോടൊപ്പമാണ്. മാർക്ക് അതിനെന്ത് മറുപടി പറയണമെന്ന് ആലോചിക്കുമ്പോഴേക്കും 3-4 പെമ്പിളർ കൂടി അവിടേക്ക് ഓടി വന്നു. എല്ലാം അടിപൊളി സുന്ദരികളാണ്. മാർക്ക് യഥാർത്ഥത്തിൽ ചെന്ന് ചാടിയത് ഒരു മാർക്കറ്റിന് സമീപത്താണ്. അവിടെ ഈ കൾട്ടിവേറ്റേഴ്സിന്റെ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമാണ്. ആ കൾട്ടിവേറ്റേഴ്സിന് ആവശ്യമായ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ആണും പെണ്ണുമായി ഒത്തിരിയേറെ ആളുകളുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്കാണ് മാർക്ക് വന്നത്. മാർക്കിനെ പെട്ടെന്ന് ആ പെണ്ണുങ്ങൾ വളർന്നതും ആ പെണ്ണുങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. മാർക്ക് ആരുടെ കൂടെ പോകണമെന്ന് അവർ തമ്മിൽ വഴക്കുണ്ടാക്കി തീരുമാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കടന്നതും മാർക്ക് അവിടെ നിന്ന് ഒറ്റ മുങ്ങൽ. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ മാർക്കിന് ആ കാര്യം മനസ്സിലായി. ആ യാവോ കുടുംബത്തിലെ ഹോളിസൺ, ആ സുന്ദരൻ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. മാർക്ക് ആ അമ്പലമുറ്റത്ത് വെച്ച് ആ കാഴ്ച കണ്ടിരുന്നു. യാവോ കുടുംബത്തിന്റെ ആ ഹോളിസൺ അവിടെ വന്നതും എൻ്റെ ആളുകളും അയാളെ തന്നെ നോക്കുന്നതും പെണ്ണുങ്ങളായ പെണ്ണുങ്ങളൊക്കെ ആ സുന്ദരന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നതുമായ കാഴ്ച മാർക്ക് കണ്ടതാണ്. ഇപ്പൊ ഇതാ മാർക്കും അത് അനുഭവിക്കുകയാണ്. മാർക്ക് അവിടെ നിന്ന് നേരെ പോയത് സിറ്റി ഗേറ്റിലേക്കാണ്. ഈ സ്കൈ സിറ്റിക്ക് ചുറ്റുമുള്ള ആ മതില് ഗേറ്റുകൾ കൊണ്ട് പ്രൊട്ടക്റ്റഡാണ്. ആ ഗേറ്റുകൾ വഴി മാത്രമേ സ്കൈ സിറ്റിക്ക് അകത്തേക്ക് പുറത്തേക്ക് ആളുകൾക്ക് പോകാൻ പറ്റൂ. ആ സ്കൈ സിറ്റിയുടെ ഗേറ്റിനടുത്ത് വന്നപ്പോഴാണ് മാർക്ക് ആ കാഴ്ച കാണുന്നത്. അവിടെ കാവൽക്കാരുണ്ട്. അവരുടെ ആ ഡ്രസ്സ് കാണുമ്പോഴേ മാർക്കിന് ആ കാര്യം മനസ്സിലായി. അവര് ഷീ കുടുംബത്തിലെ ആളുകളാണ്. ഷീ കുടുംബത്തിലെ ആളുകളെ ആ ഗേറ്റിനടുത്ത് കണ്ടപ്പോഴേ മാർക്കിന് ഒരു കാര്യം ബോധ്യമായി. അവര് മാർക്കിനെ പിടിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നതാണ്. അത് കണ്ടത് മാർക്ക് ഫെല്ലർ ഒരു കൈ കൊണ്ട് മുഖം ഒന്ന് പൊത്തിപ്പിടിച്ചിട്ട് സാവധാനം ഗേറ്റിന് നേരെ നടന്നു. മാർക്ക് ഗേറ്റിന്റെ അടുത്ത് നടന്നെത്തിയപ്പോൾ മാർക്കിനെ അവിടെ നിൽക്കുന്ന കാവൽക്കാർ തടുത്തു. ആ കാവൽക്കാർ അതിശക്തരാണെന്ന് അവരുടെ സാന്നിധ്യം അനുഭവപ്പെട്ടപ്പോഴേ മാർക്ക് മനസ്സിലായി. മാർക്ക് കൈകൊണ്ട് മുഖം മറച്ചിരിക്കുന്ന കണ്ടതും അതിലൊരാൾ മാർക്കിനോട് പറഞ്ഞു, ഏയ് കൈയെടുക്ക് സുഹൃത്തെ, എൻ്റെ മുഖമാണ് എനിക്ക് പ്രശ്നം, അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് പിടിച്ചിരിക്കുന്നത്, അതെന്നുമാവട്ടെ നീ കൈയെടുക്ക്. അങ്ങനെ ആ ആള് തറപ്പിച്ച് പറഞ്ഞതും മാർക്ക് ഫെല്ലർ കൈ അങ്ങ് മാറ്റി. മാർക്ക് കൈ മാറ്റിയതും ആ ഷീ കുടുംബത്തിലെ ആ ഗാർഡുകൾ അമ്പരപ്പോടെ മാർക്ക് ഫെല്ലറുടെ മുഖത്തേക്ക് അറിയാതെ നോക്കി പോവുകയാണ്. ഹേയ്, നീ ശരിക്കും സുന്ദരനാണല്ലോ. പെട്ടെന്ന് അവർക്ക് കാര്യം മനസ്സിലായി. ആ ചെറുപ്പക്കാരൻ എന്തുകൊണ്ടാണ് കൈകൊണ്ട് മുഖം മറച്ചിരിക്കുന്നത്. അവന്റെ മുഖസൗന്ദര്യം കണ്ടാൽ ആരും അവനൊന്ന് നോക്കിപ്പോവും. പെണ്ണുങ്ങൾ അവന് വിടത്തുമില്ല. ആ തോന്നലുണ്ടായതും ആ കാവൽക്കാർ മാർക്കിനോട് പറഞ്ഞു, ആ നീ പൊക്കും. മാർക്ക് ഫെല്ലർ ആ ഗേറ്റിൽ നിന്ന് നടന്ന് അകലുമ്പോൾ ആ ഗാർഡുകൾ പരസ്പരം പറയുന്നത് മാർക്കിന് കേൾക്കാം. ഷേ, ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? വെറും ഒരു ചോക്ലേറ്റ് ബോയ്, ആ ചോക്ലേറ്റ് ബോയിയുടെ പുറകെ പെണ്ണായ പെണ്ണൊക്കെ കറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ മോശം തന്നെ. നമ്മളെ പോലെ ശക്തർ ഇവിടെ ഉള്ളപ്പോൾ പെണ്ണുങ്ങൾ സൗന്ദര്യമുള്ള പുറകെ നടക്കുന്നത്. ആ ചെറുപ്പക്കാർ പറയുന്ന വാചകം മാർക്ക് കേൾക്കുന്നുണ്ട്. മാർക്കിന്റെ ഉള്ളിലും ആ ചോദ്യമാണ് വരുന്നത്. മാർക്ക് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ
അന്നൊന്നും മാർക്കിന്റെ പുറകെ കൂടാത്ത പെണ്ണുങ്ങൾ ഇന്ന് മാർക്കിന്റെ പുറകെ തന്നെയായിരുന്നു. മാർക്ക് കഷ്ടിച്ച് ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടതാണ്. മാർക്കിന്റെ കയ്യിൽ പണമുള്ളത് കൊണ്ട് മാർക്കിന് അധിക സമയം കഴിയുമ്പോഴേ ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബ്ലാക്ക് കുടുംബത്തിലേക്ക് തിരിക്കാൻ പറ്റി. മാർക്കിന്റെ കയ്യിൽ ബ്ലാക്ക് കുടുംബത്തിന്റെ ഒരു ടോക്കൺ ഉണ്ട്. എമിലി മാർക്കിന് കൊടുത്ത ടോക്കണാണ്. ആ ടോക്കൺ ഉള്ളതുകൊണ്ട് ആ പടികൾ മുഴുവൻ കയറി മുകളിലെത്തേണ്ട കാര്യം മാർക്കിനില്ല. മാർക്ക് അതിവേഗം ആ ടോക്കണിന്റെ സഹായത്താൽ ഗേറ്റിന്റെ മുന്നിലെത്തി. അവിടെ എത്തുമ്പോൾ 2 കാവൽക്കാരുണ്ട്. അവർ ടോക്കൺ കണ്ടതും മാർക്കിനെ അകത്തേക്ക് കയറ്റി. മാർക്ക് ഫെല്ലർ അകത്തേക്ക് കയറുമ്പോൾ ആ പടികൾ കയറി വരുന്ന ആളുകളും അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ കയറി വരുന്ന ആളുകളെ മുഴുവൻ സ്വീകരിക്കുന്ന ഒരു വലിയ ഹാളുണ്ട്. ആ ഹാളിലേക്കാണ് മാർക്ക് ഫെല്ലർ നടന്നത്. ആ ഹാളിലേക്ക് നടന്ന മാർക്കിന്റെ ഷോൾഡറിൽ ഒരാൾ കൈവച്ചു. മാർക്ക് തൻ്റെ ആ മുഖസൗന്ദര്യം ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ശരിക്കും ഒരു മാസ്ക് വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബ്ലാക്ക് കുടുംബത്തിൽ എത്തിയിരിക്കുന്നത്. മാർക്കിന്റെ ഷോൾഡറിൽ ഒരാൾ കൈവച്ചതും മാർക്ക് തിരിഞ്ഞ് മാർക്ക് കണ്ടത് സാക്ഷാൽ അങ്കിൾ യാനെയാണ്. അങ്കിൾ യാനെ കണ്ടതും മാർക്ക് അറിയാതെ ചോദിച്ചുപോയി, അങ്കിൾ അങ്ങെവിടെ? അങ്ങനെ ചോദിച്ചപ്പോഴാണ് മാർക്ക് തനിക്ക് പറ്റിയ അബദ്ധം ശരിക്കും തിരിച്ചറിയുന്നത്. മാർക്കിന്റെ മുഖം ആകെ മാറിയിട്ടുണ്ട്, ഇപ്പൊ മാസ്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ടും മാർക്ക് ആ വാചകം പറഞ്ഞപ്പോൾ അങ്കിൾ ഞാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഏത് വേഷം കെട്ടിയാലും നിന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും, നീ വാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്കിൾ മാർക്കിനെ മാറ്റി നിർത്തിയിട്ട് മാർക്കിനോട് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ വന്നേ? അങ്കിൾ, എനിക്ക് ആ ഡാർക്ക് ഐലൻഡ് വരെ പോകണം. മാർക്ക്, നിനക്കെന്താ വട്ടാണോ ഡാർക്ക് ഐലൻഡിൽ പോവാൻ? അങ്കിളിന് അറിയാമല്ലോ എനിക്ക് ഡാർക്ക് എനർജി വേണമെന്ന്. മാർക്കിന്റെ ബോഡി കയോട്ടിക് ആണെന്നുള്ള കാര്യം അങ്കിൾ യാനും അറിയാം. കയോട്ടിക് ബോഡിക്കാരന് ബ്രൈറ്റ് എനർജിക്ക് തുല്യമായ അളവിൽ ഡാർക്ക് എനർജി വേണം, എങ്കിലേ അവരുടെ കൾട്ടിവേഷൻ മുന്നോട്ട് പോകത്തുള്ളൂ. മാർക്ക് പറഞ്ഞത് കേട്ടതും അങ്കിൾ യാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതിപ്പോ പ്രശ്നമാവുമല്ലോ. എന്താങ്കിൽ നിനക്കറിയാമല്ലോ അവിടെ 3rd പ്രിൻസസ് ഉള്ള കാര്യം. അവള് നിന്നെ വെറുതെ വിടത്തില്ല, അവര് നിന്നെ ശരിക്കും പീഡിപ്പിക്കും. അങ്കിൾ, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് പക്ഷെ ഡാർക്ക് എനർജി കൂടിയേ തരും. മാർക്ക് അങ്ങനെ തീർത്ത് പറഞ്ഞതും അങ്കിൾ മാർക്കിനോട് പറഞ്ഞു, ശരി, നീ മാസ്ക് അഴിക്കും. അത് കേട്ടതും മാർക്ക് ഫെല്ലർ മാർക്കിന്റെ മുഖത്തെ മാസ്ക് അഴിച്ചു. മാസ്ക് അഴിച്ച മാർക്കിനെ കണ്ട അങ്കിൾ യാൻ ശരിക്കും വാ പൊളിച്ച് മാർക്കിനെ അങ്ങനെ നോക്കി പോവുകയാണ്. മാർക്ക്, നീ രക്ഷപ്പെട്ടടാ, നിനക്ക് ഇപ്രാവശ്യം ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്കിൾ എന്താ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ ഉണ്ട്, നീ വാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്കുമായി അങ്കിൾ യാൻ ആ ഡാർക്ക് ഐലൻഡിന്റെ ഭാഗത്തേക്ക് തിരിച്ചു. അവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ അങ്കിൾ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എമിലിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞല്ലേ? അങ്കിൾ, അങ്ങനെ കരുതാതെ, എനിക്കറിയാം അതൊന്നും എമിലിക്ക് പ്രശ്നമാവില്ലെന്ന്. ഇതൊന്നും ബ്ലാക്ക് കുടുംബം സീരിയസ് ആയി എടുക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞത്. അങ്കിൾ അറിയാമല്ലോ, അല്ലെങ്കിൽ ആ ഷീ കുടുംബം എന്നെ തീർക്കും. അങ്കിൾ യാനിന് അതറിയാം. ഷീ കുടുംബത്തിലെ ഷൈനും ഷെഫങ്ങും മാർക്കിനെ നോട്ടമിട്ടിരിക്കുകയാണ്. അവര് മാർക്കിനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും. കണ്ടുപിടിച്ചാൽ മാർക്കിനെ അവസാനിപ്പിക്കുകയും ചെയ്യും. ഈ അമ്പലത്തിലെ വിഷയമൊന്നും അങ്കിൾ യാൻ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. അതിനു മുമ്പ് തന്നെ മാർക്ക് ഷൈൻ്റെയും ഷിഫങ്ങിൻ്റെയും നോട്ടപ്പുള്ളികളാണ്. നോട്ടപ്പുള്ളിയാണ്. ഷിഫങ് മാർക്കിനോട് ഒരു എതിർപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. അതൊക്കെ അങ്കിൾ യാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അങ്കിൾ യാനും മാർക്കും കൂടി അവസാനം ആ 3rd പ്രിൻസസിന്റെ പാലസിന് സമീപത്തുള്ള ആ ദ്വീപിന്റെ അടുത്തെത്താറായതും അങ്കിൾ യാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി ഞാൻ വരുന്നില്ല. 3rd പ്രിൻസസിന്റെ മുന്നിൽ ചെന്നുപെടാതിരിക്കാൻ ബോധപൂർവം അങ്കിൾ യാനും ശ്രമിക്കാറുണ്ട്. 3rd പ്രിൻസസ് ആളൊരു കുഴപ്പക്കാരിയാണ്. അങ്കിൾ യാനോട് യാത്ര പറഞ്ഞ് മാർക്ക് ഫെല്ലർ നടന്ന് ആ ഡാർക്ക് ഐലൻഡിന്റെ മുന്നിലെത്തി. ഡാർക്ക് ഐലൻഡിലേക്ക് മാർക്ക് ഫെല്ലർ നടക്കുമ്പോൾ ആ ഐലൻഡിൽ സാക്ഷാൽ 3rd പ്രിൻസസ് ഉണ്ട്. അവൾക്കൊപ്പം സെമി സെന്റികളും മറ്റ് അതിശക്തരായ കൾട്ടിവേറ്റേഴ്സും ഉണ്ട്. അവർക്ക് പുറമെ അനവധി ആളുകൾ മുട്ടുകുത്തി നിൽക്കുകയാണ്. ആ മുട്ടുകുത്തി നിൽക്കുന്ന ആളുകളെ ഒരു ചാട്ടവാറ കൊണ്ട് അടിക്കുകയാണ് 3rd പ്രിൻസസ്. ആ അടിയേറ്റ് ആ മുട്ടുകുത്തിക്കുന്ന ആളുകൾ പുളയുമ്പോഴും അവർ 3rd പ്രിൻസസിന് ഏതാണ്ട് KG വിളിക്കും പോലെ അവർ പുകഴ്ത്തി സംസാരിക്കുകയാണ്. ശരിക്കും അങ്ങനെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ ആ 3rd പ്രിൻസസിന് ഭയങ്കര സന്തോഷം. അവൾ വീണ്ടും തല്ലും. ഒരു വല്ലാത്ത സൈക്കോ എന്നേ ആ 3rd പ്രിൻസസിനെ പറയാൻ പറ്റും. മാർക്ക് ഫെല്ലർ ആ ദ്വീപിനുള്ളിലേക്ക് നടന്നു കയറി. മാർക്ക് നടന്ന് കയറി വരുമ്പോൾ ചാട്ടവാറ കൊണ്ട് ആ ആളുകളെ അടിക്കാനായി ചാട്ടവാറ താഴ്ത്തിയ 3rd പ്രിൻസസ് മാർക്ക് ഫെല്ലറെ കണ്ടു.
ആ നിമിഷത്തിൽ തേർഡ് പ്രിൻസസിന്റെ കൈ ശരിക്കും നിശ്ചലമായി പോവുകയാണ്. തങ്ങളുടെ പുറത്ത് അടി വീണില്ല എന്ന യാഥാർത്ഥ്യം താഴെ കുനിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ അല്പം സമയം വേണ്ടി വന്നു. ശരിക്കും തേർഡ് പ്രിൻസസ് അമ്പരപ്പോടെ നടന്നു വരുന്ന മാർക്ക് ഫിൽഡത്തിനെ അങ്ങനെ നോക്കി നിന്ന് പോവുകയാണ്. ഏതാനും നിമിഷ നേരം മാർക്കിനെ നോക്കി നിന്ന തേർഡ് പ്രിൻസസ് പെട്ടെന്ന് അവിടെ നിന്ന് ഒരൊറ്റ കുതിപ്പ്. അവർ നേരെ മാർക്കിന്റെ മുന്നിലെത്തി. ഹേയ് ബ്രദർ, എന്താ ഇവിടെ? ശരിക്കും സെമി സെന്റുകളും ആ കൾട്ടിവേറ്റേഴ്സും അവിടെ കുനിഞ്ഞു നിൽക്കുന്ന ആളുകളൊക്കെ തേർഡ് പ്രിൻസസിന്റെ ആ ഡയലോഗ് കേട്ട് ആ ഭാഗത്തേക്ക് നോക്കി പോവുകയാണ്. അവരും ഞെട്ടി. ശരിക്കും അതീവ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇതാ ആ തേർഡ് പ്രിൻസസിന്റെ മുന്നിൽ നിൽക്കുകയാണ്. മാർക്ക് ഫിൽഡത്തിനെ കൗതുകപൂർവ്വം നോക്കുന്ന തേർഡ് പ്രിൻസസിനോടായി മാർക്ക് പറഞ്ഞു, ഞാൻ ഈ ദ്വീപിൽ കൾട്ടിവേറ്റ് ചെയ്യാന്ന് വെച്ച് വന്നതാണ്. ബ്രദർ, കൾട്ടിവേറ്റ് ചെയ്യാനോ? ഇവിടെ എന്തിനാ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ബ്രദറിന് കൾട്ടിവേറ്റ് ചെയ്യാൻ സ്ഥലം വേണമെങ്കിൽ ഈ ബ്ലാക്ക് കുടുംബത്തിൽ എവിടെ വേണമെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. തേർഡ് പ്രിൻസസ്, അത് വേണ്ട, എനിക്ക് ഇവിടെ മതി. ഓക്കെ ബ്രദറിന് അതാണ് ഇഷ്ടമെങ്കിൽ അത് മതി. അങ്ങനെ പറഞ്ഞിട്ട് തേർഡ് പ്രിൻസസ് അവിടെ ആ കുനിഞ്ഞു നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഏയ് നിങ്ങളെല്ലാവരും ഈ ബ്രദറിന് വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുക്കണം. അത് കേട്ടതും മാർക്ക് തേർഡ് പ്രിൻസസിനോട് പറഞ്ഞു, പ്രിൻസസ് ദയവായി അവരെ അങ്ങ് വിടുവോ? അവരെ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരു വിഷമം. മാർക്ക് പറഞ്ഞത് കേട്ടതും തേർഡ് പ്രിൻസസ് ആ കുനിഞ്ഞു നിൽക്കുന്ന ആളുകളെ ഒന്ന് നോക്കിയിട്ട് അവരോട് എണീക്കാൻ പറഞ്ഞു. ഓക്കെ ബ്രദർ, ഞാൻ അവരെ വിട്ടിട്ടുണ്ട്. ഏയ് കേട്ടല്ലോ, ഞാൻ നിങ്ങളെ വിടുകയാണ്. അത് കേട്ടതും അവരെല്ലാവരും ആ തേർഡ് പ്രിൻസസിനെ വണങ്ങി തേർഡ് പ്രിൻസസിനോട് പറഞ്ഞു, തേർഡ് പ്രിൻസസ് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതിന് മറുപടിയായി തേർഡ് പ്രിൻസസ് പറഞ്ഞു, ഏയ് എന്നോടല്ല നിങ്ങൾ നന്ദി പറയേണ്ടത്, ഈ ബ്രദറിനോടാണ്. ആ ബ്രദർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വെറുതെ വിട്ടത്. അവരെല്ലാവരും പെട്ടെന്ന് മാർക്കിനെ വണങ്ങി. നന്ദി ബ്രദർ. ശരിക്കും ഈ ഷോ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ സെമി സെന്റുകളും ബാക്കിയുള്ള കൾട്ടിവേറ്റേഴ്സും ഒക്കെ പുഞ്ചിരോടുകൂടി മാർക്കിനെ നോക്കി. മാർക്ക് അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും ആ ചെറുപ്പക്കാർ അടികൊണ്ട് ഒരു പരുവമായനെ. തേർഡ് പ്രിൻസസ് മാർക്കിനോട് പറഞ്ഞു, ഏയ് ബ്രദർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. പ്രിൻസസ് ഉറപ്പായും ഞാനത് പറയും. ഇപ്പോ ഞാൻ കൾട്ടിവേറ്റ് ചെയ്യട്ടെ? ഓക്കെ അയക്കൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് തേർഡ് പ്രിൻസസ് അവളുടെ ആളുകളെ വിളിച്ചുകൊണ്ട് ആ ദ്വീപിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി. തേർഡ് പ്രിൻസസും പരിവാരങ്ങളും പോയി കഴിഞ്ഞതും അവിടെ ബാക്കിയുള്ള ചെറുപ്പക്കാർ മാർക്കിനെ എങ്ങ് വളഞ്ഞു. ശരിക്കും അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ബ്രദർ, ശരിക്കും നിങ്ങൾ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ശരിക്കും അവിടെ എത്തിയിരിക്കുന്ന ആ ആളുകളൊക്കെ ആ ബ്ലാക്ക് കുടുംബത്തിലേക്കുള്ള സ്റ്റെപ്പ് പാടുപെട്ട് കയറി മുകളിലെത്തിയ ആളുകളാണ്. അവിടെ എത്തിയപ്പോൾ അവർ വിവിധ സ്ഥലത്തേക്ക് അയച്ചപ്പോൾ പലരും ഇവിടെ എത്തിയവരാണ്. അത്ര സൗന്ദര്യമില്ലാത്ത ആളുകളാണ് സാധാരണഗതിയിൽ അങ്ങോട്ട് വരിക. വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് അവരെ അങ്ങോട്ട് അയക്കുന്നത് തന്നെ. തേർഡ് പ്രിൻസസിന് ആളുകളെ ഇങ്ങനെ കളിക്കാനായി വേണം. അതുകൊണ്ട് കൂടെ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആളുകളെ അങ്ങോട്ട് അയക്കും. കുറച്ച് നാൾ അവരവിടെ കഴിയുമ്പോൾ ബ്ലാക്ക് കുടുംബത്തിലെ ആരെങ്കിലും ഇടപെട്ട് അവരെ മാറ്റി വേറെ ആളെ ഇറക്കും. ഇതൊരു പ്രോസസ്സായി നടക്കുകയാണ്. അത് അറിയാവുന്നത് കൊണ്ടാണ് പലരും ശരിക്കും ബുദ്ധിമുട്ടിയാണെങ്കിലും തേർഡ് പ്രിൻസസിന്റെ അടുത്തേക്ക് വരുന്നത്. അത് ഒരു തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റി ആണെന്ന് അവരെങ്ങനെ കരുതുകയും ചെയ്യും. മാർക്ക് ഫില്ലർ അവരോട് പറഞ്ഞു, ഏയ് നിങ്ങൾ പേടിക്കുന്നത് വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്ക്, ഞാൻ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫില്ലർ അവിടെ ഒരു പ്ലേസ് കണ്ടെത്തി ശമ്പളം പണിഞ്ഞിരുന്ന് ബ്രീത്തിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു. ആ ദ്വീപിൽ ഇഷ്ടംപോലെ ഡാർക്ക് എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്രീത്തിങ് തുടങ്ങിയ മാർക്കിന് ഇഷ്ടംപോലെ ഡാർക്ക് എനർജി കിട്ടുകയാണ്. മാർക്കിന് ശരിക്കും നല്ല വേഗതയുണ്ട്. എന്നാലും മാർക്കിന്റെ ഉള്ളിലേക്ക് കടക്കുന്ന ഡാർക്ക് എനർജിയുടെ അളവിനൊരു പരിധിയുണ്ട്. മാർക്ക് ഇങ്ങനെ ബ്രീത്തിങ് എക്സസൈസിൽ വഴി ആ ഡാർക്ക് എനർജി വലിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ്. പെട്ടെന്നാണ് ഒരാഴ്ച കടന്നുപോയത്. ഈ സമയത്ത് അവിടെ ആ സ്കൈ സിറ്റിക്കുള്ളിൽ ഷിഫിങ്ങിന്റെ ഷൈനിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. ഷിഫിങ്ങിന്റെ ആ പരിക്കിലൊക്കെ ഏതാണ്ട് ഭേദമായിട്ടുണ്ട്. കഴിഞ്ഞ 14 ദിവസമായിട്ട് അവര് മാർക്ക് ഫില്ലർക്ക് വേണ്ടി വല വിരിച്ചിരിക്കുകയാണ്. സ്കൈ സിറ്റി മുഴുവൻ അരിച്ചു പറക്കിയിട്ടും അവിടെ മാർക്ക് ഫില്ലർ പൊടി പോലുമില്ല. മാർക്ക് ആ സ്കൈ സിറ്റി വിട്ട് പുറത്തു പോയിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. സിറ്റി ഗേറ്റിൽ തുടക്കത്തിൽ തന്നെ അവര് കാവൽക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. കാവൽക്കാര് അതിശക്തരുമാണ്. ആ ശക്തരായ കാവൽക്കാരെ കടന്ന് ഒരാൾക്കും പുറത്തു പോകാൻ കഴിയില്ല. മാർക്ക് പുറത്തു പോയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സ്കൈ സിറ്റിയിൽ എവിടെയോ ആ മാർക്ക് ഒളിച്ചിരിക്കുകയാണ്. ഇനി ആ പ്രിൻസിന്റെ അടുത്തെങ്ങാനും മാർക്ക് പോയി ഒളിച്ചു കാണുമോ? അങ്ങനെ ഒരു തോന്നലും അവർക്കുണ്ട്. അതുകൊണ്ട് പ്രിൻസിന്റെ അവിടെയും അവർ പോയി തിരക്കി. അവിടെയൊന്നും മാർക്കില്ല. മാർക്ക് ഇത് എവിടെ പോയി കാണും? അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാള് അവരുടെ അടുത്തേക്ക് വന്നത്. അതൊരു സെമി സെയിന്റ് ആണ്. ഞാൻ ആ മാർക്കിനൊപ്പം ഉണ്ടായിരുന്ന ആളെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു. അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി. എന്താ
അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ. അയാളുടെ പേര് ശ്രീഹരി എന്നാണ്. അയാൾ ആ ലീ ഹൗട്ടൺ മേഖലയിൽ നിന്നുള്ളതാണ്. അവിടുത്തെ സതേൺ പ്രൊവിൻസിലെ നമ്പർ 1 ആയിരുന്നു അയാൾ. വെറും ലീ ഹൗട്ടണിൽ ഒരാൾ വന്നിട്ട് ഇവിടെ എന്നെ ഇതുപോലെ പരിക്കേൽപ്പിക്കൂ, അസാധ്യം. ഷിഫങ് അറിയാതെ പറഞ്ഞു പോവുകയാണ്. ഷൈനും അത് കേട്ടപ്പോൾ ഒരു അസ്വസ്ഥ തോന്നി. ലീയിൽ നിന്ന് ഒരാളെത്തി സിൻഡ്രപ്പിളിലെ ഷീ കുടുംബത്തിലെ ഒരാളെ പരാജയപ്പെടുത്തുകയോ പരിക്കേൽപ്പിക്കുകയോ, ഇത് അനുവദിക്കാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, അവനെ എവിടെയുണ്ടെന്ന് കണ്ടെത്ത്. അങ്ങനെ ഷൈൻ പറഞ്ഞതും ആ സെമി സെയിന്റ് ഷൈനോട് പറഞ്ഞു, ഹോളിസൺ, ഒരു വാർത്ത കൂടിയുണ്ട്. എന്ത് വാർത്ത? അത് യങ് മാസ്റ്റർ ഷിയുവിനെ കുറിച്ചുള്ള വാർത്തയാണ്. എന്താ അവനെ കുറിച്ചുള്ള വാർത്ത? ഹോളിസൺ, യങ് മാസ്റ്റർ ഷിയു വീണ്ടും പരാജയപ്പെട്ടു. പരാജയപ്പെടുന്നു? വീണ്ടും അവൻ അവന്റെ ലെവൽ സപ്രസ് ചെയ്ത് ഫൈറ്റ് ചെയ്യണം. അവൻ ഈ ഷീ കുടുംബത്തെ നാണം കെടുത്തുവല്ലോ. ഷൈൻ അങ്ങനെ പറഞ്ഞതും അതിന് മറുപടിയായി ആ സെമി സെയിന്റ് ഷൈനോട് പറഞ്ഞു, ഹോളിസൺ, ക്ഷമിക്കണം, സംഭവിച്ചത് അതല്ല. യങ് മാസ്റ്റർ ഷിയു ഫുൾ പവറിലാ ഫൈറ്റ് ചെയ്തത്, എന്നിട്ടും യങ് മാസ്റ്റർ പരാജയപ്പെടുകയായിരുന്നു. ശരിക്കും ഈ സംഭാഷണത്തെ കൗതുകത്തോടെ കേട്ട ഷൈൻ പെട്ടെന്ന് ഒന്ന് സ്ട്രെയിറ്റ് ആയി. നീ എന്താ പറഞ്ഞ? ഷിയുവിന്റെ ഫുൾ പവറിൽ ഷിയു ഫൈറ്റ് ചെയ്തപ്പോൾ ഷിയു പരാജയപ്പെട്ടെന്നോ? അതേ ഹോളിസൺ, അതാ സംഭവിച്ചത്. ആരാ അവനെ പരാജയപ്പെടുത്തിയത്? അതൊരു ജൂ ആണ്. ജൂ, അതെ, ഡീൻലിയ അവരെ പരിശീലിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യയാണ് ഈ ജൂ. ഒരു ചെറിയ പെൺകുട്ടിയോട് ഷിയു പരാജയപ്പെട്ടിരിക്കുകയാണ്. ഷിയു ഒരു മിഡിൽ ലെവലിലെ, അഡ്വാൻസ് ലെവലിലെ റിവേഷൻ ഓവർസ്റ്റേജ് കൾട്ടിവേറ്ററാണ്. അവന്റെ പൂർണ്ണ ശക്തിയിൽ ജൂ എന്ന് പേരുള്ള ഒരു സ്ത്രീ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ആ ജൂ ആണെങ്കിലോ ആ തണ്ടർ കോർട്ട്യാർഡിന്റെ ഡീനായ ഡീൻ ലീയുടെ പെറ്റുമാണ്. കാര്യങ്ങൾ കേട്ടതും ഷൈൻ ഷിഫങ്ങിനോട് പറഞ്ഞു, ഷിഫങ്, ഞാനേ ഷീ കുടുംബത്തിലേക്ക് മടങ്ങിയാണ്. ഞാൻ അവിടെ ഉണ്ടാകും. എനിക്ക് സെക്ലൂഷനിലേക്ക് കടക്കാനുള്ള സമയമായി. നീ എന്തായാലും ഇവിടെ ഉണ്ടാകണം. മാർക്കിനെ തോൽപ്പിച്ചിട്ടേ നീ മടങ്ങി വരാവൂ. ഷൈൻ അത് പറഞ്ഞതും ഷിഫങ് ചിരിച്ചുകൊണ്ട് ഷൈനോട് പറഞ്ഞു, ബ്രദർ, അതിനെക്കുറിച്ച് ആലോചിച്ച് ബ്രദർ വിഷമിക്കേണ്ട കാര്യമില്ല. ആ മാർക്കിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. മാർക്ക് എവിടെ ഒളിച്ചാലും അവനെ ഞാൻ കണ്ടെത്തിയിരിക്കും. അവനെ ഞാൻ അവസാനിപ്പിച്ചിരിക്കും. എനിക്കറിയാം അവൻ ഈ സ്കൈ സിറ്റിക്കകത്ത് എവിടെയോ പതുങ്ങിയിരിക്കുകയാണ്. ഷിഫങ് അത് പറഞ്ഞതും ഷൈൻ ഷിഫങ്ങിനോട് യാത്ര പറഞ്ഞ് അവിടെ നേരെ ഷീ കുടുംബത്തിലേക്ക് തിരിച്ചു. ഷിഫങ്ങും ബാക്കിയുള്ള ആളുകളും മാർക്ക് ഫെല്ലർക്ക് വേണ്ടി ആ സ്കൈ സിറ്റിയിൽ പിന്നെയും തിരക്കി തുടങ്ങി. ഷിഫങ്ങിന്റെ ആരോഗ്യം അനുദിനം മെച്ചപ്പെട്ടു വരികയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ അവിടെ കണ്ണടച്ച് ധ്യാനത്തിലാണ്. ഡാർക്ക് എനർജി വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന മാർക്കിനെ കാണാനായി എല്ലാ ദിവസവും പലതവണ ആ തേർഡ് പ്രിൻസസ് അവിടെ എത്തും. കണ്ണടച്ചിരിക്കുന്ന മാർക്കിന്റെ മുന്നിലെത്തുന്ന അവർ മാർക്കിനെ കൗതുകത്തോടെ നോക്കിയിരിക്കും. ശരിക്കും അവർ മാർക്കിലെങ്ങ് വല്ലാതെ ആകൃഷ്ടയായിരിക്കുകയാണ്. മാർക്കിനെ തന്നെ സൂക്ഷിച്ച് അവരെങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എത്ര സമയം പോയെന്ന് അവർക്ക് പോലും അറിയത്തില്ല. മണിക്കൂറുകളോളം മാർക്കിന്റെ മുഖത്തേക്ക് അങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കുന്ന ആ തേർഡ് പ്രിൻസസ് കുറെ കഴിയുമ്പോൾ ആരെങ്കിലും ഓർമ്മിപ്പിക്കുമ്പോഴാണ് അവിടെ നിന്ന് എണീക്കുന്നത്. ദിവസവും 4-5 തവണയെങ്കിലും അവൾ മിനിമം ആ ദ്വീപിലേക്ക് വരും. ആ ദ്വീപിന് നേരെ എതിർവശത്തുള്ള കരയിലാണ് അവളുടെ ആ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ആ കൊട്ടാരത്തിൽ നിൽക്കുമ്പോഴേ അവൾക്ക് ഈ ദ്വീപ് കാണാം. ദ്വീപിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തി ഏകദേശം ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അവൾ ദ്വീപിലേക്ക് വരും. ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ ദിവസങ്ങൾ ഇങ്ങനെ അതിവേഗം പോവുകയാണ്. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. മാർക്ക് ആ ബ്രീത്തിങ് എക്സസൈസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 25 ദിവസമായി. മാർക്കിന്റെ ബോഡിയിൽ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായും മാർക്കിന്റെ ഒറിജിനൽ മുഖം പുറത്തേക്ക് വരും. മാർക്ക് ആ ബ്രീത്തിങ് എക്സസൈസിൽ ശരിക്കും മുഴുകിയിരിക്കുന്നതുകൊണ്ട് സമയം മാർക്ക് മറന്നു എന്നുള്ളതാണ് സത്യം. മാർക്ക് വിചാരിച്ച അതേ വേഗതയിൽ മാർക്കിന് ആ ഡാർക്ക് എനർജി കൊണ്ട് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. മാർക്ക് ഉപയോഗിക്കുന്ന ടെക്നോളജി അതീവ നൂതനവുമാണ്. മാർക്കിന്റെ പിതാവ് പഠിപ്പിച്ച ആ ടെക്നോളജി മാർക്കിന് ബ്രീത്തിങ് എക്സസൈസ് എളുപ്പമാക്കിയിട്ടുണ്ട്. പക്ഷേ ബ്രൈറ്റ് എനർജി വലിച്ചെടുക്കുന്ന അതേ വേഗതയിൽ ഡാർക്ക് എനർജി വലിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം പക്ഷെ ഇഷ്ടംപോലെ ഡാർക്ക് എനർജി മാർക്കിന്റെ ഉള്ളിലായി കഴിഞ്ഞു.
പെട്ടെന്നാണ് ഒരു മാസം പൂർത്തീകരിക്കപ്പെട്ടത്. ഈ സമയത്ത് ഷിഫങ്ങും കൂട്ടരും മാർക്കിനെ അന്വേഷിക്കാത്ത സ്ഥലമില്ല എന്ന് തന്നെ പറയാം. മാർക്ക് ഫെല്ലർ കണ്ണു തുറന്നു. ശരിക്കും ഇപ്പോ പൂർണ്ണമായ ഒരു ശക്തി മാർക്കിന് ഫീൽ ചെയ്യാണ്. ബ്രേക്ക് ത്രൂവിനുള്ള സമയമായെന്ന് ഒരു ഫീൽ മാർക്കിനുണ്ട്. ഏർലി ലെവലുള്ള മാർക്കിന് മിഡിൽ ലെവൽ റിവേർഷൻ ഓൾ സ്റ്റേജിലേക്ക് ബ്രേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിരിക്കുകയാണ്. ആവശ്യത്തിന് ഡാർക്ക് എനർജിയും അതുപോലെ ബ്രൈറ്റ് എനർജിയും മാർക്കിന്റെ ഉള്ളിലുണ്ട്. അതിനെ ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്താൽ മാത്രം മതി. ആ ഒരു ധാരണയോടുകൂടിയാണ് മാർക്ക് കണ്ണു തുറക്കുന്നത്. ശരിക്കൊരു ഉന്മേഷം മാർക്കിനുണ്ട്. മാർക്ക് അവിടെ ഇരുന്നിട്ട് എത്ര ദിവസമായത് മാർക്കിന് അറിയില്ല. ആ ഒരു തോന്നലുണ്ടായതും അവിടെ ആ ദ്വീപിന് ചുറ്റും കാവൽ നിൽക്കുന്ന ഒരാളുടെ അടുത്തേക്ക് മാർക്ക് നടന്നെത്തി. ആ ആളെ കണ്ടതും ആ ആളുടെ പുറകിലെത്തിയ മാർക്ക് അവനെ വിളിച്ചു, ഹലോ. ശബ്ദം കേട്ട് ആ ചെറുപ്പക്കാരൻ തിരിഞ്ഞ ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് ഒരു അതിശയം. അവൻ അമ്പരപ്പോടെ മാർക്കിനെ നോക്കുമ്പോൾ മാർക്ക് അവനോട് ചോദിച്ചു, അല്ല സുഹൃത്തെ, ഞാൻ എത്ര ദിവസം അവിടെ അങ്ങനെ കൾട്ടിവേഷനിൽ ഇരുന്ന് കാണും? ആരാ നിങ്ങൾ? ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് മാർക്കിനോട് മറു ചോദ്യമാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ അവിടെ ഇത്ര നേരം ഇരിക്കായിരുന്നു, എവിടെ? ആ ചോദ്യം ആ ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോ മാർക്കിന് കഥ മനസ്സിലായി. തന്റെ മുഖത്തെ ആ മാസ്ക് മാറി മാർക്കിന്റെ ഒറിജിനൽ രൂപം ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ തോന്നിയത് മാർക്ക് ഫെല്ലർ പെട്ടെന്ന് കൈയൊന്നെടുത്തതും മാർക്കിന്റെ നിലവറയിൽ നിന്ന് മാർക്കിന്റെ കയ്യിലേക്ക് ആ കണ്ണാടി വന്നു. ആ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കിയ മാർക്കിന് കഥ മനസ്സിലായി. ഇപ്പോ മാർക്കിന്റെ ഒറിജിനൽ രൂപത്തിലാണ്. അത് മനസ്സിലായതും മാർക്ക് ഫെല്ലർ തിരിഞ്ഞൊരൊറ്റ ഓട്ടം. മാർക്ക് ആ ദ്വീപിന്റെ പുറത്തേക്ക് കടക്കാൻ വേണ്ടിയാണ് അതിവേഗം ഓടിയത്. ഓടി മുന്നോട്ട് വന്ന മാർക്ക് ശരിക്കും സ്തംഭിച്ചങ്ങനെ നിന്നു പോവുകയാണ്. ആ ദ്വീപിന് ചുറ്റുമായി ഒരു അദൃശ്യമായ എനർജി ബാരിയർ കൊണ്ട് ഒരു കവറിംഗ് ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. മാർക്ക് അവിടെ ആ കൾട്ടിവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ശരിക്കും ആ തേർഡ് പ്രിൻസസ് ആ സെമി സെയിന്റുകളുടെ സഹായത്തോടു കൂടി ആ ദ്വീപിന് ചുറ്റും ഒരു ബാരിയർ തീർത്തിട്ടുണ്ടായിരുന്നു. അവള് എല്ലാ ദിവസവും വന്ന് നോക്കുന്ന ആ സുന്ദരൻ അവളറിയാതെ അവിടെ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവൾ യഥാർത്ഥത്തിൽ ആ ബാരിയർ തീർത്തത്. അതറിയാതെയാണ് മാർക്ക് ഫെല്ലർ ആ ദ്വീപിന്റെ അറ്റത്തേക്ക് ഓടിയെത്തിയത്. ദ്വീപിൽ നിന്ന് ആ മെയിൻ കരയിലേക്ക് കടക്കുന്ന ഭാഗത്തെത്തിയ മാർക്ക് ഫെല്ലർ ആ പാത്തിലൂടെ മുന്നോട്ട് പോകാൻ പോയ ആ നിമിഷത്തിലാണ് മാർക്കിന് മുന്നിൽ ആ ബാരിയർ മാർക്കിന് അനുഭവപ്പെടുന്നത്. ശക്തമായ ഒരു തടസ്സം മുന്നിൽ കണ്ടതും മാർക്ക് സർവശക്തിയും കേന്ദ്രീകരിച്ച ഒരൊറ്റ ഇടി. മാർക്കൊരു എയർലി ലെവൽ റിവേർഷൻ സ്റ്റേജിലെ യോദ്ധാവാണ്. പക്ഷെ അവിടെ ആ ബാരിയർ കെട്ടിയിരിക്കുന്നത് അനവധി സെമി സെയിന്റുകൾ ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ ആ ഇടി ആ ബാരിയറിൽ പതിച്ചപ്പോൾ അത് ഒന്ന് അനങ്ങി അങ്ങ് നിശ്ചലമായി. പക്ഷെ ആ ഇടി ശരിക്കും അത്യുജ്വലമായ ഒരു ശബ്ദം അവിടെ സൃഷ്ടിച്ചു. ആ ശബ്ദം ദ്വീപിനകത്തുള്ള ആ ചെറുപ്പക്കാർ മാത്രമല്ല, ദ്വീപിന്റെ പുറത്തുള്ള ആ വൻകരയിലെ പാലസിനകത്തും പുറത്തുള്ള ആളുകളും കേട്ടു. ശബ്ദം കേട്ടതും ആ തേർഡ് പ്രിൻസസ് ഓടി മുൻഭാഗത്തേക്ക് വന്നു. അവള് ദ്വീപിലേക്ക് നോക്കിയിട്ട് ഒരൊറ്റ ഓട്ടം. കൂടെ ആ ഹാഫ് സ്റ്റെഫ് സെയിന്റുകളും മറ്റുള്ള യോദ്ധാക്കളും അവരെല്ലാം കൂടി അങ്ങോട്ട് ഓടി വരുന്നത് സ്വാഭാവികമായിട്ടും മാർക്കിന്റെ ദൃഷ്ടിപ്പെട്ടു. മാർക്ക് പെട്ടെന്ന് അവിടുന്ന് ദ്വീപിന്റെ മറുകരയിലേക്ക് നീങ്ങി അവിടെ കടലിലേക്ക് നോക്കി വെറുതെ അങ്ങനെ നിന്നു. ആ ബാരിയർ ഓപ്പൺ ആക്കി തേർഡ് പ്രിൻസസും സെമി സെയിന്റുകളും ബാക്കിയുള്ള യോദ്ധാക്കളും ദ്വീപിനകത്തേക്ക് പ്രവേശിച്ചു. അവൾ ഓടിയെത്തിയത് അവൾ എല്ലാ ദിവസവും വന്ന് കാണുന്ന ആ സുന്ദരൻ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന സ്ഥലത്തേക്കാണ്. അവിടെ വരുമ്പോൾ അവിടെ ആ ആളില്ല. അവൾ ചുറ്റും നോക്കുമ്പോൾ കടലിലേക്ക് നോക്കിക്കൊണ്ട് ആ സുന്ദരൻ പുറകിൽ കൈകെട്ടി നിൽക്കുന്നത് അവൾ കണ്ടു. അവൾ അതിവേഗം അവിടെ നിന്ന് മാർക്കിനടുത്തേക്ക് ഓടി വന്നു. മാർക്കിൽ നിന്ന് ഏകദേശം ഒരു 20 അടി പുറകിൽ അവൾ എത്തിയപ്പോൾ തന്നെ അവൾ ഉറക്കെ വിളിച്ചു, ഏയ്, നിങ്ങളുടെ കൾട്ടിവേഷൻ കഴിഞ്ഞോ? അതിന് മാർക്ക് മറുപടി പറയാതെ കടലിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോഴേക്കും അവൾ നടന്ന് മാർക്കിന് ഏകദേശം 10 അടി അടുത്തെത്തി. അവൾ പിന്നെയും മാർക്കിനോട് ചോദിക്കണേ, ഏയ് ഹാൻസം, കൾട്ടിവേഷൻ കഴിഞ്ഞോ? നമുക്ക് എന്റെ കൊട്ടാരത്തിലേക്ക് പോകാമോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന മാർക്കിന്റെ ഇടതു ഭാഗത്തേക്കാണ് അവൾ എത്തിയത്. അവൾ ഇടതു ഭാഗത്തെത്തിയതും മാർക്ക് ഒന്ന് ചരിഞ്ഞു. മാർക്ക് ചരിഞ്ഞതും അവള് മാർക്കിന്റെ മുന്നിലേക്ക് പെട്ടെന്ന് ഓടിക്കേറി. മാർക്കിന്റെ മുന്നിലേക്ക് ഓടിക്കേറിയ അവൾ ശരിക്കും നിശ്ചലയായി അങ്ങനെ നിന്നു പോവുകയാണ്. അവളുടെ ഈ കഴിഞ്ഞ 1 മാസത്തെ സ്വപ്നങ്ങളിലെ രാജകുമാരനായിരുന്നു ആ സുമുഖനായ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ പ്രതീക്ഷിച്ച് അവിടേക്ക് ഓടി വന്ന
ആ തേർഡ് പ്രിൻസസ് കാണുന്നത് മറ്റൊരു വ്യക്തിയാണ്. ഏയ് ആരാ നീ? തേർഡ് പ്രിൻസസ് അങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആ ഹാഫ് ഓഫ് മാർഷൽ സെയിന്റുകളും അവിടേക്ക് എത്തിയിരുന്നു. അവരും അമ്പരപ്പോടെ മാർക്ക് ഫെല്ലറത്തിനെ സൂക്ഷിച്ചു നോക്കുകയാണ്. തേർഡ് പ്രിൻസസ്, ഇയാൾ ആരാ? അതാ ഞാനും ചോദിക്കുന്നത്. ഏയ് നീ ആരാ? നീ എങ്ങനെ ഈ ദ്വീപിലേക്ക് വന്നത്? അങ്ങനെ ആ തേർഡ് പ്രിൻസസ് ചോദിച്ചതും അവളുടെ കണ്ണുകൾ മാർക്ക് അണിഞ്ഞിരുന്ന ആ ഡ്രസ്സിൽ ഒന്ന് പതിഞ്ഞു. കഴിഞ്ഞ 1 മാസമായി മാർക്ക് ഫെല്ലർ ധ്യാനത്തിലാണ്. ആ സമയത്ത് മാർക്ക് അണിഞ്ഞിരുന്ന അതേ ഡ്രസ്സിൽ തന്നെയാണ് ഇപ്പോഴും മാർക്ക് അവിടെ നിൽക്കുന്നത്. അവൾ എല്ലാ ദിവസവും കാണുമായിരുന്ന ആ സുന്ദര അണിഞ്ഞിരുന്ന അതേ ഡ്രസ്സാണ് ഈ വ്യക്തിയും അണിഞ്ഞിരിക്കുന്നത്. ആ തേർഡ് പ്രിൻസസിന് പെട്ടെന്ന് എന്തോ കൺഫ്യൂഷൻ തോന്നി. അവൾ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് മാർക്കിനോട് ചോദിച്ചു, ഏയ് ആരാ നീ? അങ്ങനെ ചോദിച്ച ആ തേർഡ് പ്രിൻസസ് മുന്നോട്ട് ഓടി വന്ന് മാർക്കിന്റെ കവളിൽ ഒരൊറ്റയാടി. ഒരടി കൊണ്ടൊന്നും അവൾ നിർത്തിയില്ല. മാർക്കിന്റെ കവളിൽ അവൾ ആഞ്ഞടിച്ചതും മാർക്കിന്റെ തല ഒന്ന് ചരിഞ്ഞു. അവൾ വീണ്ടും മാർക്കിന്റെ കവളിൽ അടിക്കുകയാണ്. ഇരു കൈ കൊണ്ടും മാർക്കിന്റെ കവളിൽ തലങ്ങും വിലങ്ങും അടിക്കുമ്പോൾ മാർക്കിന്റെ ചുണ്ടിലൂടെ ചോര പുറത്തേക്ക് വരികയാണ്. ഈ സമയത്ത് അവളുടെ അടുത്തേക്ക് ഓടിയെത്തിയ ഒരു സെമി സെയിന്റ് അവളോട് പറഞ്ഞു, തേർഡ് പ്രിൻസസ്, ഇവൻ ഒരു ചാരനാക്കാനാണ് സാധ്യത. ഇവനെ നമുക്ക് ഹയർ അതോറിറ്റികൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഏയ് അതൊന്നും വേണ്ട. ഇവൻ എന്നെ ചതിച്ച് ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഇവന് പണി കൊടുക്കാനും എനിക്കറിയാം. ഇവനെ നമ്മുടെ പട്ടിക്കൂട്ടിൽ അടച്ചിട്ട് അവിടെ ഇട്ട് ഇവനെ വളർത്തണം. എൻ്റെ കീഴിൽ എൻ്റെ നായയായി ഇവൻ ഇനി വളർന്നാൽ മതി. അങ്ങനെ ആ തേർഡ് പ്രിൻസസ് പറഞ്ഞതും ആ സെമി സെയിന്റ് തേർഡ് പ്രിൻസസോട് പറഞ്ഞു, പ്രിൻസസ് അതങ്ങനെ അല്ല. നമുക്ക് ഇവനെ ഇവിടെ ഇങ്ങനെ നിർത്താൻ പറ്റില്ല. ഇവൻ ചാരനാണെങ്കിൽ ശരിക്കും നമ്മൾ അപകടത്തിൽപ്പെടും. ഇവൻ നമ്മുടെ എന്തെല്ലാം വിവരങ്ങൾ എതിരാളികൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ആ സെമി സെയിന്റ് ആ പറഞ്ഞ കാര്യത്തിൽ ശരിക്കും ഒരു കാര്യമുണ്ടെന്ന് തേർഡ് പ്രിൻസസിന് അപ്പോൾ മനസ്സിലായി. 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും നല്ല സൗഹൃദത്തിലാണ് എന്നൊക്കെ പറയുമ്പോഴും അവർ തമ്മിൽ മത്സരമുണ്ട്. ഒരാളെ അട്ടിമറിക്കാൻ മറ്റേ തക്കം പാർത്തിരിക്കുകയാണ്. ആ 9 പേരും യോജിക്കുന്നത് ഒരു പ്ലേസിലാണ്. അത് ആ സ്കൈ സിറ്റിയിലാണ്. സ്കൈ സിറ്റി തലസ്ഥാനമാക്കിക്കൊണ്ട് നേരത്തെ ഹോളി റീജിയൻ മുഴുവൻ ഭരിച്ചിരുന്ന ആ രാജവംശത്തിനെ അവിടെ പപ്പറ്റാക്കി നിർത്തിക്കൊണ്ട് ശരിക്കും ഇപ്പൊ ഭരിക്കുന്നത് ആ 9 കുടുംബങ്ങളും ചേർന്നിട്ടാണ്. അവിടെ മാത്രമാണ് ആ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്കും ഒരു യോജിപ്പുള്ളത്. ബാക്കി കാര്യങ്ങളിലൊക്കെ അവർ തമ്മിൽ മത്സരമുണ്ട്. അത് ആ തേർഡ് പ്രിൻസസിന് അറിയാം. അവള് മാർക്കിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ആ സെമി സെയിന്റുകളോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവൻ ഇപ്പൊ തന്നെ പിതാവിന്റെ അടുത്തേക്ക് കൊണ്ടുവരില്ല. ബ്ലാക്ക് കുടുംബത്തിന്റെ സകല തീരുമാനങ്ങളും നിയന്ത്രിക്കുന്നത് അവളുടെ പിതാവാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ചാരനെ എത്തിച്ചാൽ ആ ചാരന് ലഭിക്കാൻ കഴിയുന്ന ശിക്ഷ എന്താണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അവൾ ഒരു കാര്യം കൂടി ആ സെമി സെയിന്റുകളോട് പറഞ്ഞു, നിങ്ങൾ അച്ഛനെ കാണിച്ചതിന് ശേഷം ഇവനെ തിരിച്ചിവിടെ കൊണ്ടുവരണം. ഇവനുള്ള ശിക്ഷ അത് ഇവിടെ തന്നെ കൊടുക്കണം. കഴിഞ്ഞ 1 മാസവും അവളെ ശരിക്കും അയഥാർത്ഥമായ ഒരു ലോകത്തിൽ നിർത്തിയത് ആ ചെറുപ്പക്കാരനാണെന്നുള്ള തോന്നൽ ഇപ്പൊ അവക്കുണ്ട്. അവളെ ഒരു വ്യാജമുഖവുമായി വന്ന് പറ്റിച്ചതിൻ്റെ ദേഷ്യം അവൾ ശരിക്കുമുണ്ട്. ആ സെമി സെയിന്റുകൾ ആ തേർഡ് പ്രിൻസസ് പറഞ്ഞതനുസരിച്ച് മാർക്ക് ഫെല്ലറേയും കൊണ്ട് ആ ദ്വീപിൽ നിന്ന് പുറത്തേക്ക് നടക്കാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ അവിടേക്ക് സാക്ഷാൽ അങ്കിൾ യാൻ കടന്നു വരികയാണ്. അങ്കിൾ യാൻ അവരെ തടഞ്ഞു. ഏയ് നിക്ക് നിക്ക്. അങ്കിൾ യാനെ അവർക്ക് എല്ലാവർക്കും അറിയാം. അങ്കിൾ യാൻ നിൽക്കാൻ പറഞ്ഞപ്പോൾ ആ സെമി സെയിന്റുകൾ അവിടെ സ്റ്റോപ്പായി. അത് തേർഡ് പ്രിൻസസ് കണ്ടു. തേർഡ് പ്രിൻസസും അങ്കിൾ യാനെ കണ്ടു. അങ്കിൾ യാനെ കണ്ടതും തേർഡ് പ്രിൻസസ് അങ്കിൾ യാനോട് ചോദിച്ചു, അങ്കിൾ എന്താ ഇവിടെ? ഏയ് പ്രിൻസസ്, ഇവനെ ഞാൻ കൊണ്ടുപോവാം. അങ്കിൾ അത് വേണ്ട, ഇവര് തന്നെ അച്ഛൻ്റെ അടുത്ത് എത്തിക്കും, എന്നിട്ട് തിരിച്ചവരിവിടെ കൊണ്ടുവരും. ഏയ് പ്രിൻസസ്, അങ്ങനെ പറയരുത്. ഇവനെ ഞാനാ ഇവിടെ കൊണ്ടുവന്നത്, ഞാൻ തന്നെ അതുകൊണ്ട് ഇവനെ തിരിച്ചു കൊണ്ടുപോകണം. അങ്കിൾ എന്ത് പറഞ്ഞാലും ഞാനിത് സമ്മതിക്കത്തില്ല. അങ്കിൾ യാൻ ശരിക്കും ശക്തനാണ്. പക്ഷേ അങ്കിൾ യാനിന് മുകളിൽ തേർഡ് പ്രിൻസസ് ഒരു അഭിപ്രായം പറയുമ്പോൾ തേർഡ് പ്രിൻസസിന്റെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കാൻ ആ സെമി സെയിന്റുകൾ ബാധ്യസ്ഥരാണ്. സെമി സെയിന്റുകൾ തേർഡ് പ്രിൻസസ് ഉറപ്പിച്ച് മാർക്ക് ഫെല്ലറെ അവർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞതും ആ സെമി സെയിന്റുകൾ മാർക്ക് ഫെല്ലറുടെ കയ്യിൽ ഒന്നുകൂടെ പിടിച്ചു. അത് കണ്ടതും അങ്കിൾ യാൻ തേർഡ് പ്രിൻസസിനോട് പറഞ്ഞു, തേർഡ് പ്രിൻസസ്, ഒരു നെഗോഷിയേഷന് പറ്റില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പരിഹാരമായിട്ട് വേറെ ആളുകളെ ഞാനിവിടെ എത്തിക്കാം.
ഇവനേക്കാൾ സുന്ദരനായ മോക്ക് ഏറെ ഇഷ്ടമുള്ള ഒരാളെ ഞാൻ എത്തിക്കാം. വേണമെങ്കിൽ ഞാൻ ആ യാവോ കുടുംബത്തിലെ ആ ഹോളി സണ്ണിനെ തന്നെ ഇവിടെ എത്തിക്കാം. അത് കേട്ടതും ആ തേർഡ് പ്രിൻസസിന്റെ മുഖത്ത് ഒരു തിളക്കമുണ്ടായി. അവൾ യഥാർത്ഥത്തിൽ യാവോ കുടുംബത്തിലെ ആ സുന്ദരനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അവൾക്ക് അയാളോട് ഒരു ഇൻഫാച്വേഷൻ തന്നെ തോന്നി, ഒരു വല്ലാത്ത അഭിനിവേശം. അവളുടെ ഇഷ്ടം അവളുടെ ഹൃദയത്തിന്റെ ഭാഗമായി മാറിയപ്പോൾ അവൾ ആ ഇഷ്ടം ബ്ലാക്ക് കുടുംബത്തിലെ മുതിർന്ന ആളുകളോട് പറഞ്ഞതും അവരെല്ലാവരും കൂടി വിവാഹ ആലോചനയുമായി യാവോ കുടുംബത്തിൽ എത്തിയിരുന്നു. യാവോ കുടുംബത്തിന്റെ ആ ഹോളി സണ്ണം ബ്ലാക്ക് കുടുംബത്തിന്റെ തേർഡ് പ്രിൻസസ് എന്നുള്ള വിവാഹത്തെക്കുറിച്ച് പ്രപ്പോസ് ചെയ്യാൻ അവിടെ എത്തിയ ബ്ലാക്ക് കുടുംബത്തിന് അനുകൂലമായ ഒരു മറുപടിയല്ല യാവോ കുടുംബത്തിൽ നിന്ന് കിട്ടിയത്. ആ ഹോളി സണ്ണിന് ഈ തേർഡ് പ്രിൻസസിനെ തീരെ ഇഷ്ടമില്ലായിരുന്നു. അവനത് അവരുടെ മുഖത്തൊക്കെ പറയുകയും ചെയ്തു. ആ ഷോക്ക് ശരിക്കും തേർഡ് പ്രിൻസസിനെ ഒരുപാട് ഉലച്ചതാണ്. അവള് ആ ഷോക്കിൽ നിന്ന് മറികടക്കാൻ വേണ്ടി ബ്ലാക്ക് കുടുംബത്തിൽ കാണിച്ചു കൂട്ടിയ അക്രമങ്ങൾക്ക് അവസാനം വരുത്താനാണ് അവളെ യഥാർത്ഥത്തിൽ ഈ ദ്വീപിന് സമീപത്ത് ഒറ്റയ്ക്ക് താമസിപ്പിക്കുന്നത്. ആ കഥകളൊക്കെ അങ്കിൾ യാനിന് അറിയാം. ആ കഥകൾ അവളുടെയും മനസ്സിലുണ്ട്. അവൾ പെട്ടെന്ന് സുബോധം വീണ്ടെടുത്തുകൊണ്ട് അങ്കിൾ യാനിനോട് പറഞ്ഞു, ഏയ് അതൊന്നും ശരിയാവില്ല. ഇനി അഥവാ അങ്കിളിന് ആ ഹോളി സണ്ണിനെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ ആദ്യം എത്തിക്ക്, അതിനുശേഷം ഇവനെ ഞാൻ വിട്ടുതരാം. ഓരോ തരത്തിലും തേർഡ് പ്രിൻസസ് വഴങ്ങുന്നില്ല എന്ന് ഉറപ്പായതും ആ സെമി സെയിന്റുകൾ മാർക്കുമായി ആ ദ്വീപിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടേക്ക് സാക്ഷാൽ എമിലി ബ്ലാക്ക് വരുന്നത്. എമിലി ബ്ലാക്ക് കൈ ഉയർത്തി ആ സെമി സെയിന്റുകളോട് പറഞ്ഞു, സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്നുള്ള വാക്കിന് വല്ലാത്തൊരു മുഴക്കമുണ്ട്. സ്വാഭാവികമായിട്ടും മറ്റൊരു സ്ത്രീ ശബ്ദം തേർഡ് പ്രിൻസസിന്റെ ചെവിയിലും കേട്ടു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ കാണുന്നത് സാക്ഷാൽ എമിലി ബ്ലാക്കിനെയാണ്. ഏയ്, നിനക്കെന്താ ഇവിടെ കാര്യം? അങ്ങനെ എമിലി ബ്ലാക്കിനോട് തേർഡ് പ്രിൻസസ് ചോദിച്ചതും എമിലി ബ്ലാക്ക് അവളോട് പറഞ്ഞു, ഇവനെ ഞാൻ കൊണ്ടുപോവുകയാണ്. നീ കൊണ്ടുപോവുകയോ? അതങ്ങനെ ശരിയാവും. ഇവൻ എന്റെ ദ്വീപിലേക്ക് അതിക്രമിച്ച് കയറിയവനാണ്. ഇവനെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. അങ്ങനെ തേർഡ് പ്രിൻസസ് പറഞ്ഞപ്പോൾ എമിലി ബ്ലാക്ക് അവളോട് പറഞ്ഞു, നീ എന്ത് കരുതുന്നു എന്നുള്ളതല്ല എന്റെ വിഷയം, ഞാൻ അവനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ട് എമിലി ബ്ലാക്ക് തിരിഞ്ഞ് അങ്കിൾ യാനിനോട് പറഞ്ഞു, അങ്കിൾ അവനെ കൊണ്ടുപോയിക്കോളൂ. അങ്കിൾ യാനിന് കിട്ടേണ്ട ഉത്തരവാ കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്കിൾ യാൻ മാർക്കിന്റെ കയ്യിലെങ്ങ് പിടിച്ചു. അങ്കിൾ യാനോട് എതിരിടാനുള്ള കപ്പാസിറ്റി ഒന്നും ആ സെമി സെയിന്റുകൾക്ക് ഇല്ല. അത് ആ സെമി സെയിന്റുകൾക്ക് അറിയാം. പക്ഷേ തേർഡ് പ്രിൻസസ് അവരോടൊപ്പം നിൽക്കുകയാണെങ്കിൽ എതിരിടാൻ അവര് തയ്യാറായിരുന്നു. എന്നാൽ തേർഡ് പ്രിൻസസിന് മുകളിൽ സാക്ഷാൽ എമിലി ബ്ലാക്കായി എത്തിയിരിക്കുന്നത് ദ സെയിന്റസ്. സെയിന്റസ് അവിടെ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും അവർക്ക് എതിർക്കാൻ കഴിയില്ല. ആ കാര്യം ഓർക്കാതെ തേർഡ് പ്രിൻസസ് ആ സെമി സെയിന്റുകളോട് പറഞ്ഞു, ഏയ് നിങ്ങൾ എന്താ നോക്കുന്നത്? അവനെ വിട്ടുകൊടുക്കരുത്. അങ്ങനെ തേർഡ് പ്രിൻസസ് പറഞ്ഞെങ്കിലും ആ സെമി സെയിന്റുകൾ നിശബ്ദരായി കൈകെട്ടി നിൽക്കുകയാണ്. അത് കണ്ട തേർഡ് പ്രിൻസസ് ഒരിക്കൽ കൂടി പറഞ്ഞു, ഏയ് തടക്ക്. മാർക്കിനെയും കൊണ്ട് അങ്കിൾ യാൻ നടക്കുമ്പോഴാണ് അവൾ വീണ്ടും അങ്ങനെ അലറിയത്. പക്ഷെ സെമി സെയിന്റുകൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അവർക്കൊരിക്കലും എമിലി ബ്ലാക്കിന്റെ ഉത്തരവിനെ മറികടക്കാനാവില്ല. ബ്ലാക്ക് കുടുംബത്തിലെ അവസാന വാക്ക് ആ കുടുംബത്തിന്റെ കാരണവർക്കാണ്. അടുത്തത് സെയിന്റസിന്റെയാണ്. അത് സാക്ഷാൽ എമിലി ബ്ലാക്കാണ്. ആ കാര്യം മറ്റാരെക്കാളും നന്നായിട്ട് ആ സെമി സെയിന്റുകൾക്ക് അറിയാം. മാർക്ക് ഫെൽറയും കൊണ്ട് ദ്വീപിന് പുറത്തെത്തിയ അങ്കിൾ യാൻ മാർക്കിനെ ബ്ലാക്ക് കുടുംബത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മാർക്കിനോട് ചോദിച്ചു, മാർക്ക് നീ ശരിക്കും എമിലിക്ക് പ്രശ്നം ഉണ്ടാക്കിയാണല്ലോ. അങ്കിൾ, ഞാൻ ഒരിക്കലും എമിലിക്ക് പ്രശ്നം ഉണ്ടാക്കില്ല. ഞാൻ കാരണം എമിലി പ്രശ്നത്തിലാകുകയുമില്ല. ഇവിടെ ശരിക്കും എനിക്കൊരു പറ്റിയതാണ്. 30 ദിവസമായത് ഞാൻ അറിഞ്ഞില്ല. അങ്കിൾ യാനിന് അത് മനസ്സിലാകും. കൾട്ടിവേഷനിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ സമയം കടന്നു പോകുന്നത് അറിയാൻ പറ്റാതായി പോകും. ചിലർ വർഷങ്ങളോളം കൾട്ടിവേഷനിലായിരിക്കും. അതറിയാവുന്ന അങ്കിൾ യാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇനി ഒരിക്കൽ കൂടി നീ സെയിന്റസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ മാർക്ക് നിന്നെ അവസാനിപ്പിക്കുന്നത് ഞാനായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്നെ ബ്ലാക്ക് കുടുംബം കൊന്നാലും ഞാനത് ചെയ്തിരിക്കും. എമിലി ബ്ലാക്കിന് പ്രശ്നമുണ്ടാകുന്ന ഒരു കാര്യവും അനുവദിക്കാൻ അങ്കിൾ യാനിന് പറ്റില്ല. സ്വന്തം ജീവൻ കളഞ്ഞു പോലും വേണ്ടി വന്നാൽ അയാൾ എമിലിക്ക് വേണ്ടി മാർക്കിനെ കൊല്ലുമെന്നാണ് മാർക്കിനോട് പറഞ്ഞത്. അത് കേട്ടതും മാർക്ക് അങ്കിൾ യാനിനോട് പറഞ്ഞു, അങ്കിൾ അതൊന്നും വേണ്ടി വരില്ല. ഞാൻ കാരണം എമിലിക്ക് ഈ കുടുംബത്തിൽ ഒരു വിഷയവും ഉണ്ടാവില്ല. അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും മാർക്കും അങ്കിൾ യാനും ബ്ലാക്ക് കുടുംബത്തിന്റെ പുറത്തെത്തിക്കഴിഞ്ഞു. പുറത്തെത്തിയതും അങ്കിൾ യാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ ശ്രദ്ധിക്കണേ. മാർക്കിനെ വഴക്ക് പറയുമെങ്കിലും ഭയപ്പെടുത്തുമെങ്കിലും ഭീഷണിപ്പെടുത്തുമെങ്കിലും
അങ്കിൾ യാനിന് ഇപ്പോൾ മാർക്കിനോട് ഒരു ഇഷ്ടമുണ്ട്. അത് മാർക്കിനും അറിയാം. മാർക്ക് അവിടെ നിന്ന് നേരെ സ്കൈ സിറ്റിയിലേക്കാണ് തിരിച്ചത്. മാർക്ക് ഫെല്ലർ അതിനുവേണ്ടി നേരെ പോയത് ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലേക്കാണ്. ആ പ്ലാറ്റ്ഫോമിലൂടെ മാർക്ക് സ്കൈ സിറ്റിയിലേക്ക് പോകുന്ന ആ സമയത്ത് അങ്കിൾ യാൻ ആ ഡാർക്ക് ഐലൻഡിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. അവിടെ എമിലി ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. തേർഡ് പ്രിൻസസ് ആൾ കുഴപ്പക്കാരിയാണ്. പക്ഷേ തേർഡ് പ്രിൻസസ് എത്ര കുഴപ്പക്കാരിയാണെങ്കിലും സെയിൻറ്റസിന്റെ ദേഹത്ത് തൊടാനുള്ള ധൈര്യം എന്തായാലും തേർഡ് പ്രിൻസസിന് ഉണ്ടാവില്ല. അക്കാര്യം അങ്കിൾ യാനിന് ഉറപ്പാണ്. അതുകൊണ്ടാണ് എമിലിയെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അങ്കിൾ മാർക്കുമായി അവിടുന്ന് പുറത്തേക്ക് വന്നത്. അങ്കിൾ യാൻ ചെല്ലുമ്പോൾ എമിലി ബ്ലാക്ക് അവിടെ ഉണ്ട്. അങ്കിൾ എമിലിയും കൊണ്ട് വീണ്ടും എമിലിയുടെ താമസത്തിലേക്ക് തിരിച്ചു. മാർക്ക് ഫെല്ലർ സ്കൈ സിറ്റിക്ക് സമീപം മടങ്ങിയെത്തി. അവിടെ എത്തിയ മാർക്ക് സ്കൈ സിറ്റിക്ക് അകത്തേക്ക് കടക്കാതെ സിറ്റിക്ക് പുറത്ത് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെയായി താമസം. മാർക്കിന്റെ ബോഡിയിൽ ഇപ്പോൾ ആവശ്യത്തിന് ഡാർക്ക് എനർജിയുമുണ്ട്, ബ്രൈറ്റ് എനർജിയുമുണ്ട്. ഇനി അതിനെ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് ബ്രേക്ക് ത്രൂ നടത്തണം. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് മാർക്ക് കടന്നു. ചമ്രം പണിഞ്ഞിരുന്ന മാർക്കിന്റെ ആ മെറിഡിയൻ സർക്കുലേഷൻ ആക്ടിവേറ്റ് ചെയ്തു. ആ സമയത്ത് മാർക്കിന്റെ ബോഡിക്കുള്ളിൽ 2 പാർട്ടായിട്ട് മാർക്ക് ശേഖരിച്ചിരിക്കുന്ന ബ്രൈറ്റ് എനർജിയും അതുപോലെ ഡാർക്ക് എനർജിയും പതുക്കെ പതുക്കെ കമ്പൈൻ ചെയ്ത് തുടങ്ങിയാണ്. ആ കമ്പൈനിങ് ആക്ടിവിറ്റി ശരീരത്തിനുള്ളിൽ അങ്ങനെ നടക്കുമ്പോൾ മാർക്കിന് സ്വയം അറിയാൻ കഴിയുന്നുണ്ട് മാർക്കിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം. ആ മാറ്റം മാർക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നിടയിൽ സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 72 മണിക്കൂറായതും മാർക്ക് ബ്രേക്ക് ത്രൂ നേടിക്കഴിഞ്ഞു. മാർക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് റിവേർഷൻ ഓയിൽ സ്റ്റേജിന്റെ മിഡിൽ ലെവലിലേക്കാണ്. മിഡിൽ ലെവലിലേക്ക് കടന്ന മാർക്ക് ഫെല്ലർക്ക് ശരിക്കും ഒരു ഫീലുണ്ട്. താൻ കരുത്തനായ ഒരു ഫീൽ. നേരത്തെക്കാൾ കരുത്ത് മാർക്കിന്റെ ബോഡിക്കുണ്ട്. മാർക്ക് ആ ബലം ഒന്ന് അറിയാൻ വേണ്ടി കൈ രണ്ടും ഒന്ന് ഇടത്തോട്ടും വലത്തോട്ടും ഒന്ന് തിരിച്ചതും മാർക്ക് തന്നെ സൃഷ്ടിച്ച ആ എനർജി ബാരിയർ ടക്ക് എന്ന ശബ്ദത്തോടെ അങ്ങ് ചിതറി. മാർക്ക് യഥാർത്ഥത്തിൽ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടതിന് ശേഷം ഒരു എനർജി ബാരിയർ കൊണ്ട് ആ സ്ഥലം കവർ ചെയ്ത് അതിനകത്തിരുന്നാണ് ബ്രേക്കിങ്ങിന് ശ്രമിച്ചത്. പെട്ടെന്ന് ആ എനർജി ബാരിയർ ബ്രേക്ക് ആയതും അനവധി ആളുകളുടെ ശ്രദ്ധ മാർക്കിലേക്ക് പതിഞ്ഞു. ആ ആളുകൾ ശരിക്കും ഷീ കുടുംബത്തിലെ ആളുകൾ തന്നെയാണ്. മാർക്കിനെ തിരക്കി ആ സ്കൈ സിറ്റിക്ക് ഉള്ളിൽ മുഴുവൻ കറങ്ങുന്ന അവർ ചിലപ്പോഴൊക്കെ സ്കൈ സിറ്റിക്ക് ചുറ്റും ഒന്ന് കറങ്ങി നോക്കും. മാർക്ക് ഈ സ്കൈ സിറ്റി വാളിന് മുകളിൽ കൂടി എങ്ങനെ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ ആ എനർജി ബാരിയർ ബ്രേക്ക് ചെയ്ത് ശബ്ദം കേൾക്കുന്നതും അവർ തിരിഞ്ഞു നോക്കുന്നതും. തിരിഞ്ഞു നോക്കി അവർ കണ്ടത് മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക്, നീ ഇവിടെ? അങ്ങനെ ചോദിച്ചുകൊണ്ട് മാർക്കിനടുത്തേക്ക് ഓടി വന്ന ആ ആളുകളോടായി മാർക്ക് പറഞ്ഞു, എവിടെയാ ഷീഫൻ? അവൻ 3 ദിവസം കഴിയുമ്പോൾ എന്നെ കാണാൻ വരുമെന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോ 1.5 മാസമായല്ലോ. അവനെ കാണഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകാൻ പോവുകയായിരുന്നു. എവിടെയാ അവൻ? അവന് ഭയമാണോ അവനെ കാണാൻ? അവനെ എന്നോട് ഫൈറ്റ് ചെയ്യാൻ ഭയമാണോ? മാർക്ക് ഫെല്ലർ ഷിഫാങ്ങിനെ നേരിടാൻ മടിച്ചിട്ട് ഒളിച്ചോടിയെന്ന് സ്കൈ സിറ്റിക്കുള്ളിലുള്ള ആളുകളോടൊക്കെ ഷിഫാങ് പറഞ്ഞിരിക്കുന്ന അതേ സമയത്താണ് മാർക്ക് ഫെല്ലർ മാർക്കിനടുത്തേക്ക് ഓടി വന്ന ആ ഷീ കുടുംബത്തിലെ ആളുകളോട് ഈ ഡയലോഗ് പറഞ്ഞത്. ആ ഡയലോഗ് കേട്ടതും മാർക്കിനടുത്തേക്ക് ഓടി വന്നിരുന്ന ആളുകളൊക്കെ ശരിക്കും സഡൻ ബ്രേക്ക് ഇട്ടോലേക്ക് നിന്നു പോവുകയാണ്. നീ എന്താ പറഞ്ഞേ? എന്താ മനസ്സിലായില്ലേ? ആ ഷിഫങ്ങിനെ കാത്ത് ഞാൻ കഴിഞ്ഞ ഏതൊരു ആഴ്ചകളായി ഇവിടെ ഇരിക്കുകയാണ്. എത്രയെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവന് ഭയമാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. അവൻ എൻ്റെ മുന്നിൽ മുട്ടുകുത്തി മാപ്പ് പറഞ്ഞാൽ ഞാൻ അപ്പോഴേ അവനെ വെറുതെ വിടില്ലേ? മാർക്ക് പറയുന്ന വാചകങ്ങൾ കേട്ട് മാർക്കിനടുത്തേക്ക് വരുന്ന ആളുകൾ നിശബ്ദരായി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കുകയാണ്. മാർക്ക്, നീ എന്തൊക്കെയാ പറയുന്നത്? നീയല്ലേ ഒളിച്ചോടിയത്? ഒളിച്ചോടാനാ? സ്കൈ സിറ്റിക്കുള്ളിൽ ഫൈറ്റിംഗ് പറ്റില്ല എന്ന് അത് പ്രിൻസ് പറഞ്ഞു, ഓർമ്മയില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ സ്കൈ സിറ്റിക്ക് വെളിയിൽ വെയിറ്റ് ചെയ്തത്. സ്കൈ സിറ്റിക്ക് വെളിയിൽ ഫൈറ്റ് ചെയ്യാന്നല്ലേ അവനും എന്നോട് പറഞ്ഞത്. എന്നിട്ടെന്താ അവൻ പുറത്തേക്ക് വരാത്തത്? മാർക്ക് ചോദിക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. ഇതുവരെയായിട്ട് ഷിഫങ് ആ സ്കൈ സിറ്റി വാളിന് പുറത്തേക്ക് വന്നിട്ടില്ല. അതറിയാവുന്ന ആ ഫൈറ്റേഴ്സ് ശരിക്കൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പെട്ടെന്ന് അവരുടെ ലീഡർ മാർക്കിനോട് പറഞ്ഞു, ഓക്കെ മാർക്ക്, ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. മാർക്ക് ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം വാ. അത് കേട്ടതും മാർക്ക്
കൈ രണ്ടും ഒന്ന് കുടഞ്ഞിട്ട് കൂളായി അമരുടെ കൂടെ നടന്നു തുടങ്ങി. മാർക്ക് ഫെല്ലറെ കൊല്ലാനാണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷെ മാർക്കാണെങ്കിൽ കൈവീശി കൂളായി നടക്കുകയും അവരുടെയൊക്കെ സംസാരിക്കുകയും ചെയ്യാണ്. എങ്ങനെയാണേ നിങ്ങളുടെയൊക്കെ ജീവിതമൊക്കെ? എങ്ങനെ യോമാര് ആവശ്യത്തിന് കാശൊക്കെ തരൂ? ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് ആവശ്യത്തിന് ആ വീട്ടുകാർ പണം കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ. അതേ ശൈലിയിൽ മാർക്ക് അവന്മാരുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവന്മാർക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ മാർക്കാണെങ്കിൽ അവരെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഞാൻ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഷീ കുടുംബത്തിലെ ആളുകൾക്കൊപ്പം നിന്ന് കറങ്ങി നടക്കാതെ നിങ്ങൾക്കൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിക്കൂടെ? എന്നെ പോലെ ആരെയും പേടിക്കണ്ട, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളെപ്പോലെ ഈ നല്ല ആളുകൾ യവന്മാരെ കൂടെ നടക്കുന്നത് എന്തൊരു നാണക്കേടാണ്. മാർക്ക് പല ഡയലോഗുകളും പറഞ്ഞ് അങ്ങനെ നടക്കുമ്പോൾ റോഡിൽ കൂടെ പോകുന്ന ആളുകളും മാർക്കിനെ കണ്ടു. അവരിൽ പലർക്കും ഇപ്പോൾ മാർക്ക് ഫെല്ലറെ അറിയാം. മാർക്ക് ഫെല്ലറും ഷീ കുടുംബത്തിലെ ആ ഷെഫംഗും തമ്മിൽ അമ്പലത്തിന് അകത്ത് വെച്ച് ഒന്ന് ഉരസിയതും അതിനുശേഷം സ്കൈ സിറ്റിയുടെ ഗേറ്റിന് പുറത്ത് വെച്ച് ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞതൊക്കെ അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് ആ അമ്പലത്തിൽ ആ പ്രഭാഷണം കേൾക്കാനായി എത്തിയ ആളുകൾ ഒരുപാടുണ്ട്. അവർ പലരും മാർക്കിനെ ഇപ്പോൾ കണ്ടു. തൽഫലമായി മാർക്കും ആ ഷീ കുടുംബത്തിലെ ആളുകളും കൂടി സിറ്റി വാളിന് നേരെ നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ആ സംഘത്തെ ഫോളോ ചെയ്യുകയാണ്. ശരിക്കും ഒരു ജാഥയുടെ ആളുകൾ ഉണ്ടെന്ന് പറയാം. ഒരു ജാഥയായിട്ട് മാർക്ക് മുന്നിലും ഇരുഭാഗത്തും ഷീ കുടുംബത്തിലെ ആളുകളും അതിൻ്റെ പുറകിൽ നാട്ടുകാരുമായി ആ സിറ്റി വാളിന് നേരെ ഒരു ജാഥ വരുന്നത് സ്വാഭാവികമായിട്ടും സിറ്റി വാളിൻ്റെ അടുത്തേക്കുന്ന ആളുകളും കണ്ടു. അവരൊക്കെ അമ്പരപ്പോടെ നോക്കുമ്പോൾ മാർക്ക് നടന്ന് സിറ്റി വാളിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയ മാർക്ക് അവിടെ നിന്നു. മാർക്ക് നിൽക്കുന്ന കണ്ടതും ആ ഷീ കുടുംബത്തിലെ ലീഡർ എന്ന് പറയാവുന്ന ഒരാള് മാർക്കിനോട് പറഞ്ഞു, എന്താ നിന്നത്? വാ, അകത്തേക്ക് വാ. നീ എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? സിറ്റി വാളിനകത്ത് ഫൈറ്റിംഗ് അനുവദനീയമല്ല എന്നറിയില്ലേ? ഞാൻ ഇവിടെ നിൽക്കാം, നീ പോയി ആ ഷിഫങ്ങിനെ വിളിച്ചോണ്ടോ. മാർക്ക്, നിന്റെ അടവെനിക്കറിയാം. ഞാൻ അകത്തേക്ക് പോകുമ്പോൾ മുങ്ങാനല്ലേ നിന്റെ പരിപാടി? അത് കേട്ടതും മാർക്ക് അവനോട് പറഞ്ഞു, നീ എന്ത് വിഡിത്തലോടെ പറയുന്നത്? നിനക്ക് അവനടുത്ത് പോകാൻ മടിയുണ്ടെങ്കിൽ അവനെ വിവരം അറിയിക്കാൻ എനിക്ക് വേറെ മാർഗമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്കിന്റെ നിലവറയിൽ നിന്ന് മീശ മാർക്കിന് കൊടുത്ത ആ പ്രത്യേക തരത്തിലുള്ള ലൗഡ് സ്പീക്കർ കയ്യിലെടുത്തു. ആ ലൗഡ് സ്പീക്കർ ഒരു അടിപൊളി സംഭവമാണ്. അതുപയോഗിച്ച് എത്ര ദൂരത്തിൽ വേണമെങ്കിലും വാക്കുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുപയോഗിച്ച് സംസാരിച്ചാൽ ഒരുപാട് ദൂരമുള്ള ആളുകളെ വരെ ശബ്ദം കേൾപ്പിക്കാൻ പറ്റും. മാർക്ക് ഫെല്ലർ ആ ലൗഡ് സ്പീക്കർ കയ്യിലെടുത്തു. അതിനുശേഷം മാർക്ക് അതിലൂടെ പറഞ്ഞു, ഷിഫങ്, ഭീരു, നീ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്? 3 ദിവസം കഴിയുമ്പോ എന്നെ വന്ന് കണ്ട് എന്നോട് ഫൈറ്റ് ചെയ്യാമെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ മാസം ഒന്ന് കഴിഞ്ഞല്ലോ. ഭീരു, ഒളിച്ചിരിക്കാതെ പുറത്തിറങ്ങി വാടാ. സ്കൈ സിറ്റിക്കകത്ത് കയറിയിരുന്നാൽ നിന്നെ ആരും ഒന്നും ചെയ്യില്ലെന്നാണോ നീ ധരിക്കുന്നത്? മാർക്ക് ഫെല്ലറുടെ ആ ഡയലോഗ് സിറ്റി വാളിന് സമീപത്തേക്കുന്ന ആളുകൾ മാത്രമല്ല കേൾക്കുന്നത്, ആ സ്കൈ സിറ്റിയിൽ എല്ലായിടത്തും ആ ശബ്ദം അങ്ങനെ പരക്കുകയാണ്. എൻ്റെ സ്കൈ സിറ്റിക്കകത്തും ആ ശബ്ദം എത്തിയെന്ന് പറയാം. മീശയുടെ ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് മാർക്കിന് മീശ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ദൂരത്തേക്ക് ആ ശബ്ദം എത്തിക്കാൻ ആ ലൗഡ് സ്പീക്കർ മതി. ആ ശബ്ദം ആ സിറ്റി വാളിനകത്ത് അങ്ങനെ പ്രതിധ്വനിക്കുമ്പോൾ ആളുകളൊക്കെ അമ്പരപ്പോടെയാണ് ആ ഡയലോഗ് കേട്ടത്. ഷിഫങ്, ഞാൻ മാർക്ക് ഫെല്ലറാ സംസാരിക്കുന്നത്. നീ ഒന്നുമില്ലെങ്കിൽ ആ ഷീ കുടുംബവുമായി ബന്ധമുള്ള ആളല്ലേ? നിനക്ക് നാണമില്ലെങ്കിലും അവർക്ക് നാണം ഉണ്ടാവില്ലേ? ഒരു ഫൈറ്റിനെ വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി ഏറ്റെടുത്താൽ സ്ഥലത്ത് എത്തണമെന്നുള്ളത് നിനക്ക് അറിയത്തില്ലേ? ഇനി നിനക്ക് ഭയമാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ. എന്നെ ഇത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഷിഫങ്, നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ ഞാൻ കൊല്ലുന്നുമില്ല. കൂടിപ്പോയാ നിന്റെ കൈയും കാലും ഞാൻ തല്ലി പിടിക്കും, അത്രേ ഉള്ളൂ. ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്, നിന്നെ കൊല്ലില്ല. പേടിക്കണ്ട, വാ. ഞാനിവിടെ സിറ്റി വാളിന്റെ പുറത്ത് തന്നെ ഉണ്ട്. മാർക്ക് ഫെല്ലർ പറയുന്ന ഓരോ വാക്കുകളും വാചകങ്ങളും കേട്ട് ജനത്തിന്റെ കിള്ളി പോയതുപോലെയായി. ഷീ കുടുംബത്തിന്റെ ഷിഫങ് എല്ലാവരും അറിയുന്ന ആളാണ്, അതിശക്തനാണ്. ആ അതിശക്തൻ മാർക്കിനെ പേടിച്ച് ആ സ്കൈ സിറ്റിക്കകത്ത് ഒളിച്ചു കഴിയുന്നുവെന്നാണ് മാർക്ക് ഇതാ പറയാതെ പറയുന്നത്. മാർക്ക് ഫെല്ലർ ആ സ്കൈ സിറ്റിക്കകത്ത് ഷീഫങ്ങിനെ പേടിച്ച് കഴിയുന്നു എന്നാണ് ഷീഫങ് അവിടെയൊക്കെ പറഞ്ഞു വരുത്തിയത്. ഇപ്പോ കഥ മാറുകയാണ്. മാർക്ക് ഇതാ സത്യം വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ശബ്ദം
ഷിഫങ്ങിന്റെ ചെവിയിലുമെത്തി. ഷിഫങ് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാചകം അയാൾ കേൾക്കുന്നത്. ആ റെസ്റ്റോറൻറ്റിൽ നിറയെ ആളുകളുണ്ട്. അവരുമൊക്കെ ഈ വാചകം കേട്ടു. അവരിൽ മിക്കവാറും എല്ലാവർക്കും ഷിഫങ്ങിനെ അറിയാം. എല്ലാവരും അമ്പരപ്പോടെ ഷിഫങ്ങിനെ നോക്കുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്യുകയാണ്. ഷേ, ഈ ഷിഫങ് ശരിക്കും ഒരു ഭീരുവാണോ? ആ മാർക്കിനെ പേടിച്ചാണോ ഈ സ്കൈ സിറ്റിക്കകത്ത് ഷിഫങ് ഇത്രയും നാൾ ഒളിച്ചു താമസിച്ചത്? അതെ അതെ, എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഷിഫങ് ഇത്രയും ദിവസം ഈ സ്കൈ സിറ്റിയിൽ താമസിക്കുന്നത്. സ്കൈ സിറ്റിക്കകത്ത് ഫൈറ്റ് പറ്റില്ലല്ലോ. ആളുകൾ ഷിഫങ്ങിന്റെ ആ ഒരു മാസത്തെ അവിടുത്തെ താമസത്തെയും മാർക്കിന്റെ ഡയലോഗിനെ കൂട്ടിയിണക്കി സംസാരിക്കുന്നതോടുകൂടി ഷിഫങ്ങിന്റെ കൺട്രോൾ ആകെ പോവുകയാണ്. ഷിഫങ് ചാടി എണീറ്റു. അവന് ആ ആളുകളോട് വഴക്കുണ്ടാക്കാനൊന്നും വയ്യ. അവൻ അതിവേഗം ആ ശബ്ദം കേട്ട് ദിശ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ മാർക്കിന്റെ ശബ്ദം ഉയർന്നു കേൾക്കുകയാണ്. ഏ ഷിഫങ്, ഞാനിവിടെ ഈ സിറ്റി ഗേറ്റിന്റെ പുറത്തോട്ട്, വേഗം വാ. നിനക്ക് എന്നോട് എതിരിടാൻ ഭയമാണെന്നുള്ള കാര്യം എനിക്കറിയാം. അത് ഇവിടുത്തെ ആളുകൾക്ക് അറിയില്ലല്ലോ. നീ ഇവിടെ വന്ന് അവരോടൊക്കെ പറ. അതോടുകൂടി ഞാനങ്ങ് പോവും. പിന്നെ നിനക്ക് സുഖമായി ജീവിക്കാം. ഞാൻ പറഞ്ഞല്ലോ, കൂടിപ്പോയാൽ നിന്റെ കൈയും കാലും ഞാൻ അടിച്ചൊടിക്കാം. അത്രയും ഞാൻ ചെയ്യത്തുള്ളൂ. പേടിക്കണ്ട, വാ വാ. വീണ്ടും മാർക്ക് ഫെല്ലർ അങ്ങനെ പറയുമ്പോൾ ഷീ കുടുംബവുമായി ബന്ധപ്പെട്ട അനവധി ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞു. അവരിൽ പലരും സഹിക്കാൻ പറ്റാത്ത ദേഷ്യത്തോടെയാണ് മാർക്ക് ഫെല്ലർ നോക്കുന്നത്. ഷീ കുടുംബത്തിന് ഇതുപോലെ ഈ ഹെവൻലി ഹോളി റീജിയനിൽ ആരെങ്കിലും ഇതിനു മുമ്പ് അപമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് ഉത്തരം. ശരിക്കും ഷീ കുടുംബത്തിന്റെ നട്ടല് വരെ ഇളക്കി മാറ്റുന്ന ശൈലിയിലുള്ള ഡയലോഗാണ് മാർക്ക് ഫെല്ലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഡയലോഗ് ആ റോയൽ കുടുംബത്തിലെ പ്രിൻസും കേട്ടു. അത് കേട്ട പ്രിൻസ് അയാളുടെ സഹായികളോട് പറഞ്ഞു, ഏയ്, എന്നെ എത്രയും പെട്ടെന്ന് ആ സിറ്റി ഗേറ്റിൽ എത്തിക്കും. ഇതുപോലെ പല മേഖലയിലുള്ള പലരും കേൾക്കുകയാണ്. സകല ആളുകളും ആ സിറ്റി ഗേറ്റിന് അടുത്തേക്ക് ഓടിത്തുടങ്ങി. കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് അവരൊക്കെ കേൾക്കുന്നത്. ഷീ കുടുംബത്തിന്റെ ഷിഫങ്ങിനെ പട്ടാപ്പകൽ ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ വെല്ലുവിളിക്കുന്നത് അവര് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും മിനിറ്റിൽ കഴിഞ്ഞതും ഷിഫങ് ഓടി ഗേറ്റിനടുത്തെത്തി. ഗേറ്റിനടുത്തെത്തുമ്പോൾ ഷിഫങ് കാണുന്നത് ഒരു വൻ ആൾക്കൂട്ടമാണ്. സകല മേഖലയിൽ നിന്നും ആളുകൾ ശബ്ദം കേട്ട് അങ്ങോട്ട് ഓടി വന്നിരിക്കുകയാണ്. ലൗഡ് സ്പീക്കറിലൂടെയുള്ള മാർക്കിന്റെ ആ അനൗൺസ്മെന്റ് ശരിക്കും സ്കൈ സിറ്റിയുടെ മുകളിൽ മാത്രമല്ല, മാർക്ക് നിൽക്കുന്നതിന്റെ ചുറ്റുമൊക്കെ കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൊട്ടു പുറകിലുള്ള ചെറിയ സിറ്റികളിൽ നിന്നൊക്കെ ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഷീ കുടുംബത്തിന് ഷിഫങ്ങിനെ എല്ലാവരും അറിയുന്നത് കൊണ്ട് തന്നെ ആ ശബ്ദം കേട്ട ആ നിമിഷത്തിൽ ആളുകൾ അറിയാതെ അവിടേക്ക് ഒഴുകിയെന്ന് പറയാം. ഓടി കിതച്ചാണ് ഷിഫങ് ആ ഗേറ്റിനടുത്ത് എത്തിയത്. അവൻ നോക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ഒരു ലൗഡ് സ്പീക്കറും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാർക്ക് ഷിഫങ്ങിനെ കണ്ടു. മാർക്ക് ഉടൻ ആ ലൗഡ് സ്പീക്കറിനോട് പറഞ്ഞു, ആ ഷിഫങ്, നീ എത്തിയല്ലേ? ഞാൻ കരുതി നീ ഭയം കൊണ്ട് ഒളിച്ചിരിക്കാവുന്നു. എന്തായാലും നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് നാളുകളായിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് കേട്ടതും ഷിഫങ് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും ഒളിച്ചോടിയതല്ലേടാ? ഷിഫങ്, ഈ സിറ്റി വാളിന് പുറത്ത് നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നല്ലേ നമ്മൾ തമ്മിലുള്ള കരാറ്? അതും 3 ദിവസം കഴിയുമ്പോൾ ഫൈറ്റ് നടത്തുമെന്ന്. ഇപ്പോ 3 കഴിഞ്ഞ് 30 കഴിഞ്ഞു. നിന്നെ കാണാനില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് പോകാൻ ഞാൻ തുനിയപ്പോഴാണ് നിന്റെ ആളുകളെ ഞാൻ കണ്ടത്. ഷിഫങ്, ശരിക്കും നിനക്ക് ഭയമുണ്ടെങ്കിൽ നീ അതിപ്പോ എന്നോട് പറഞ്ഞാൽ മതി. ഈ ആളുകളൊക്കെ കണ്ടോണ്ട് നിൽക്കേ, നീ എൻ്റെ മുന്നിൽ മുട്ടുകുത്തി മാപ്പ് അപേക്ഷിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കാം. മാർക്ക് വീണ്ടും ആ വാചകം പറയുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ആരവം ഉണ്ടാവുകയാണ്. നേരത്തെ മാർക്ക് മാത്രമാണ് മാർക്ക് ആ വാചകം പറയുമ്പോൾ ഉള്ളത്. ഇപ്പോൾ മാർക്കിന്റെ നേരെ എതിരെ ഷിഫങ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷിഫങ്ങിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മാർക്ക് അത് പറയുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് എങ്ങനെയാ വെക്കുക? ഒരു കയ്യടി അവിടെ ഉണ്ടായില്ലെങ്കിലും ശരിക്കും ആളുകളുടെ വായിന്ന് അത്ഭുതം കലർന്ന ഒരു സൗണ്ട് പുറത്തേക്ക് വരികയാണ്. ആളുകളുടെ ആ എൻതൂസിയാസം സ്വാഭാവികമായിട്ടും ഷിഫങ് കണ്ടു. അവന് ഒരു കാര്യം അറിയാം, ഈ മാർക്ക് ഫെല്ലറെ വാചകമടിച്ച് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അതവൻ അറിയാം. അവൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, വായാടി, നീ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നവനാണെന്ന് എനിക്കറിയാം. ഇടാ, നിർത്ത്, നിന്നെ ഞാനിപ്പോ കൊല്ലും. ഷിഫങ്, നിന്റെ ഈ ഞഞ്ഞ ഡയലോഗൊന്നും എൻ്റെ അടുത്ത് വേണ്ട. നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് വേഗം വേണം. എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ ആ ലൗഡ് സ്പീക്കർ മാർക്കിന്റെ നിലവറിലേക്ക് മാറ്റി. മാർക്ക് ഷിഫങ്ങിനെ അങ്ങനെ നോക്കുമ്പോൾ ഷിഫങ്ങിന്റെ ബോഡിയിൽ നിന്ന് ഓറ റിലീസ് ചെയ്ത് തുടങ്ങി. ശരിക്കും അവനൊരു മിഡിൽ ലെവൽ റിവേർഷൻ ഓക്സേജുകാരനാണ്. അതിവേഗം അവൻ ഓറ റിലീസ് ചെയ്യുമ്പോൾ
ശക്തമായൊരു പ്രഷർ സകല മേഖലയിലും അനുഭവപ്പെട്ടു തുടങ്ങി. ഈ സ്കൈ സിറ്റിക്കകത്ത് ഒരു പ്രത്യേക ഫോർമേഷൻ ഉണ്ട്. ആ ഫോർമേഷൻ അവിടെ ആക്ടിവേറ്റഡ് ആണ്. പക്ഷെ അതുകൊണ്ട് അതിനകത്ത് വെച്ച് ഒരു ഫൈറ്റ് പറ്റത്തില്ല. ആ ഫൈറ്റ് ചെയ്യുന്ന ആളുകളുടെ സ്പിരിച്വൽ സ്ട്രെങ്തിനെ സപ്രസ് ചെയ്യാനുള്ള, അമർത്തി വയ്ക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട്. പക്ഷെ പുറത്ത് അതില്ല. സ്വാഭാവികമായിട്ട് പുറത്തു വയ്ക്കുന്ന ആളുകൾക്ക് ഷിഫങ് റിലീസ് ചെയ്ത ഓറ ഒരു വല്ലാത്ത വിമർശനം ഉണ്ടാക്കി. ആളുകൾ പുറകോട്ടൊക്കെ മാറി. ഈ സമയത്ത് സിറ്റി വാളിന്റെ മുകളിൽ നിൽക്കുകയാണ് സാക്ഷാൽ പ്രിൻസ്. പ്രിൻസിനെ പോലെ അനവധി ഉദ്യോഗസ്ഥരും സിറ്റി വാളിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഒരു വലിയ ഷോ നടക്കാൻ പോവുകയാണെന്ന് സകലർക്കും അറിയാം. സിറ്റി വാളിന്റെ മുകളിൽ നിൽക്കുന്ന ആ ജനാവലിയും താഴെ നിൽക്കുന്ന ജനാവലിയും ആ റിലീസ് ചെയ്യപ്പെട്ട ഓറയും ഷിഫങ്ങിനെ നോക്കി പരസ്പരം പറയുകയാണ്, ഷിഫങ് നമ്മൾ വിചാരിച്ചതിനേക്കാളും ശക്തനാണ്. വെറുതെയല്ല, ഷിഫങ് അതിശക്തനാണെന്ന് എല്ലാവരും പറയുന്നത്. ഷിഫങ് മാർക്കിനൊന്ന് സൂട്ട്സ് നോക്കിയിട്ട് കൈ ഒന്ന് ഉയർത്തിയത്. അയാളുടെ കൈ ഒരു വലിയ കൈയങ്ങ് സൃഷ്ടിക്കുകയാണ്, ഒരു കൂറ്റൻ കൈ. ആ കൈ സൃഷ്ടിച്ചതും അയാൾ മാർക്കിനെ ആഞ്ഞടിച്ചതും ഒരേ നിമിഷത്തിലാണ്. മാർക്ക് അയാളെ അപമാനിച്ചത് മുഴുവൻ അയാൾ സഹിച്ചിരിക്കുകയാണ്. ആ അപമാനത്തിന് പകരം വെട്ടണമെങ്കിൽ ഒറ്റയടിക്ക് മാർക്കിനെ തീർക്കണം. അങ്ങനെ മനസ്സിൽ തോന്നിയതും അയാൾ കൈ സൃഷ്ടിക്കുകയും മാർക്കിനെ അടിക്കുകയും ചെയ്തു. ആളുകൾ ആ ഫൈറ്റ് കാണാനായി ഒന്ന് റെഡി ആകുമ്പോഴേക്കും അടി കഴിഞ്ഞു. അതിശക്തമായ ഒരു കൂറ്റൻ കൈ വന്നാണ് മാർക്കിന്റെ പുറത്തു പതിച്ചത്. ആ കൈ ശക്തമായി താഴേക്ക് പാഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും ചുറ്റും ഒരു വലിയ പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആളുകൾ പുറകോട്ട് മാറുമ്പോഴേക്കും ആ കൈ താഴെ വീണ് കഴിഞ്ഞു. മാർക്ക് നിന്നിരുന്ന ഭാഗത്ത് ആണ് കൈ വീണിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടുന്ന് ഇഷ്ടംപോലെ പൊടി ഇങ്ങനെ ആകാശത്തേക്ക് ഉയരുകയാണ്. ആ പൊടി ഒന്ന് അണഞ്ഞപ്പോൾ ആളുകൾ കൃത്യമായി ആ കാഴ്ച കണ്ടു. കൈ പുറകിൽ കെട്ടി മാർക്ക് ഫെല്ലർ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. മാർക്ക് ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ പോലും ഒരു പോറലും വന്നിട്ടില്ല. മാർക്ക് ചിരിച്ചുകൊണ്ട് ഷിഫങ്ങിനോട് പറഞ്ഞു, ഏയ് ഷിഫങ്, നമ്മൾ രണ്ടുപേരും എന്താണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. നിന്റെ ഈ തമാശകളൊക്കെ ഏറ്റെടുത്ത് വേണ്ട. മാർക്ക് അത് പറഞ്ഞതും ഷിഫങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കും അതറിയാം. ഞാനിപ്പോ നടത്തിയത് വെറും ഒരു ടെസ്റ്റാണ്. നമ്മൾ സദ്യയൊക്കെ കഴിക്കുന്നതിന് മുമ്പ് വിശപ്പ് ശമിപ്പിക്കാനായി എന്തെങ്കിലുമൊക്കെ ചെറുതായി കഴിക്കില്ലേ, അതുപോലെ അങ്ങനെ കരുതിയാൽ മതി. അങ്ങനെ പറഞ്ഞ ഷിഫങ് കൈ ഒന്ന് പുറകോട്ടാക്കി തിരിച്ചു കൊണ്ടുവരുമ്പോൾ കൈക്കകത്ത് ഒരു പ്രകാശ ഗോളമുണ്ട്. ആ ഗോളം നന്നായി തിളങ്ങുന്നുണ്ട്. ആ ഗോളം കയ്യിലേക്ക് വന്ന ആ നിമിഷത്തിൽ ഷിഫങ് അത് മാർക്കിന് നേരെ ഒന്ന് സ്പിൻ ചെയ്ത് വിട്ടു. ഒരു ക്രിക്കറ്റ് ബോള് അന്തരീക്ഷത്തിലൂടെ കറങ്ങി പോകും പോലെ ആ പന്ത് അതിവേഗതയിൽ മാർക്കിന് നേരെ പാഞ്ഞു വരികയാണ്. മാർക്ക് ആ നിമിഷത്തിലും കൈ പുറകിൽ കെട്ടി നിൽക്കുകയാണ്. ആ പന്ത് മാർക്കിന്റെ അടുത്തെത്തറായതും പുറകിൽ നിന്ന് കൈയെടുത്ത മാർക്ക് അതിലൊരൊറ്റയിടി. ആ നിമിഷത്തിൽ ആ പന്തങ്ങ് തകർന്നു. ഇതൊക്കെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഊർജം വെച്ചുള്ള കളിയാണ് രണ്ടുപേരും കളിക്കുന്നത്. രണ്ട് അതിശക്തമായ മിസൈലുകൾ കൂട്ടിമുട്ടുമ്പോഴുള്ള ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. ആ കൂട്ടിമുട്ടൽ ചുറ്റുപാടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അനവധി ആളുകൾ ഒത്തിരി സ്റ്റെപ്പ് പുറകോട്ട് മാറുമ്പോഴും മാർക്ക് ഫെല്ലർ കൂളായി നിൽക്കുകയാണ്. മാർക്ക് ഷിഫങ്ങിനെ ഒന്ന് നോക്കിയിട്ട് ഷിഫങ്ങിനോട് പറഞ്ഞു, ഏയ് ഷിഫങ്, നീ നിന്റെ ആയുധങ്ങൾ പുറത്തെടുക്കുന്നതാണ് നല്ലത്. അത് കേട്ടതും ഷിഫങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ എന്തായാലും ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞു, ഇനി നീ നടത്ത്. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ ആ നിമിഷത്തിൽ തന്നെ ലൈൻ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് അതിവേഗതയിൽ ഷിഫങ്ങിന്റെ മുന്നിലെത്തുകയും ചെയ്തു. ഷിഫങ് സംസാരിച്ച് നിർത്തിയ ആ നിമിഷത്താണ് മാർക്കിന്റെ അതിശക്തമായ ഇടി അവന്റെ ആ വായുടെ തൊട്ടു താഴെ പതിക്കുന്നത്. മാർക്കിന്റെ അതിശക്തമായ ഇടി അവന്റെ താടിയെല്ലിന്റെ താഴെ പതിച്ചതും ശരിക്കും ഒരു പന്ത് മുകളിലോട്ട് ഇടിച്ചു പൊക്കുമ്പോൾ പന്ത് മുകളിലോട്ട് പൊങ്ങുന്ന പോലെ ഷിഫങ് തറയിന്ന് മുകളിലോട്ട് പൊങ്ങി. ഒരു റോക്കറ്റ് മുകളിലോട്ട് പൊങ്ങി താഴോട്ട് വീഴുന്ന പോലെ ഷിഫങ് ആകാശത്തൂടെ കറങ്ങി താഴെ വന്ന് പതിച്ചു. താഴെ പതിക്കുമ്പോൾ അവൻ രണ്ട് കാലിൽ തന്നെയാണ് നിന്നത്. മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരുന്നതിനിടയിൽ അവന്റെ ബാലൻസ് വീണ്ടെടുത്തിരുന്നു. പക്ഷേ ഇതിനിടയിൽ അവന്റെ വായിക്കൂടി തെറിച്ച രക്തം താഴേക്ക് വീഴുന്ന കാഴ്ച എല്ലാവരും കണ്ടു. ആർക്കും കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് അവർ കണ്ടിരിക്കുന്നത്. സാക്ഷാൽ ഷിഫങ്ങിനെ മാർക്ക് ഫെല്ലർ ഒറ്റയിടിക്ക് ആകാശത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ്. താഴേക്ക് പതിച്ച ഷിഫങ് ശരിക്കും ദേഷ്യത്തോടെ മാർക്കിനെ നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, നീ എന്താ ചതിയിൽ അറ്റാക്ക് ചെയ്തു? ഷിഫങ്, നീയല്ലേ ഫൈറ്റ് തുടങ്ങിയത്? അതിനുശേഷം ഏത് അറ്റാക്കും ശരിയായ അറ്റാക്കാണ്. അത് കേട്ടതും ഷിഫങ് ഒന്ന് ഡീപ്പായി ബ്രീത്ത് ചെയ്തു. അവൻ
പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തനാണ് മാർക്ക് ഫെല്ലർ. അതവന് മനസ്സിലായി തുടങ്ങി. അവൻ പ്രതീക്ഷിച്ചതിനേക്കാളും ശക്തി മാർക്ക് ഫെല്ലർക്കുണ്ട്. അവൻ മാർക്കിനെ ഒന്ന് അളന്നു. അതിനുശേഷം അവൻ പെട്ടെന്ന് അവൻ്റെ ഓറ റിലീസ് ചെയ്തു. അതിശക്തമായ ഓറയാണ് അവൻ റിലീസ് ചെയ്തത്. അവൻ്റെ ഓറ റിലീസ് ചെയ്യുന്ന ആ നിമിഷത്തിൽ സകലരും ഒരിക്കൽ കൂടി അവൻ്റെ വിശ്വരൂപം കാണുകയാണ്. ആ ഓറ അവന് ചുറ്റും അങ്ങനെ വളർന്നു വരുമ്പോൾ അവൻ റിലീസ് ചെയ്ത ആ ഓറ സൃഷ്ടിക്കുന്ന ഒരു പ്രഷറുണ്ട്. ആ പ്രഷറിൽ സകല ആളുകളും പുറകോട്ട് അങ്ങ് മാറിപ്പോവുകയാണ്. എല്ലാവർക്കും ആ പ്രഷർ അനുഭവപ്പെടുകയാണ്. സകലരും സുരക്ഷിതമായ അകലത്തിലേക്ക് അങ്ങ് മാറുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ പെട്ടെന്ന് ഒരാളിൽ പതിഞ്ഞു. അവൻ്റെ ആ ഓറയ്ക്കകത്ത് നിൽക്കുന്ന മാർക്ക് ഫെല്ലറിലാണ് ആളുകളുടെ ശ്രദ്ധ പതിഞ്ഞത്. അതിശക്തമായ പ്രഷർ ചെലുത്തുന്ന ഒരു ഓറ റിലീസ് ചെയ്ത ആ ഷിഫങ്ങിന് തൊട്ടു മുന്നിൽ ഏകദേശം 10 അടി വ്യത്യാസത്തിൽ മാർക്ക് ഫെല്ലർ നിൽക്കുകയാണ്. മാർക്കിനെ അവൻ്റെ ആ ഓറ ബാധിച്ചിട്ടേയില്ല. ആ കാഴ്ച കണ്ടതും ആളുകൾക്ക് അവരുടെ മനസ്സിൽ രൂപം കൊണ്ടുവരുന്ന ആശയം ഒന്നുകൂടി വ്യക്തമാവുകയാണ്. മാർക്ക് ശരിക്കും ശക്തനാണ്. മാർക്കിന്റെ ബോഡിയിൽ തന്റെ ഓറ ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഷിഫങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും എന്നെ അതിശയിപ്പിക്കുകയാണ്. അങ്ങനെ ഷിഫങ് പറയുമ്പോഴേക്കും മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ഓറ റിലീസ് ചെയ്തു തുടങ്ങി. മാർക്കിന് ചുറ്റും ഒരു സുവർണ്ണ നിറത്തിലുള്ള പ്രകാശം ഇങ്ങനെ പതുക്കെ കൂടി വരികയാണ്. മാർക്ക് ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലാത്ത ആളുകളാണ് അവിടെയുള്ള എല്ലാ ആളുകളും. അതിശക്തമായ ഗോൾഡൻ പ്രകാശം മാർക്കിന് ചുറ്റും അങ്ങനെ റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ മതിലിന്റെ മുകളിൽ നിൽക്കുന്ന പ്രിൻസ് അടുത്തേക്കുന്ന ആളോട് പറഞ്ഞു, ഇത് ശരിക്കും അതിശയമായിരിക്കുകയാണല്ലോ. മാർക്ക് ഫെല്ലർ ആ ഷിഫങ്ങിനൊപ്പം തുല്യ ശക്തനാണല്ലോ. പ്രിൻസ് ഒരു റിവേഴ്ഷൻ ഓൾഡ് സ്റ്റേജുകാരനാണ്. അയാൾക്ക് ആ ഓറകളുടെ ശക്തി അളക്കാൻ പറ്റും. പ്രിൻസ് അത് പറഞ്ഞതും കൂടുതലുള്ള ആള് പ്രിൻസിനോട് പറഞ്ഞു, അതെ പ്രിൻസ്, എനിക്കും അതാ തോന്നുന്നത്. രണ്ടുപേരും തുല്യരാണെന്നാ തോന്നുന്നത്. പല ഭാഗത്തും ഈ ശൈലിയുള്ള ചർച്ച നടക്കുകയാണ്. ജനത്തിനാണെങ്കിൽ ഒരു അടിപൊളി ഫൈറ്റ് കാണുന്നതിന്റെ ത്രില്ലാണ്. സകലരും പല ശൈലിയിലുള്ള ഡയലോഗുകൾ പറയുമ്പോഴേക്കും മാർക്കിന്റെ ഓറയും ഷീഫങ്ങിന്റെ ഓറയും തമ്മിൽ ഒന്ന് ഉരസി. അതിശക്തമായ 2 പവറുകൾ തമ്മിൽ ഒന്ന് ഉരസുമ്പോൾ സ്വാഭാവികമായിട്ടും തീപ്പൊരി ചിതറുമല്ലോ. ആ ഒരു തീപ്പൊരി ചിതറുന്ന കാഴ്ചയും ആ ഓറകൾ ചേരുന്നിടത്ത് നമുക്ക് കാണാം. ശക്തമായ പ്രഷർ 2 ഭാഗത്തുമുണ്ട്. ഷിഫങ് 2 സ്റ്റെപ്പ് പുറകോട്ട് മാറിയിട്ട് അവൻ്റെ കൈ ഒന്ന് ചലിപ്പിച്ചതും അവൻ്റെ കൈക്ക് തൊട്ടു മുന്നിലായി ഒരു സംഭവം പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു പ്രകാശം. ആ പ്രകാശം അവിടെ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷത്തിൽ അവൻ കൈ ഒന്ന് മുകളിലോട്ടാക്കിയതും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ പ്രകാശം ആകാശത്തേക്ക് അങ്ങ് പറന്നു വരികയാണ്. ഓറയിൽ നിന്ന് കയ്യിലേക്ക് സ്വരൂപിച്ച പ്രകാശത്തെയാണ് ഷിഫങ് മുകളിലേക്ക് ഇങ്ങനെ പറത്തി വിട്ടത്. അതും അതിവേഗതയിലാണ്. ആകാശത്തേക്ക് ആ പ്രകാശം അങ്ങനെ പാഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തറയിൽ നിന്ന് ആകാശത്തേക്ക് പ്രകാശത്തിൻ്റെതായ ഒരു കൂറ്റൻ വഴി ഉണ്ടാവുകയാണ്. ആ പ്രകാശം ആകാശത്ത് ഒരു നിശ്ചിത അളവിലെത്തിയതും അവിടെ എത്തിയ പ്രകാശത്തിലേക്ക് താഴ്ന്ന പ്രകാശം ഇങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് ആ പ്രകാശം എത്തിയ ഭാഗത്ത് ഒരു വലിയ പ്രതലം ഉണ്ടാവുകയാണ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ശക്തമായ ഒരു പ്രതലം ആകാശത്ത് ആളുകൾക്ക് എല്ലാവർക്കും വിസിബിൾ ആകുന്ന ശൈലിയിൽ ഉണ്ടായ ആ നിമിഷത്തിൽ ആ പ്രകാശം പെട്ടെന്ന് ഒന്ന് രൂപം മാറുകയാണ്. അത് ഒരു കൂറ്റൻ വാളിൻ്റെ രൂപത്തിലേക്ക് അങ്ങ് മാറി. നല്ല നീളമുള്ള ഒരു വാള്, അതും ശരിക്കും മൂർച്ചയുള്ള ഒരു വാള്. ആ വാള് അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷത്തിൽ തന്നെ ശരിക്കും ഒരു പ്രഷർ താഴെ അനുഭവപ്പെട്ടു തുടങ്ങി. വളരെ ഉയരത്തിലാണ് ആ വാള് നിൽക്കുന്നത്. എന്നിട്ട് പോലും ആ വാളിന് താഴെ ഒരു പ്രഷർ സൃഷ്ടിക്കാൻ പറ്റി. അത് കണ്ട പ്രിൻസ് അടുത്തേക്കുന്ന ആളോട് പറഞ്ഞു, ഇത് ഷീ കുടുംബത്തിന്റെ രഹസ്യ ടെക്നിക്കാണ്. ഇതാണ് സ്കൈ സോഡ്. ആകാശത്തെ ആയുധമാക്കിക്കൊണ്ട് സ്വന്തം പവർ ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെടുന്ന മാന്ത്രിക വാളാണ് ഇപ്പോൾ അവിടെ ആകാശത്ത് അങ്ങനെ നിൽക്കുന്നത്. ആ വാള് ശരിക്കും വിറയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ വിറയിൽ ആ ചുറ്റുപാടൊക്കെ തരംഗങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ തരംഗങ്ങൾ സൈഡിലേക്ക് വ്യാപിക്കുന്നതിന് പകരം ആ തരംഗങ്ങൾ താഴോട്ട് വരികയാണ്. ആ തരംഗങ്ങൾ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രഷർ ആളുകൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. സ്കൈ സിറ്റിക്കുള്ളിൽ ആ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ ഈ മാഗ്നിറ്റ്യൂഡിലെ ഫൈറ്റ് ഒന്നും അകത്ത് താങ്ങാൻ പറ്റില്ല. അവിടെയുള്ള സകലതും തരിപ്പണമാകും. അത്ര ശക്തമായ എനർജിയാണ് മുകളിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. മാർക്ക് ഫെല്ലർ ആ വാളിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് മാർക്കിനെ നോക്കി
ഷിഫങ് മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, ഇവിടെ നീ അവസാനിക്കും. അങ്ങനെ പറഞ്ഞ ഷിഫങ് കൈയൊന്ന് അനക്കിയതും മിന്നൽ വേഗതയിൽ ആകാശത്തുള്ള ആ വാള് താഴേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. അതിന്റെ ടാർഗറ്റ് കൃത്യം മാർക്ക് ഫെല്ലറാണ്. ശരിക്കും ഒരു മിസൈൽ ആകാശത്ത് നിന്ന് താഴേക്ക് പാഞ്ഞു വരുമ്പോൾ ആ വാള് താഴേക്ക് പാഞ്ഞു വരുമ്പോൾ ആ വാളിന്റെ ഇരുപുറത്തും പ്രകാശം ജ്വലിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഒരു തീ മുകളിൽ നിന്ന് താഴേക്ക് പാഞ്ഞു വരുന്ന ഒരു ഫീലാണ് ആളുകൾക്ക് ഉണ്ടാവുക. ആകാശത്ത് നിന്ന് ആ വാള് മാർക്കിന്റെ നേരെ ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ മാർക്ക് കൈ ഒന്ന് ഉയർത്തിയ കൈ മാർക്കൊന്ന് കറക്കിയതും മാർക്കിന്റെ തൊട്ടു മുന്നിൽ ഒരു കറക്റ്റ് സീല് പ്രത്യക്ഷപ്പെട്ടു. അതിമനോഹരമായ ഒരു സീലാണ് മാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ സീല് പ്രത്യക്ഷപ്പെട്ടതും മാർക്ക് ആ സീലിൽ ഒന്ന് പ്രസ് ചെയ്തു. ആ നിമിഷത്തിൽ ആകാശം താഴേക്ക് പാഞ്ഞു വരുന്ന ആ വാളിന് നേരെ ആ സീല് ഒന്ന് കുതിച്ചു. താഴ്ന്ന് മുകളിലേക്ക് പായുന്ന ആ സീലും മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ആ വാളും ഒരേ രേഖയിലാണ്. ജനം ശ്വാസം അടക്കി പിടിച്ചാണ് ആ കാഴ്ച കാണുന്നത്. അതിശക്തമായ ഒരു സീല് മുകളിൽ നിന്ന് താഴേക്ക് പോവുകയാണ്. ആ സീലിലേക്ക് മുകളിൽ നിന്ന് താഴേക്ക് വന്ന ആ വാള് അതിശക്തമായി തന്നെ വന്നങ്ങിടിച്ചു. രണ്ടും കൂട്ടിമുട്ടിയതും രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്ത ശൈലിയിൽ അതിശക്തമായ പ്രഷർ ആ സീല് മുകളിലേക്കും ആ വാള് താഴേക്കും കൊടുക്കുകയാണ്. അതിശക്തരായ രണ്ടാളുകൾ പരസ്പരം കൈ ചേർത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുമ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ അങ്ങനെ നിൽക്കുന്ന പോലെ ആകാശത്ത് ആ സീലും വാളും അവരുടെ ബലം പരീക്ഷിക്കുകയാണ്. സീല് മുകളിലേക്കും വാള് താഴേക്കുമാണ് ബലം പ്രയോഗിക്കുന്നത്. ആ കാഴ്ച കണ്ട ഷിഫങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഞാൻ വിചാരിച്ചതിനേക്കാളും ശക്തനാണ്. ഓക്കെ, സാരമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷിഫങ് വീണ്ടും അവന്റെ ഓറയിൽ നിന്ന് വലത് കൈയിലേക്ക് പ്രകാശം കൊണ്ടുവന്ന് ആ പ്രകാശത്തെ അതിവേഗം മുകളിലേക്ക് അയച്ചു. നിമിഷത്തിനും കൊണ്ട് ഷിഫങ് മുകളിൽ സൃഷ്ടിച്ചിരിക്കുന്ന ആ പ്രകാശ പ്ലാറ്റ്ഫോമിൽ നിന്ന് വൻതോതിൽ പ്രകാശം ആ വാളിലേക്ക് വന്നു. ആ വാളിലേക്ക് പ്രകാശം വീണതും ആ വാളിന്റെ പവർ കൂടി. സ്വാഭാവികമായിട്ട് ആ വാള് ആ സീലിനെ താഴേക്ക് തള്ളി തുടങ്ങി. അത് കണ്ടതും മാർക്ക് ഫെല്ലറുടെ വലത് കൈ ഒന്ന് ചലിച്ചു. ആ നിമിഷത്തിൽ മാർക്കിന്റെ വലത് കൈയിൽ നിന്ന് ഒരു സുവർണ പ്രകാശം താഴ്ന്ന് മുകളിലേക്ക് പോവുകയും ആ സീലിൽ ഒരു താങ്ങ് പോലെ വന്ന് പതിക്കുകയും ചെയ്തു. ഇപ്പോ രസകരമായ ഒരു കാഴ്ചയാണ്. ആകാശത്തെ പ്രകാശ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രകാശം താഴേക്ക് ശക്തമായി ആ വാളിലേക്ക് വീഴുകയാണ്. അതിന്റെ ഫലമായി ആ വാള് താഴേക്ക് പ്രസ് ചെയ്യുമ്പോൾ താഴെ ഭൂമിയിൽ നിന്ന് മാർക്ക് സൃഷ്ടിച്ചിരിക്കുന്ന ആ സുവർണ പ്രകാശം ആ സീലിൽ അങ്ങനെ താങ്ങി നിർത്തുകയാണ്. രണ്ടും വീണ്ടും ഏതാണ്ട് സമനില ആയതുപോലെയായി. അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും ഷിഫങ് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രകാശം താഴേക്ക് അയച്ചു തുടങ്ങി. ശക്തമായ ആ പ്രകാശത്തിന്റെ അതിശക്തമായ പ്രസ്സിങ്ങിൽ മാർക്കിന്റെ ആ സീലിംഗ് താഴേക്ക് തകരുമെന്ന് തോന്നിയ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറുടെ ഇടത് കൈയും വലത് കൈയും ഒന്നിച്ച് ചലിച്ചു. അതിശക്തമായ പ്രകാശ ബീമുകൾ നിമിഷം നേരം കൊണ്ടാണ് താഴ്ന്ന മുകളിലേക്ക് ആ നിമിഷം പാഞ്ഞത്. പെട്ടെന്ന് ആ സീല് ആ വാളിനെ എടുത്തങ്ങെറിഞ്ഞു. താഴെന്നുള്ള പ്രകാശത്തിന്റെ പവർ കൂടിയതും ആ വാള് അങ്ങ് തെറിച്ചു. ഇത് സ്വാഭാവികമായിട്ടും ഷിഫങ് പ്രതീക്ഷിക്കാത്തതാണ്. താഴെ ആളുകളുടെ ഇടയിൽ വല്ലാത്തൊരു ആരവം. ഷീ കുടുംബത്തിന്റെ ഷിഫങ്ങിന്റെ ആ മാന്ത്രിക വാളിനെ മാർക്ക് ഫെല്ലർ ഇതാ പരാജയപ്പെടുത്തിയിരിക്കുന്നു. തന്റെ പ്രകാശ പ്ലാറ്റ്ഫോം പരാജയപ്പെടുന്നു യാഥാർത്ഥ്യം മനസ്സിലാക്കിയതും ഷിഫങ് അയാളുടെ രണ്ട് കൈയും ഒന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ അയാളുടെ വലത് കൈയിൽ ലൈഫിന്റെ ചിത്രവും ഇടത് കൈയിൽ മരണത്തിന്റെ ചിത്രവും പ്രത്യക്ഷപ്പെട്ടു. ലൈഫ് ആൻഡ് ഡെത്ത് ഡയഗ്രാം. ഷീ കുടുംബത്തിന്റെ പ്രസ്റ്റീജ് ആണ് ആ ലൈഫ് ആൻഡ് ഡെത്ത് ഡയഗ്രാം. ആ ലൈഫ് ആൻഡ് ഡെത്ത് ഡയഗ്രാം പ്രത്യക്ഷപ്പെട്ടതും മാർക്ക് ഷിഫങ് നോക്കി ഒന്ന് ചിരിച്ചു. ഷിഫങ്, നീ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സാക്ഷാൽ ഷിയു ഈ ലൈഫ് ആൻഡ് ഡെത്ത് എൻ്റെ അടുത്ത് ഉപയോഗിച്ചതാണ്, എന്നിട്ടും പരാജയപ്പെട്ടു. അത് കേട്ടപ്പോൾ ഷിഫങ് ഒന്ന് ഇടറി. അവന്റെ ഒരു പ്രസ്റ്റീജ് സാധനമാണ് ആ ലൈഫ് ആൻഡ് ഡെത്ത്. ഷിഫങ് ഇടറി എന്ന് മനസ്സിലായതും ഷീ കുടുംബത്തിലെ ഒരാൾ ഷിഫങ്ങിനോട് പറഞ്ഞു, ഹേയ് യങ് മാസ്റ്റർ, അതൊന്നും ശ്രദ്ധിക്കണ്ട, അവൻ ശ്രദ്ധ തെറ്റിക്കാൻ പറയുന്നതാണ്. ഷിഫങ്ങിന്റെ മനസ്സിനെ ഒന്ന് ഉലയ്ക്കാനായി മാർക്ക് മനഃപൂർവ്വം ഷിയുവിന്റെ കേസ് അവിടെ കൊണ്ടുവന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ആ ഷീ കുടുംബത്തിലെ സീനിയേഴ്സിനുണ്ട്. അതുകൊണ്ടാണ് അവര് പെട്ടെന്ന് ഇടപെട്ടത്. ഷിഫങ്ങിന് കാര്യം മനസ്സിലായി. ഷിഫങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതൊക്കെ പഴങ്കഥ, ഇപ്പോ നീ നോക്ക്. അങ്ങനെ പറഞ്ഞതും അവന്റെ ആ ഡെത്ത് ഡയഗ്രത്തിനകത്തുനിന്ന് ഒരു കുന്തം അതിവേഗം പാഞ്ഞു വരികയാണ്. ശരിക്കും ഈ കുന്തം നേരത്തെ അവൻ അവിടെ അമ്പലത്തിൽ വെച്ച് സാക്ഷാൽ ശ്രീഹരിക്ക് നേരെ ഉപയോഗിച്ചതാണ്. ശ്രീഹരി ആ കുന്തത്തെ തകർത്തു മാത്രമല്ല അവനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. അതേ കുന്തമാണ് വീണ്ടും അവൻ പുറത്തെടുത്തിരിക്കുന്നത്. ആ ഡെത്ത് ഡയഗ്രത്തിൽ നിന്ന് മാർക്കിനെതിരെ പാഞ്ഞു വരുന്ന കുന്തം കണ്ടതും
മാർക്ക് വീണ്ടും ആ സീല് സൃഷ്ടിച്ചു. ആ സീലിന് ആ കുന്തത്തെ തടുക്കാൻ പറ്റി. പക്ഷെ കുന്തത്തിലേക്ക് പെട്ടെന്നാണ് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ഊർജം ശിവൻ സൃഷ്ടിച്ചത്. അവൻ ഏതൊരു മാന്ത്രിക സ്പെല്ല് ഉപയോഗിച്ചുകൊണ്ട് ആ കുന്തത്തിന്റെ ശക്തി അങ്ങ് വർദ്ധിപ്പിച്ചതും ആ കുന്തം മാർക്കിന്റെ ഷീൽഡിനെ തകർത്തുകൊണ്ട് മാർക്കിന്റെ പുറത്തുനിന്ന് പതിച്ചു. സ്വാഭാവികമായിട്ടും മാർക്ക് പുറകിലോട്ട് തെറിച്ചു. മാർക്ക് ഫെല്ലർ പുറകിലോട്ട് തെറിച്ച് കണ്ടതും ഷിഫങ്ങിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാർക്ക്, ഇപ്പൊ മനസ്സിലായോ നിനക്ക് ഞാൻ ആരാണെന്ന്? മാർക്ക് അതിന് മറുപടി പറയാതെ ആ നിമിഷത്തിൽ ബാറ്റിൽ വേൾഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തു. ബാറ്റിൽ വേൾഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് ആ നിമിഷം തന്നെ ലൈൻ വേൾഡ് ഫോർമുലയിൽ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഷിഫങ്ങിന് മനസ്സിലാക്കുന്നതിന് മുമ്പ് മാർക്ക് ഷിഫങ്ങിന്റെ തൊട്ടു മുന്നിൽ എത്തിയിരുന്നു. മാർക്കിന്റെ തൊട്ടു മുന്നിലേക്കുള്ള ആ വരവ് കണ്ട ഷിഫങ് പെട്ടെന്ന് ആ കുന്തം മാർക്കിന് നേരെ പിടിച്ചു. അവന്റെ ആ മാന്ത്രിക കുന്തം മാർക്കിന് നേരെ വന്നതും മാർക്കിന്റെ അതിശക്തമായ പഞ്ച് ആ കുന്തത്തിൽ പതിച്ചതും ഒരേ നിമിഷത്തിലാണ് ആ കുന്തം രണ്ടായി ഒടിഞ്ഞു. തൊട്ടു മുന്നിൽ മാർക്ക് ഫെല്ലർ ആ കുന്തത്തെ ഇടിച്ച് ഓടിക്കുമ്പോൾ ഭയന്നു പോയ ഷിഫങ്ങിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ അടുത്ത പഞ്ച് ഷിഫങ്ങിന്റെ പുറത്തു പതിച്ചു. ഷിഫങ് പുറകോട്ട് തെറിച്ചു. ശരിക്കും സെക്കൻഡുകൾ കൊണ്ട് രണ്ടാളുകളും ഇതാ ഓരോ പഞ്ച് പരസ്പരം കൊടുത്തിരിക്കുകയാണ്. തെറിച്ച് ദൂരേക്ക് വീണ ഷിഫങ് പെട്ടെന്ന് തന്നെ ചാടി എണീറ്റു. അവന്റെ അടുത്ത മാന്ത്രിക സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തു. അവന്റെ പുറകിലായി പെട്ടെന്നാണ് ഒരു കറുത്ത പുക പ്രത്യക്ഷപ്പെട്ടത്. ആ കറുത്ത പുകയെ നിമിഷ നേരം കൊണ്ട് ഷിഫങ് ഒരു കൈയായി കൺവേർട്ട് ചെയ്തു. ആ കൈ മാർക്കിന് നേരെ പാഞ്ഞു വരുന്നതും മാർക്കിന്റെ വിഷൻ അവിടെ ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ വിഷൻ സ്വാഭാവികമായും ഒരു കൂറ്റൻ ഫാൻറ്റമാണ്. ആ രൂപത്തിന്റെ മുഖമെന്ന് പറയുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലറുടെ അതിശക്തമായ ഒരു രൂപം മാർക്കിന്റെ പുറകിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടതും ആ രൂപം തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ കയ്യിൽ ആഞ്ഞൊരു ഇടി കൊടുത്തതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും ഇതൊക്കെ അതിവേഗത്തിലാണ് നടക്കുന്നത്. ഇവിടെ സമയം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. രണ്ടുപേരും മറ്റേയാൾക്ക് അവരുടെ ശക്തി വീണ്ടെടുക്കാനുള്ള സമയം കൊടുക്കും മുമ്പ് ആക്രമിക്കുക എന്നുള്ള ഒരു തത്വത്തിലാണ്. മാർക്കും ഷിഫങ്ങും മാറി മാറി അറ്റാക്ക് ചെയ്യുമ്പോൾ ഷിഫങ് അവന്റെ അവസാന ആയുധമെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പെട്ടെന്നാണ് ഷിഫങ് ഒരു മന്ത്രം ചൊല്ലിയത്. ആ നിമിഷത്തിൽ ഷിഫങ്ങിന്റെ പുറകിലുണ്ടായിരുന്ന ആ കറുത്ത പുക ഒരു രൂപമായി മാറി. ആ രൂപം ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് ഒരു കൃത്യതയാർന്നത്. ആ രൂപം അവിടെ പൂർത്തിയാകുമ്പോൾ ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു വല്ലാത്ത ആരവം ഉണ്ടാവുകയാണ്. സാക്ഷാൽ പ്രിൻസ് പോലും ഞെട്ടിപ്പോയി. പ്രിൻസ് അടുത്തേക്ക് ആളോട് പറഞ്ഞു, അയ്യോ, ഇത് ആൻസിസ്റ്ററാണ്, ഷീ കുടുംബത്തിന്റെ ആൻസിസ്റ്ററാണ്. ഷീ കുടുംബത്തിൽ പണ്ടെങ്ങാണ്ടോ ഉണ്ടായിരുന്ന ഒരു ആളെ ഇതാ വിളിച്ചു വരുത്താൻ ഷീഫങ്ങിന് പറ്റിയിരിക്കുകയാണ്. ഷീഫങ്ങിന്റെ കൾട്ടിവേഷൻ കപ്പാസിറ്റിയാണ് അവിടെ ദൃശ്യമാകുന്നത്. ആ ആൻസിസ്റ്റർ മാർക്കിൻ്റെത് പോലെയുള്ള വെറും രൂപമല്ല, അത് ശരിക്കും ഒരു ആള് തന്നെയാണ്. മാർക്ക് റിവേഷൻ ഓട്സേജിന്റെ മിഡിൽ ലെവലിൽ നിൽക്കുന്ന ആളാണ്. വന്നിരിക്കുന്ന കഥാപാത്രമാണെങ്കിൽ ട്രൂ സെയിന്റ് ആണ്. സ്വാഭാവികമായിട്ടും ട്രൂ സെയിന്റ് രംഗത്ത് വന്നതോടുകൂടി ഷിഫങ്ങിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഷിഫങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എൻ്റെ അവസാന ആയുധവും പുറത്തെടുക്കാൻ നീ എന്നെ നിർബന്ധിതനാക്കി. അതിൽ നിനക്ക് അഭിമാനിക്കാം. പക്ഷേ നീ ഇവിടെ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ ഷിഫങ് പറയുമ്പോഴേക്കും ആ രൂപം 2 സ്റ്റെപ്പ് മുന്നോട്ട് നടന്നു. ഏകദേശം ഒരു 6 അടിയോളം പൊക്കമുള്ള ആ മനുഷ്യൻ മാർക്കിന്റെ മുന്നിലേക്ക് അങ്ങനെ നടന്നു വരുമ്പോൾ ഒരു വല്ലാത്ത പ്രഷർ എല്ലാ സ്ഥലത്തും അലയടിക്കുകയാണ്. ആളുകൾക്ക് ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. മാർക്ക് ഫെല്ലർക്കും ആ പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങി. അതിശക്തമായ പ്രഷർ അയാളുടെ ഓറ സൃഷ്ടിക്കുകയാണ്. മാർക്കിനും ശ്വസിക്കാൻ പോലും പറ്റാത്ത ശൈലിയിൽ പ്രഷർ അനുഭവപ്പെട്ടതും മാർക്ക് വെനറബിൾ 5th മോഡൽ പുറത്തെടുത്തു. ആ വെനറബിൾ 5th മോഡൽ ഉപയോഗിച്ച് ആ ആൻസിസ്റ്റർ പ്രതിരോധിക്കുക എന്നുള്ളതാണ് മാർക്കിന്റെ ലക്ഷ്യം. പക്ഷെ മാർക്കിന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ആ വെനറബിൾ 5th മോഡൽ ദയനീയമായി പരാജയപ്പെട്ടു. മാർക്കിന്റെ കയ്യിൽ ഇനി വേറൊന്നുമില്ല. ആ 5th മൗണ്ടൻ മാർക്കിന് നേരെ വരികയാണ്. പുറകിലുള്ള മാർക്കിന്റെ രൂപവും വിറച്ചു തുടങ്ങി. മാർക്കിന്റെ ശക്തിയാണ് മാർക്കിന്റെ ആ ഫാൻറ്റത്തിൽ പ്രതിഫലിക്കുന്നത്. പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ മാർക്കിന്റെ നിലവറയിൽ നിന്ന് ആ ബ്രേസ്ലെറ്റ് കയ്യിലെടുത്തു. ബ്രേസ്ലെറ്റ് കയ്യിലെടുത്ത മാർക്കിന്റെ സ്പിരിച്വൽ എനർജി പെട്ടെന്ന് ആ ബ്രേസ്ലെറ്റിലേക്ക് ആക്ടിവേറ്റ് ചെയ്തു. ആ ബ്രേസ്ലെറ്റിലേക്ക് മാർക്കിന്റെ സ്പിരിച്വൽ എനർജി ആക്ടിവേറ്റ് ചെയ്ത ആ നിമിഷത്തിൽ ആ ബ്രേസ്ലെറ്റ് ഒന്ന് തിളങ്ങി. അടുത്ത നിമിഷം മാർക്കിന്റെ കയ്യിൽ നിന്ന് ആ ബ്രേസ്ലെറ്റ് അങ്ങ് മൂവ് ചെയ്തു. മാർക്കിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ
ആ ബ്രേസ്ലെറ്റ് മാർക്കിന്റെ ഷോൾഡറിന്റെ മുകളിൽ കൂടി മാർക്കിന്റെ പുറകിലുള്ള ആ മാർക്കിന്റെ തന്നെ ആ പ്രതിരൂപത്തിലേക്ക് കടന്നു. ശരിക്കും അതിവേഗതയിലാണ് മാർക്കിന്റെ ആ ബ്രേസ്ലെറ്റ് ആ രൂപത്തിന്റെ പുറത്ത് സ്പർശിക്കുന്നത്. ആ നിമിഷത്തിൽ സകല ആളുകളും അമ്പരപ്പോടെ ഒരു കാഴ്ച കണ്ടു. മാർക്കിന്റെ പുറകിലുണ്ടായിരുന്ന ആ മാർക്കിന്റെ പ്രതിരൂപത്തിന്റെ മുഖം മാറുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടത്. അതിവേഗതയിൽ പുറകിൽ ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. മാർക്കിന്റെ പുറകിലുണ്ടായിരുന്ന മാർക്കിന്റെ രൂപം പെട്ടെന്ന് ഒരു സ്ത്രീയായിട്ട് അങ്ങ് മാറി. ആ സ്ത്രീ ഒരു മാസ്ക് ധരിച്ചിട്ടുണ്ട്. മാസ്ക് വെച്ച സ്ത്രീയെ മാർക്കിന്റെ പുറകിൽ കണ്ടതും മതിലിന് മുകളിൽ നിൽക്കുന്ന പ്രിൻസ് ശരിക്കൊന്ന് വിറച്ചു. അദ്ദേഹം അറിയാതെ ആ മതിലങ്ങ് പിടിച്ചു പോവുകയാണ്. ആ മാസ്ക് വെച്ച സ്ത്രീ ശരിക്കും ശാന്തിയായി തനിക്ക് നേരെ നടന്നു വരുന്ന ആ ആൻസിസ്റ്ററെ ഒന്ന് നോക്കി. ആൻസിസ്റ്റർ ആ സമയത്ത് കൈ ഒന്ന് നിവർത്തി ഒരൊറ്റ ഇടി. മാർക്കിന് നേരെ ആ ആൻസിസ്റ്റർ ആഞ്ഞിടിക്കുമ്പോൾ മാർക്കിന്റെ പുറകിലുള്ള ആ മാസ്ക് വെച്ച സ്ത്രീ അവരുടെ വലത് കൈ ഒന്ന് ഉയർത്തി ചൂണ്ടുവിരൽ ആ ആൻസിസ്റ്റർ നേരെ ഒന്ന് ചൂണ്ടി. ശരിക്കും ഒരു ഡ്രാമ കാണുന്ന പോലെ ആളുകൾ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ മാസ്ക് വെച്ച സ്ത്രീയുടെ വലത് കൈയിലെ ചൂണ്ടുവിരൽ ആ ആൻസിസ്റ്റർ നേരെ ചൂണ്ടിയ ആ നിമിഷത്തിൽ ഒരു ബുള്ളറ്റ് പായും പോലെ ഒരു പ്രകാശം ആ വിരലിൽ നിന്ന് ആ രൂപത്തിന് നേരെ പായുന്നത് ആളുകൾ കണ്ടു. ഈ സമയത്ത് ആ ആൻസിസ്റ്റർ മാർക്കിന് നേരെ ആഞ്ഞിടിക്കുകയും ചെയ്തിരുന്നു. ആ ഇടിയിലേക്കാണ് ശരിക്കും ആ മാസ്ക് വെച്ച സ്ത്രീയുടെ വിരലിൽ നിന്ന് ചൂണ്ടപ്പെട്ട പ്രകാശം പതിക്കുന്നത്. ആ നിമിഷത്തിൽ ആ ആൻസിസ്റ്ററുടെ ആ ഇടി നിർവീര്യമാവുകയും അയാളുടെ വലത് കൈ ഒടിഞ്ഞു തെറിക്കുകയും ചെയ്തു. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ കൈ അറ്റുപോയതും ഇടത് കൈ ആകാശത്ത് ഉയർത്തി മാസ്ക് വെച്ച സ്ത്രീ ജസ്റ്റ് കൈ ഒന്ന് താഴ്ത്തി. ഠപ്പ് എന്ന ശബ്ദത്തോടുകൂടി ആ ആൻസിസ്റ്റർ പെട്ടെന്ന് അവിടെ പൊടിഞ്ഞങ്ങി ഇല്ലാതായി. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് മനസ്സിലാകുമ്പോഴേക്കും മാർക്ക് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിലുണ്ടായിരുന്ന മാർക്കിന്റെ രൂപത്തെ കാണാനില്ല. ഇതിനിടയിൽ ആ രൂപം മാസ്ക് വെച്ച സ്ത്രീയായി മാറിയ കാര്യം മാർക്ക് കണ്ടതുമില്ല. ആ സ്ത്രീ അപ്രത്യക്ഷമായിരിക്കുകയാണ്. പെട്ടെന്ന് മാർക്കിന്റെ മുന്നിലേക്ക് ആ ബ്രേസ്ലെറ്റ് വന്ന് വീഴുകയും ചെയ്തു. മാർക്ക് പെട്ടെന്ന് ആ ബ്രേസ്ലെറ്റ് എടുക്കാൻ പോയതും ആ ബ്രേസ്ലെറ്റ് രണ്ടായി അങ്ങ് പൊട്ടി. ഒരേ ഒരു തവണ മാത്രമേ ആ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കാൻ പറ്റൂ. മാർക്ക് ഇപ്പോൾ ഒരു കാഴ്ച കൂടി കണ്ടു. ഗുരുതരമായി പരിക്കേറ്റ് ഷിഫൻ ദൂരെ തെറിച്ചു വീണിരിക്കുന്നത്. ഷിഫങ്ങിന്റെ ഊർജമാണ് യഥാർത്ഥത്തിൽ ആ ആൻസസ്റ്റർ രൂപത്തിൽ അവിടെ എത്തിയിരിക്കുന്നത്. ആ ആൻസസ്റ്റർ ഒറ്റയടിക്ക് മാസ്ക് വെച്ച സ്ത്രീ കൊലപ്പെടുത്തിയപ്പോൾ ശരിക്കും പരിക്കേറ്റിരിക്കുന്നത് ഷിഫങ്ങിനെയാണ്. ഷിഫങ്ങിന്റെ തല മുതൽ കാൽ വിരൽ വരെ മുറിഞ്ഞ് ഏതാണ്ട് തൊലിഞ്ഞടന്നിരിക്കുകയാണ്. പല ഭാഗങ്ങളും അടർന്ന് തൂങ്ങിയിട്ടുണ്ട്. കണ്ടാൽ ആരും ഒന്ന് കരഞ്ഞു പോകുന്ന ശൈലിയിലാണ് ഇപ്പോൾ ഷിഫങ്ങിന്റെ രൂപം. മാർക്ക് ഫെല്ലർ നടന്ന് ആ ഷിഫങ്ങിന്റെ അടുത്തെത്തി. ഷിഫങ്ങിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് മാർക്ക് ഷിഫങ്ങിനോട് പറഞ്ഞു, ഷിഫൻ, നീയും ഞാനും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തമ്മിൽ ഒരു ബെറ്റ് വെച്ചു. നീ ഫൈറ്റിൽ പരാജയപ്പെട്ടാൽ ചാങ് മാങ്ങിനെ നിന്റെ ജയിലിൽ നിന്ന് പുറത്തിറക്കാമെന്ന്. നീ അത് ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഷിഫങ്ങിന് അതിന് മറുപടി പറയണമെന്നുണ്ട്. പക്ഷേ അവന് മറുപടി ഒന്നും പറയാൻ കഴിയുന്ന സാഹചര്യമല്ല. ശരിക്കും ആളുകൾക്കിപ്പോൾ കഥ മനസ്സിലായി. ഷീ കുടുംബത്തിലെ ഷിഫങ് ഇതാ മാർക്കിന് മുന്നിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആ നിമിഷത്തിൽ 4 സെമി സൈന്യങ്ങൾ അങ്ങോട്ടേക്ക് കയറി വന്നു. ഷിഫങ്ങിനൊപ്പം വന്ന ആളുകളാണ്. അവര് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഷീ കുടുംബത്തിനെ കൊള്ളയടിച്ചവനാണ്. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആ സെമി സൈന്യങ്ങളുടെ ഡയലോഗ് കേട്ടതും ആളുകൾ ശരിക്കും വയലന്റായി. അവർ ഉറക്കെ ആ സെമി സൈന്യങ്ങളുടെ ശക്തിയൊന്നും ആലോചിക്കാതെ തന്നെ വിളിച്ചു പറയുകയാണ്, ഇത് അനീതിയാണ്, അനീതിയാണ്. ഷീ കുടുംബത്തിലെ ആളുകൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഒരു ഫൈറ്റ് 2 യോദ്ധാക്കൾ തമ്മിലാണ്. ആ ഫൈറ്റിൽ ഒരാൾ പരാജയപ്പെടുക സ്വാഭാവികമാണ്. പരാജയപ്പെട്ടാൽ വേറെ ആളുകൾ ഇറക്കി അടിയുണ്ടാക്കുന്നതാണ് ശരി. മാർക്കിനെ നേരിടാൻ നിങ്ങൾ വെറുതെ ന്യായങ്ങൾ കണ്ടെത്തുകയാണ്. പല ശൈലിയിലുള്ള ഡയലോഗിന് വരുമ്പോൾ സെമി സൈന്യകൾ ആളുകളോട് പറഞ്ഞു, നോക്കേ, മാർക്കിനെ രക്ഷിക്കാൻ നിങ്ങളുടെ ഈ വാചകങ്ങൾക്കൊന്നും കഴിയില്ല. മാർക്ക് ഞങ്ങളുടെ സാധനം മോഷ്ടിച്ചു എന്നുള്ളൊരു തെളിവുണ്ട്. അങ്ങനെ ആ സെമി സൈന്യകൾ പറയുമ്പോഴേക്കും സാക്ഷൽ ഗൂഷിങ് അങ്ങോട്ട് കടന്നു വന്നു. ഗൂഷിങ് ആളുകളോട് പറഞ്ഞു, അതെ, മാർക്ക് ഫെല്ലർ നമ്മുടെ അധീനതയിൽ ഉണ്ടായിരുന്ന മോഷ്ടിച്ചു. മാർക്ക് ഗൂഷിങ്ങിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴേക്കും ഗൂഷിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ അവസാനിച്ചു. നിന്നെ അവസാനിപ്പിക്കാൻ ഇങ്ങനെയും പറ്റും. അങ്ങനെ ഗൂഷിങ് പറയുമ്പോൾ അവിടേക്ക് പെട്ടെന്ന് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും ശൂന്യതയിൽ നിന്ന് അയാൾ അവിടെ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അവിടെ എത്തിയത് സാക്ഷാൽ ഹെക്ടർ ടെങ്ങാണ്. ഹെക്ടർ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, മാർക്കിനെ എനിക്ക് വേണം.
ഹെക്ടർ, നീ എന്തായി പറയുന്നത്? ഗൂഷിങ്, മാർക്കിനെ കൊല്ലാൻ നിങ്ങൾക്ക് ആർക്കും അധികാരമില്ല. അവനെ കൊല്ലുന്നത് ഞാനായിരിക്കും. ഏയ് ഹെക്ടർ, നീ വലിയ സംഭവമാണെന്നൊക്കെ സ്വയം കരുതുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇവിടെ ഈ സെമി സെന്റികൾക്ക് മുന്നിൽ വെച്ച് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓഹ്, അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞ ഹെക്ടർ അടുത്ത നിമിഷം അവിടെ നിന്ന് അപ്രത്യക്ഷമായി. കൂടെ മാർക്ക് ഫെല്ലറും. മാർക്കിനെ എങ്ങനെ ഹെക്ടർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു പിടിയില്ല. ശരിക്കും ഒരു പുക അവിടെ നിന്ന് പറന്നു പോയതാണ് അവർ കണ്ടത്. ഗൂഷിങ് ആ സെമി സെന്റികളോട് മാർക്കിനെ തിരയാൻ ആവശ്യപ്പെട്ടതും അവർ അവിടേക്ക് നോക്കി. മാർക്കുമില്ല, ഹെക്ടറുമില്ല. ഈ നിമിഷത്തിൽ അവിടെ ആ മതിലിന് മുകളിൽ നിൽക്കുന്ന പ്രിൻസ് ശരിക്കും അമ്പരപ്പോടെ ആ വാചകം പറഞ്ഞു പോവുകയാണ്: മാർക്ക് നമ്മൾ വിചാരിക്കുന്ന ആളേ അല്ല. ആ മാസ്ക് വെച്ച സ്ത്രീ, അവര് ഇമോട്ടോ സ്ലേയിങ് സെഷനെ അവസാനിപ്പിച്ച സ്ത്രീയാണ്. അവരും മാർക്കും തമ്മിൽ എന്താ ബന്ധം? കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.